വേറൊരു പെൺകുട്ടിയെ കൊണ്ടുവന്നിരിക്കുന്നു, കാറയിലിരുത്തി. സമൂഹത്തിൽ നല്ല വിലയും നിലയുമുള്ള ജീവിക്കുന്ന ഒരു കുടുംബത്തിലെ മകളെ കൊണ്ടുവന്നിരിക്കുകയാണ്. എന്തിനാണെന്നറിയോ ചോദിച്ചത്? അച്ഛാ, ഈ പുരുഷന്മാര് ആണുങ്ങൾ മദ്യപാനിയോ ലഹരിക്കടിമയോ ഒക്കെ ആയാൽ ചികിത്സിക്കുന്ന സ്ഥലമുണ്ട്. ഈ പെൺകുട്ടികൾ മദ്യപാനത്തിനും ലഹരിക്കടിമയായാൽ അവരെ ചികിത്സിക്കുന്ന ഏതെങ്കിലും സ്ഥലം ഇവിടെയോ കർണാടകയിലോ തമിഴ്നാട്ടിലോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരാമോ? അപ്പോൾ അമ്മ ഇത് പറയുമ്പോൾ, നല്ല വലിയ വില കൂടിയ കാറിനൊക്കെ വന്നിരിക്കുന്ന അമ്മ ഇത് സങ്കടത്തോടെ ഇത് പറയുമ്പോൾ, മകളെ കോളേജിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന് വണ്ടിയിൽ തിരികെ ബോധമില്ലാതെ എവിടെയാണെന്ന് സ്ഥലകാല ബോധമില്ലാതെ ഒരു പെൺകുട്ടി ഇരിക്കുന്നു കാറിൽ. എന്നിട്ട് അന്വേഷിക്കുകയാണ് അമ്മ അപ്പനും, പെൺമക്കൾ മദ്യപാനത്തിൻ്റെ ലഹരിക്കടിമ എവിടെ കൊണ്ട് ചികിത്സിക്കും, എവിടെ കൊണ്ട് ഇതിനെ മാറ്റും? സങ്കടപ്പെടുന്ന അമ്മമാർ. യേശു പണ്ടേ പറഞ്ഞു, നിങ്ങൾ ആരും എന്നെ ഓർത്ത് കരയണ്ട, നിങ്ങളുടെ മക്കളെ ഓർത്ത് കരയുവിൻ. ഒരു സ്ഥലത്ത് വലിയൊരു വിവാഹം നടന്നു. 3 ദിവസമായിരുന്നു കല്യാണത്തിന്റെ പാർട്ടി. 2 പേരും എഞ്ചിനീയർമാരായിരുന്നു. ഇവരുടെ മാതാപിതാക്കൾ കോളേജ് അധ്യാപകരുമായിരുന്നു. വിശ്വാസികളൊന്നുമല്ല, നാമമാത്രമായ വിശ്വാസികൾ. വിവാഹത്തിന് എത്രയോ ലക്ഷങ്ങൾ പൊടിപിടിച്ചു. പക്ഷേ 2 പേരും 21 ദിവസം ഒരുമിച്ച് ജീവിച്ചില്ല. 21ാമത്തെ ദിവസം 2 പേരും 2 ഫ്ലാറ്റിൽ താമസിക്കാൻ തുടങ്ങി. 2 പേരുടെ കയ്യിലും പണമുണ്ടായിരുന്നു. പിന്നെ മാതാപിതാക്കൾ പലരെയും കാണാൻ തുടങ്ങി, മിണ്ടാൻ തുടങ്ങി, ചേർത്ത് നിർത്താൻ നോക്കി, നടന്നില്ല. കാരണം അവിടെ അവരെ 21 ദിവസം അവർ ജീവിച്ചില്ല, 1 മാസം തികച്ചില്ല. അതിനു മുമ്പേ വലിയ വഴക്കായി, ചെതറിക്കപ്പെട്ടു പോയി. നിങ്ങളുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടണോ? അതിന് പണം മാത്രം പോരാ, വീട് മാത്രം പോരാ, എഡ്യൂക്കേഷൻ മാത്രം പോരാ, സർട്ടിഫിക്കറ്റ് മാത്രം പോരാ, സൗന്ദര്യം മാത്രം പോരാ, സ്വർണം മാത്രം പോരാ. മുകളിലിരിക്കുന്ന ദൈവത്തിന്റെ ഒരു കടാക്ഷം, അനുഗ്രഹം ജീവിതത്തോട് ചേർന്നിരിക്കുമ്പോഴാണ് അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം ദൈവം ഒരുക്കി തരുന്നത്. ആ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട ആരെയും വിഷമിക്കുന്നുണ്ടെങ്കിൽ ഓർത്തോ, കുടുംബത്തെ പുതുക്കി പണിയുന്ന ഒരു ദൈവമുണ്ട്. വേറൊരമ്മ എൻ്റെ അടുത്ത് വന്നു. മകൻ പഠിക്കുന്നത് മൈസൂരാണ്. പക്ഷെ ആ അമ്മ പ്രാർത്ഥിക്കുന്നു, എൻ്റെ മകൻ മരിച്ചു പോയാൽ മതിയായിരുന്നു അച്ഛൻ. എൻ്റെ മകൻ മരിക്കാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കും. അവൻ എനിക്ക് വേണ്ട. അവൻ മൈസൂരിൽ നിന്ന് വരുവാന്ന് പറയുമ്പോൾ അടുക്കളയിൽ നിൽക്കുന്ന എൻ്റെ ചങ്ക് പേടി കൊണ്ട് പിടയ്ക്കും. എനിക്ക് അവൻ്റെ മകനെ പേടിയാണ്. മകനെ പേടിക്കുന്ന അമ്മ. ഞാൻ ചോദിച്ചു, എന്താണ് പേടിക്കാൻ കാരണം? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അവൻ ബൈക്ക് ഓടിച്ച് വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നപ്പോൾ അവൻ പറഞ്ഞു, ടയറ് മാറണം, ടയർ തേഞ്ഞു തീർന്നു. സാധാരണ ടാപ്പിംഗ് തൊഴിലാളിയായ റബ്ബർ വെട്ടുന്ന അപ്പൻ, വേറെ പലർക്കും റബ്ബർ വെട്ടി വീട്ടിലെ കുറച്ച് റബ്ബറും വെട്ടുന്ന, അതുകൊണ്ട് ഉപജീവനം നടത്തുന്ന അപ്പൻ, ആ അപ്പൻ ഇവനെ പഠിപ്പിക്കുന്നത് പോലും ഈ ചെറിയ കൂലിവേല കൊണ്ട് കിട്ടുന്ന പൈസ കൊണ്ടാണ്. അവൻ അവിടെ പോയി ലഹരിക്ക് അടിമപ്പെട്ട് ജീവിച്ചു. എന്നിട്ട് അവൻ വന്നിട്ട് വെപ്രാളവും ബൈക്കിന് ടയർ വേണം, ഗ്ലാസ് മാറണം എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയപ്പോൾ അമ്മ മകനോട് പറഞ്ഞു, മോനെ, പപ്പായുടെ കയ്യിൽ ഇപ്പോൾ പൈസ ഇല്ല, നീ ഇപ്പോൾ ഒരു കാര്യം ചെയ്യുക, ഇവിടുന്ന് ബസ്സിന് നീ മൈസൂർക്ക് പോകും, വണ്ടി ഇവിടെ ഇരിക്കട്ടെ, നീ 1 മാസം കഴിഞ്ഞ് വരുമ്പോൾ ടയർ മാറ്റി ഞാൻ പണിയൊക്കെ എടുപ്പിച്ച് വച്ചേക്കാം. അവനത് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് മുറ്റത്ത് കിടന്നൊരു തൂമ്പാക്കായി എടുത്ത് വീടിൻ്റെ എല്ലാ ജനലും അവൻ അടിച്ചങ്ങ് പൊട്ടിച്ചു. ഫ്രിഡ്ജ്, TV, അലക്ക് മെഷീൻ ഉണ്ടായിരുന്നതെല്ലാം അടിച്ച് താവിട് പൊടിയാക്കി അവൻ മൈസൂർക്ക് പോയി. ആ ബൈക്ക് എടുത്തു. പിന്നീട് അമ്മ പറയുന്നു, ഈ മകൻ ബൈക്കിൽ എന്തെങ്കിലും അപകടം പറ്റി മരിച്ചാൽ മതിയായിരുന്നു, അവനെ എനിക്ക് ഭയമാണ്, എനിക്ക് പേടിയാണ്. സ്വന്തം മക്കൾ മരിച്ചു പോകണമെന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരമ്മ. അപ്പോൾ നിങ്ങൾ വിധിക്കരുത്, ചിന്തിക്കരുത്, അമ്മ എന്തൊരു അമ്മയാണ്. മടുത്തിട്ടാണ്, സ്നേഹമില്ലാഞ്ഞിട്ടല്ല, പേടിച്ചിട്ടാണ്. മക്കളെ പേടിക്കുന്ന അമ്മമാർ ഒന്നല്ല, ഒരുപാട് അർഹിക്കുന്നവരെയും അർഹപ്പെട്ടവരെയും കൈപിടിച്ച് കയറ്റും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നല്ല നല്ല രാജ്യങ്ങളിലെത്തി മിടുക്കരാകുമ്പോൾ അവരോട് പറയണം, അർഹതപ്പെട്ട ഒരാളെയും കൈപിടിച്ച് കയറ്റി രക്ഷപ്പെടുത്തണം. അതിനുവേണ്ടിയാണ് ദൈവം ഈ കൈ തന്നിരിക്കുന്നത്. സൂര്യനെ ദൈവം സൃഷ്ടിച്ചത് നമുക്ക് വെളിച്ചു തരാൻ. സൂര്യന് മാത്രം ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കാനല്ല. മരങ്ങളെ ദൈവം സൃഷ്ടിച്ചത് അതിനുവേണ്ടിയല്ല, അതിൻ്റെ പഴം നമുക്കാണ്. പശു വീട്ടിലുള്ളത് അതിനുവേണ്ടിയുള്ള പാലല്ല, നമുക്ക് വേണ്ടിയുള്ളതാണ്. ദൈവം തന്നിട്ടുള്ളതും ചിലർക്കൊക്കെ ഉള്ളതാണ്, ചിലർക്കൊക്കെ കൊടുക്കണം. അപ്പോൾ ദൈവം അനുഗ്രഹിക്കും, ദൈവം വളർത്തും, ദൈവം ഉയർത്തും.
വചനത്തിലൂടെ പറയുമ്പോൾ അത് മനസ്സിലാകും. ദൈവത്തിൻ്റെ പ്രത്യേകത, പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ അവർ തുടങ്ങിയത് പലതും തോറ്റു കാണും, അവർ തുടങ്ങിയത് പലതും പരാജയപ്പെട്ട് കാണും. കുടുംബജീവിതം, ബിസിനസ്, ജോലി, പഠനം പലതും തോറ്റു കാണും. നിങ്ങൾ തുടങ്ങിയത് പലതും തോറ്റെടുത്ത് ദൈവം ചില തുടക്കങ്ങളിടും. ആ ദൈവത്തിൻ്റെ പ്രത്യേകതയാണ്. പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവം തുടക്കങ്ങൾ ഇട്ടിട്ടുണ്ട്. ഒരു സ്റ്റാർട്ടിങ് കൊടുക്കും, ചെയ്യാൻ പറയും, ചില തീരുമാനങ്ങൾ കൊടുക്കും, ചില പുതിയ വഴികൾ ഉണ്ടാക്കും. ദൈവത്തെക്കുറിച്ച് നമ്മൾ പറയുന്നത് സൃഷ്ടികർത്താവെന്നാണ്. അതിൻ്റെ അർത്ഥം ദൈവം നിങ്ങൾക്ക് വേണ്ടി ചിലതിനെ ഇന്നും സൃഷ്ടിക്കും. ചിലരുടെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഉണ്ടാക്കും. ദൈവം പുതിയതുണ്ടാക്കും. ഈ ലോകത്തെ ഉണ്ടാക്കിയ ഒരു ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയതിനെ സൃഷ്ടിക്കാനും ഉണ്ടാക്കാനും സാധിക്കില്ലേ? ഉണ്ടാക്കും. അതിന് ഉദാഹരണം പറയാം. ചിലപ്പോൾ പല കാരണങ്ങളാൽ ചിലതിങ്ങനെ തടസ്സപ്പെട്ട് കിടക്കുമായിരിക്കും ജീവിതത്തിൽ. എന്തു ചെയ്തിട്ടും ശരിയാകുന്നില്ല, എന്തു ചെയ്തിട്ടും മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, എവിടെ തുടങ്ങിയാലും പരാജയം, എന്തു ചെയ്താലും പരാജയം. പക്ഷെ ദൈവം ചില വഴികൾ ഉണ്ടാക്കും. നിന്റെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും നന്മയ്ക്കും ഒക്കെ വഴികൾ ഉണ്ടാക്കും. ഇസ്രായേൽ ജനം ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് കഷ്ടപ്പെട്ട് പുറത്തിറങ്ങി മരുഭൂമിയിലൂടെ വന്ന് ചെങ്കടലിന്റെ സമീപത്ത് നിൽക്കുമ്പോൾ ഇസ്രായേൽ ജനങ്ങൾ വിചാരിച്ചു, ഈ കടൽ തീരത്ത്, ഈ മണൽപ്പുറത്ത് ഞങ്ങളെല്ലാവരും മരിച്ചു വീഴും, ഇതൊരു ശവപ്പറമ്പായി തീരും എന്ന് ഇസ്രായേൽക്കാർ ചിന്തിച്ചപ്പോൾ ഇസ്രായേൽക്കാർ മോശയോട് ചോദിച്ചു, ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നത് കൊല്ലാനാണോ എന്ന് ചോദിച്ചു. നീ എന്തിനാണ് ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നത്? ഈ മരുഭൂമിയിൽ ഞങ്ങൾ ഈജിപ്തിന്റെ അടിമത്തത്തിൽ കടന്നുവായിരുന്നതിൽ ഭക്ഷണവേലും കിട്ടുമായിരുന്നു, ഒരു കൂരെ കിടന്ന് ഉറങ്ങായിരുന്നു. നീ എന്തിന് ഞങ്ങളെ ഈ ഒന്നുമല്ലാത്തൊരു സ്ഥലത്ത് കൊണ്ടുവന്ന് നിർത്തി? മരുഭൂമിയിൽ കൊണ്ടുവന്ന് നിർത്തി. ഇസ്രായേൽ ജനങ്ങൾ പിറുപിറുക്കാനും നിരാശപ്പെടാനും കാരണം അവരുടെ മുമ്പിൽ ഒറ്റ വഴിയില്ല. പിറകിൽ ഈജിപ്തിന്റെ സൈന്യം, വളരെ വേഗത്തിൽ വരുന്ന കുതിരകളുടെ കുടമ്പടി ശബ്ദം, ഭയങ്കര ശബ്ദം. അവരെല്ലാം നീറുപോലെ വരികയാണ്. മുമ്പോട്ട് പോകാൻ വഴിയില്ല, ചെങ്കടലാണ്. ആരൊക്കെയോ ഇങ്ങനെയുള്ള ചില സന്നിഗ്ധാവസ്ഥയിൽ നിൽപ്പുണ്ട്. ഇനി കേട്ടോണം. ഇങ്ങനെ നിൽക്കുമ്പോൾ മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഒരു പാലം ഉണ്ടാക്കാനല്ല തീരുമാനിച്ചത്, ദൈവത്തോട് പ്രാർത്ഥിക്കാനാണ്. പറക്കാൻ ചിറക് തരണേ, രക്ഷിക്കണേ എന്നല്ല, ഒരു വഴി ഉണ്ടാക്കണേ എന്ന് പ്രാർത്ഥിച്ചു. എവിടെ നിന്ന്? ലക്ഷക്കണക്കിന് ഇസ്രായേൽക്കാർ ഒരു സൈഡ് നിൽക്കുകയാണ്, കൂടെ പുറകിൽ ഈജിപ്തിന്റെ സൈന്യത്തിന്റെ കുതിരകളുടെ കുളമ്പടി ശബ്ദം കേൾക്കാം. അപ്പൊ കേൾക്കാൻ പാകത്തിന് അവർ അടുത്തെത്തി. മുമ്പിൽ നീന്തിക്കടക്കാൻ പറ്റാത്ത ചെങ്കടൽ, ഒരു രക്ഷയില്ല അവരുടെ മുമ്പിൽ, ഒരു വഴിയില്ല. അപ്പോൾ മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ മോശയോട് ദൈവം പറഞ്ഞു, നിന്റെ കയ്യിലിരിക്കുന്ന ആ വടി എടുത്ത് ആ ചെങ്കടലിന്റെ മുമ്പിൽ നീ നീട്ടിപ്പിടിക്കുക എന്ന് പറഞ്ഞു. ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ നടക്കുമോ? എന്ത് ഈ മോശയുടെ വടിയുടെ പ്രത്യേകത? എന്തിനാണ് മോശ വടി കൊണ്ട് നടന്നത്? ആടുമേയിച്ചിരുന്ന മോശ ഈ വടി കൊണ്ട് ഉപയോഗിച്ചിരുന്നത് വേറെ ഏതെങ്കിലും മൃഗങ്ങൾ വരുമ്പോൾ, ശത്രുക്കൾ വരുമ്പോൾ അതിനെ ഓടിക്കാനുള്ള വടി. പിന്നെ ഏതെങ്കിലും മരത്തിന്റെ കമ്പ് ഈ ആടുകൾക്ക് താത്തി ഇട്ട് കൊടുക്കാൻ വേണ്ടി തോട്ടി പോലെ എടുത്ത് ഉപയോഗിച്ച് ചാച്ച് അത് കൊടുക്കും. ഇതിനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വടി ചുമ്മാ നീ ഇങ്ങനെ ഒരു കടലിന്റെ നേരെ നീട്ടിപ്പിടിച്ചാൽ എന്തേലും നടക്കുവോ? ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ ഉത്തരമില്ലാത്തൊരു സമയത്ത് മോശ ദൈവത്തിന്റെ വാക്കുകേട്ട് പ്രാർത്ഥനയോടെ ആ വടി നീട്ടിയപ്പോൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു വഴി അവിടെ ഉണ്ടായി എന്ന് എഴുതിയിരിക്കുന്നത്. വെള്ളം കൊണ്ട് മൂടിക്കിടന്നൊരു വഴിയാണ്. ആയിരക്കണക്കിന് ഇസ്രായേൽക്കാർ നോക്കിയിട്ടും ആ വഴി കണ്ടിട്ടില്ല. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ കണ്ടത് ചെങ്കടലിലെ വെള്ളം രണ്ടാക്കി ദൈവം ഒരു വഴി ഉണ്ടാക്കി. ആ വഴിയുടെ പ്രത്യേകത, നമ്മൾ ഇന്ന് ഇവിടുന്ന് കോട്ടയത്തേക്ക് പോണെങ്കിൽ വഴി അറിയില്ലെങ്കിൽ മൊബൈലിൽ റൂട്ട് മാപ്പ്, ഗൂഗിൾ മാപ്പ് ഒന്ന് ചെയ്താൽ മതി. കോട്ടയത്ത് എത്തണം,
അത് നമ്മളെ വഴി കാണിച്ചു തരും. ഇസ്രായേൽക്കാർ കാനാൻ ദേശത്തേക്ക് പോകാൻ ഇതുപോലൊരു വഴി അന്വേഷിച്ചാൽ വെള്ളത്തിന്റെ അടിയിലൂടെ ഒരു വഴി ഗൂഗിൾ മാപ്പ് കാണിച്ചു തരില്ല. ഒരു മാപ്പിലും ഇല്ലാത്തൊരു വഴി, ഒരു പുതിയ വഴി ദൈവം അവിടെ ഉണ്ടാക്കി. അങ്ങനെ ഒരു വഴി ഇല്ലായിരുന്നു. ദൈവം അത് അവർക്ക് വേണ്ടി കണ്ട ഒരു വഴിയാണ്. ഇതുപോലെ എവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഒരു വഴിയില്ലല്ലോ, എൻ്റെ ജീവിതം മുന്നോട്ട് പോകാൻ ഒരു വഴിയില്ലല്ലോ, എല്ലാ വഴി അടഞ്ഞല്ലോ, പുറകിലും പ്രശ്നം, മുമ്പിലും പ്രശ്നം, ഒരു രക്ഷയില്ല. ചിലർ പറയുന്നു എനിക്ക് ഉറക്കമില്ല, ചിലർ പറയുന്നു എനിക്ക് നിരാശ തോന്നുന്നു, എനിക്ക് ഡൗൺ ആകുന്നു, എനിക്കൊരു സൈക്കാട്രിസ്റ്റിനെ അർജന്റായിട്ട് കാണണം, എൻ്റെ മനസ്സെൻ്റെ കയ്യിൽ നിന്ന് പോകുന്നു. നിങ്ങൾക്ക് വേണ്ടി ഒരു വഴി ഉണ്ടാക്കാൻ കഴിവുള്ള ദൈവമുണ്ട്. മനുഷ്യരുടെ പ്രത്യേകത ഉള്ള വഴി പറഞ്ഞു തരാനേ അവർക്ക് കഴിയൂ. ഇന്നതുപോലെ പോണത് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് അങ്ങോട്ട് പോയാൽ മതി കേട്ടോ എന്ന് പറയും. ഉള്ള വഴി കൂടെ പോകും. നിങ്ങൾക്കാർക്കും ഒരു പുതിയ വഴി ഒരാൾക്ക് വേണ്ടി ഉണ്ടാക്കാൻ സാധ്യതയില്ല. ദൈവത്തിന്റെ പ്രത്യേകത, നമ്മൾ കാണാത്ത വഴി നമുക്ക് വേണ്ടി ദൈവം കണ്ടിട്ടുണ്ട്. എന്തു പ്രശ്നത്തിലാണ് പറഞ്ഞേ ഹല്ലേലൂയ. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും, എൻ്റെ ഈ പ്രശ്നം മാറാൻ ഒരു രക്ഷയില്ലെന്ന് എല്ലാവരും പറയുന്നു. ആ പ്രശ്നം പരിഹരിക്കാനുള്ളൊരു വഴി നിങ്ങൾ കണ്ടിട്ടില്ലെന്നേ ഉള്ളൂ, ദൈവം അത് കണ്ടിട്ടുണ്ട്. ആ വഴി കൂടെ പോകുമ്പോൾ നിങ്ങൾ ഓർത്തു നോക്കൂ, ഇസ്രായേൽക്കാർ ചെളിക്കകത്തൂടെ ചവിട്ടിപ്പോയി എന്നാണോ എഴുതിയിട്ടുള്ളത്? ഉണങ്ങിയ സ്ഥലത്തൂടെ പോയി എന്നാണോ എഴുതിയിട്ടുള്ളത്? എങ്ങനെ എഴുതിയിട്ടുള്ളത്? വരണ്ട നിലത്തൂടെയാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരു കുളമാണേലും തോടാണേലും ഇത്രയും നാൾ വെള്ളം ഉണ്ടായിരുന്ന ഒരു സ്ഥലം മാറി അതിലെ വഴി ഉണ്ടായാൽ ഭയങ്കര ചെളിയായിരിക്കും. കാരണം കടലിലെ വെള്ളമാണ് മാറിയത്. അത് പിന്നെ എങ്ങനെയാ ഉണങ്ങിയിരിക്കുക? അതേ ചിലപ്പോ ആള് വരെ താന്നു പോകുന്ന അത്ര ചെളി കാണണ്ടേ? കടലിന്റെ അടിയിൽ, ചെങ്കടലിന്റെ അടിയിൽ വെള്ളം കിടന്ന സ്ഥലമാണ്. 10 ദിവസമല്ല, ലോകം ഉണ്ടായപ്പോ തൊട്ട്. അപ്പൊ അവിടെ ഭയങ്കര ചെളി വേണ്ടേ? താന്നു പോകാൻ. അതിൽ എങ്ങനെ നടക്കാൻ പറ്റും? ദൈവം അവർക്കുണ്ടാക്കിയത് താന്നു പോവാൻ, ചെളി താന്നു പോകുന്ന, ഒരു കാല് വെച്ചാൽ വേറൊരു കാല് പറിക്കാൻ പെടാപ്പാട് പെടേണ്ട ഒരു ചെളി കൂടെയല്ല, ഉണങ്ങിയ സ്ഥലത്തൂടെ ദൈവം അവരെ എത്തേണ്ടടുത്ത് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചു. ഹല്ലേലൂയ. അത് വായിച്ചാൽ മതി നിങ്ങളുടെ എല്ലാ ഭാരവും പോകാൻ. ദൈവത്തിന്റെ പ്രത്യേകത, നിന്നെ രക്ഷിക്കാൻ കുടുംബജീവിതത്തിലാണേലും ദാമ്പത്യത്തിലാണേലും ബിസിനസ്സിലാണേലും മക്കളുടെ കാര്യമാണേലും രക്ഷിക്കാൻ ദൈവം വഴി ഉണ്ടാക്കും. അപ്പൊ ഇത്രയും നാൾ ഈ വഴി എവിടെയായിരുന്നു? ഈ വഴി വെള്ളം കൊണ്ട് ഇങ്ങനെ മൂടിക്കിടക്കുമായിരുന്നു. അപ്പൊ ഈ പ്രശ്നം എങ്ങനെയാ മാറിയത്? മോട്ടോർ വെച്ച് പറ്റിച്ചപ്പോഴാണോ? അല്ലെങ്കിൽ ഏതെങ്കിലും ശാസ്ത്രജ്ഞനെ വിളിച്ച് എന്തെങ്കിലും ഐഡിയ ചോദിച്ചപ്പോഴാണോ? നമ്മൾ വിചാരിക്കുന്ന ഒരു ടെക്നോളജി ഉപയോഗിച്ചല്ല ഈ വെള്ളം പറ്റിയത്. പ്രാർത്ഥന എന്ന ഒരു കെമിസ്ട്രി വർക്കായപ്പോഴാണ്, പ്രാർത്ഥന എന്ന ഒരു സത്യം അവിടെ ഉയർന്നപ്പോഴാണ് ആ വെള്ളം മാറി ഒരു വഴി അവിടെ ഉണ്ടായത്. നിങ്ങളുടെ ബുദ്ധിയും ടെക്നോളജിയും കെമിസ്ട്രിയും ഒന്നും വർക്കാകാത്ത സ്ഥലത്ത് പ്രാർത്ഥന വർക്കാവും, പ്രാർത്ഥന പ്രവർത്തിക്കും. ഇല്ലാത്തടത്ത് ചിലതുണ്ടാകും, വഴികൾ ഉണ്ടാക്കും. വഴിയൊന്നും ഇല്ലെന്ന നാട്ടുകാര്, കുടുംബക്കാര്, സുഹൃത്തുക്കള്, പ്രാർത്ഥിക്കാൻ പോയ ആൾക്കാർ വരെ ചിലപ്പോൾ പറയും വഴിയൊന്നും കാണുന്നില്ല, വഴിയൊന്നും കാണുന്നില്ല. ദൈവം നിനക്ക് വേണ്ടി വഴി കണ്ടിട്ടുണ്ട്. ഈ ലോകത്തിലെ ഒരു കണ്ണുകളും കണ്ടിട്ടില്ലാത്ത പുതിയ വഴികൾ ദൈവം നിനക്ക് വേണ്ടി ഉണ്ടാക്കും, നിനക്ക് വേണ്ടി സൃഷ്ടിക്കും. അങ്ങനെ ഒന്നും ഇല്ല, പക്ഷെ നിനക്ക് വേണ്ടി ഉണ്ടാക്കും. പക്ഷെ അതിനു മുമ്പ് ഒരു കാര്യമുണ്ട്. മോശ ചെയ്തത്, ആയിരക്കണക്കിന് ജനങ്ങൾ അവിടെ നിൽക്കുമ്പോഴും മോശ ഇസ്രായേൽ ജനത്തിന്റെ മുമ്പിൽ കൈ ഉയർത്തിപ്പിടിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കുന്നവരെ എവിടെയും നിങ്ങൾ പരാജയപ്പെട്ടു പോകത്തില്ല, എവിടെയും നിങ്ങൾ തീർന്നു പോകത്തില്ല. തീർന്നു പോയി എന്ന് പറഞ്ഞ സ്ഥലത്ത് ദൈവം ചില പുതിയ തുടക്കങ്ങൾ ഇടും. അത് വലിയ നന്മയ്ക്കാണ്. ചെങ്കടലായിരുന്നു, അവിടെ ഒന്നുമില്ലായിരുന്നു തുടങ്ങാൻ. പക്ഷെ അവരുടെ കാലുകൾ വയ്ക്കാൻ ഒരു തുടക്കമിട്ടു. എപ്പോ? പ്രാർത്ഥന ഉയരുമ്പോൾ ദൈവം അനുഗ്രഹത്തിന്റെ ചില ചുവടുവയ്പ്പുകൾ നമ്മളെ കൊണ്ട് എടുപ്പിക്കും. ചില തുടക്കങ്ങൾ ഉണ്ടാകും. ഈ ധ്യാനം കഴിഞ്ഞു പോകുമ്പോഴും നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ, ദൈവം ചില നല്ല തുടക്കങ്ങൾ
നിങ്ങളുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ, മക്കളിൽ, നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ, മക്കളുടെ കാര്യത്തിൽ, സ്വപ്നങ്ങളിൽ, വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ചെറിയ തുടക്കങ്ങൾ ദൈവം ഇടട്ടെ. ചെറിയ തുടക്കം വലിയ നന്മയ്ക്ക് കാരണമാകും എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അതറിയണമെങ്കിൽ 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്. 18-ാമത്തെ അധ്യായം 41 മുതലുള്ള വാക്യങ്ങൾ. ചെറിയ തുടക്കം ദൈവം ഇടുന്ന് നിങ്ങളോട് പറയുവാണ്. എവിടെയും നിരാശപ്പെടണ്ട, എല്ലാം നഷ്ടപ്പെട്ടു എന്നോർത്ത് കരയണ്ട. ദൈവം ഇടുന്ന തുടക്കം പരാജയത്തിനല്ല, ദൈവം ഇടുന്ന തുടക്കം വിജയത്തിനാണ്. മറന്നു പോകരുത്. ദൈവം ഇടുന്ന തുടക്കം നാശത്തിനല്ല. നിങ്ങൾ ബുദ്ധി കൊണ്ടിട്ട തുടക്കം പലതും ചെന്ന് നിന്നത് നാശത്തിലാണ്. നാട്ടുകാർ പറയുന്നത് കേട്ട് നിങ്ങൾ എടുത്ത തീരുമാനം ആകപ്പാടെ പൊളിഞ്ഞുപോയി. നിങ്ങൾ നിങ്ങളുടെ കഴിവ് കൊണ്ടും സ്വാധീനം കൊണ്ടും എടുത്ത തുടക്കങ്ങൾ ഇന്ന് ലക്ഷങ്ങൾ കടത്തിലാണ് നിൽക്കുന്നത്. എന്നാൽ ദൈവം ഇടുന്ന തുടക്കം നാശത്തിൽ ചെന്ന് നിൽക്കില്ല, അതൊരു വിജയത്തിൽ ചെന്ന് നിൽക്കും. ഇന്ന് ഈ പ്രാർത്ഥന അകത്തും പുറത്തും ഇരുന്ന് കേൾക്കുന്നവർ, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നത്തെ ആരാധനയിലും പ്രാർത്ഥനയിലും ദൈവം ഇടുന്ന തുടക്കങ്ങൾ ഉണ്ടാകാൻ ഒന്ന് പ്രാർത്ഥിക്കുവാണ്. ദൈവം ഇടുന്ന തുടക്കം, ദൈവം ഇടുന്ന തുടക്കം. പറഞ്ഞേ ഹല്ലേലൂയ. ഈ പ്രാർത്ഥിക്കാൻ അറിയുന്ന ഒരു നാക്കുണ്ടെങ്കിൽ എവിടെയും തോക്കൂല. ഏത് മരുഭൂമി കൊണ്ടാലും ഇട്ടാലും അവൻ അവിടുന്ന് വളർന്നു പോകും. എന്തു വേണമെന്നറിയാമോ? അവന്റെ നാവിലും മനസ്സിലും പ്രാർത്ഥന, ദൈവം എന്നൊരു വിചാരം ഉള്ളവനാണെങ്കിൽ അവൻ കേറിപ്പോകും, രക്ഷപ്പെടും. ഹല്ലേലൂയ. 1 രാജാക്കന്മാരുടെ പുസ്തകം 41-ാമത്തെ വാക്യം. ഒരാളുടെ പ്രാർത്ഥനയിൽ ദൈവമിട്ട തുടക്കം കണ്ടു. 41-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 1 രാജാക്കന്മാരുടെ പുസ്തകം 18:41. അനന്തരം ഏലിയ ആഹാബിനോട് പറഞ്ഞു, പോയി ഭക്ഷണവും വെള്ളവും കഴിക്കുക. ഇത് പറയുമ്പോൾ അന്തരീക്ഷം ഏതായിരുന്നു എന്ന് പറയാം. വർഷങ്ങളോളം മഴ പെയ്യാതിരുന്ന ഒരു അന്തരീക്ഷമാണ്. വർഷങ്ങളായിട്ട് മഴ പെയ്തിട്ടില്ല. ഭൂമിയും പരിസരങ്ങളും എല്ലാം ഉണങ്ങി വരണ്ട് പക്ഷിമൃഗാദികൾ അടക്കം വെള്ളമില്ലാതെ ചത്തു തുടങ്ങിയ ഒരു കാലമാണിത്. അടുത്ത വാക്യം. അപ്പോഴാണ് ഏലിയ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് വാക്യം. 42-ാമത്തെ വാക്യം. ആഹാബ് ഇയാളുടെ വാക്കുകേട്ട് ഭക്ഷണപാനീയങ്ങൾ കഴിക്കാൻ പോയി. ഏലിയ കാർമൽ മലയുടെ മുകളിൽ കയറി മുട്ട് മടക്കി നിലം വരെ കുനിഞ്ഞ് മുഖം മുട്ടുകൾക്കിടയിലാക്കി ഇരുന്നു. അയ്യോ, ഒരു മനുഷ്യന്റെ കഷ്ടപ്പാടോർത്തു. എവിടെ ഇരുന്നു? ദൈവസന്നിധിയിൽ ഇരുന്നു. എങ്ങനെ ഇരുന്നു? സെറ്റിയലല്ല, റെഡ് കാർപ്പറ്റിലല്ല, AC റൂമിലല്ല, കാർമൽ മലയുടെ മുകളിൽ കയറി വെറും മണ്ണിന്റെ പുറത്ത് ഇരുന്നേച്ച് മുട്ടുകുത്തി ഈ മനുഷ്യൻ. എന്നിട്ടോ തല എവിടെയായിരുന്നു? തല ഇയാളുടെ നടു വളച്ച് 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 ഈ 2 മുട്ടുകളുടെ ഇടയിൽ ഈ പ്രവാചകൻ തല വച്ചിരിക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക. മലയിൽ കയറി, മുറിയിൽ ഇരുന്നോണ്ടല്ല. നോക്കൂ, ഒരു ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകാൻ എന്തേരെ വലിയ ത്യാഗമായി എടുത്തത്. വിതച്ചത് കൊയ്യും. എന്താ വാക്ക്? വിതച്ചത് കൊയ്യും. പ്രാർത്ഥന വിതച്ചാൽ അനുഗ്രഹം കൊയ്യും. ആരാധന വിതച്ചാൽ വിടുതൽ കൊയ്യും. വിതച്ചത് കൊയ്യും. ഇതാ ഏലിയ വിതയ്ക്കുന്നു, മുട്ടുമടക്കുന്നു. ഇനി നമുക്ക് പറ്റുമോ ഇതുപോലെ തല 2 മുട്ടുകളുടെ ഇടയിലാക്കിയിരിക്കാൻ? നമുക്കെല്ലാം വയറ് കൂടുതലാണ്, 4-1 നടക്കില്ല. പിന്നെ പലർക്കും നടുവേദനയാണ്, നടക്കില്ല. പലരുടെയും ഡിസ്ക് കംപ്ലൈന്റ് ആണ്. ഏലിയക്ക് എന്തായാലും കൊടവയറില്ലായിരുന്നു എന്ന് ഉറപ്പാണ്. ഡിസ്കിന് കംപ്ലൈന്റും ഇല്ലായിരുന്നു. ഈ മനുഷ്യൻ മുട്ടുകുത്തിയിട്ട് തല എവിടെ ഇരുന്നേ? അയാളുടെ 2 മുട്ടുകളുടെ ഇടയിലാക്കി ഒരു പോലെ ഇരിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ചു കഴിഞ്ഞ് 43-ാമത്തെ വാക്യം. അവൻ കുറച്ചു നേരം കഴിഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഈ തല ഇങ്ങനെ ഉയർത്തിയിട്ട് കൂടെയുള്ള ഒരു ഭൃത്യനുണ്ട്, ഭൃത്യൻ അവനോട് പറഞ്ഞു. നോക്കൂ, അവൻ ഭൃത്യനോട് പറഞ്ഞു, നീ പോയി കടലിൽ പോയി നോക്ക്. ചെന്ന് നോക്കി ഈ മനുഷ്യൻ. എന്നിട്ട് പറഞ്ഞു, എന്നാ പറഞ്ഞു വിട്ടെന്നറിയും? ഇത്രയും ഞാനിങ്ങനെ പ്രാർത്ഥിക്കുവാണ്, നീ പോയി നോക്ക്.
വല്ല മഴയുടെ വല്ല സൂചനയുണ്ടോ എന്ന് പോയി നോക്ക് എന്ന് പറഞ്ഞു. പോയി നോക്കിയിട്ട് ഭൃത്യൻ പറഞ്ഞു, നിങ്ങൾ ഈ റൗണ്ട് പോലെ വട്ടുപോലെ ഇരുന്ന് നിങ്ങളുടെ തല മുട്ടുകൾക്കിടയിലാക്കി മുട്ടുകുത്തി നിന്നതിന് ഒരു പ്രയോജനവും ഇല്ല, ഒരു മാറ്റവും ഇല്ല എന്ന് പറഞ്ഞു. ഒരു സാഹചര്യത്തിൽ ഒരു മാറ്റവും കാണുന്നില്ല എന്ന് പറഞ്ഞു. നമ്മളാണ് ആ നേരെ പ്രാർത്ഥന നിർത്തി എഴുന്നേറ്റ് പെറുപിറുത്തോണ്ട് എന്തേലുമൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ട് വീട്ടിൽ പോവും. ഏലിയ പോയില്ല. അങ്ങനെ തന്നെ എത്ര പ്രാവശ്യം പ്രാർത്ഥിച്ചു? എത്ര പ്രാവശ്യം? 7 പ്രാവശ്യം പ്രാർത്ഥിച്ചു. എങ്ങനെ പ്രാർത്ഥിച്ചു? സെറ്റിയയിലിരുന്ന് AC റൂമിലിരുന്നല്ല, മലയുടെ മുകളിൽ കയറി പച്ചമണ്ണിന്റെ മുകളിൽ മുട്ടുകുത്തി തല കാൽമുട്ടുകൾക്കിടയിലാക്കി ഇടയ്ക്കിടയ്ക്ക് അയാൾ എഴുന്നേക്കും. എന്നിട്ട് ഭൃത്യനോട് പറയും, ഒന്ന് പോയി നോക്ക്, പ്രാർത്ഥിച്ചതിന് വല്ല ഉത്തരവുണ്ടോന്ന്. 7 പ്രാവശ്യവും ഭൃത്യൻ വന്ന് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. നമ്മളോട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഈ ദൈവത്തെ വിളിച്ച് ഈ പാട്ടും പാടി ഈ ആരാധന നടത്തി ഇങ്ങനെ ഈ ശുശ്രൂഷയാന്ന് പറഞ്ഞ് നടത്തിയിട്ട് വലിയ കാര്യമൊന്നുമില്ല, ഒരു പ്രയോജനവുമില്ല. മനസ്സു മടുക്കരുത്. ചിലപ്പോൾ അടുത്ത പ്രാവശ്യം പ്രാർത്ഥിക്കുമ്പോഴായിരിക്കും ദൈവം അനുഗ്രഹത്തിന്റെ ചില വഴികളെ തുറക്കുന്നതും ചില തുടക്കങ്ങൾ ഇടുന്നതും. അടുത്ത വാക്യം 7 പ്രാവശ്യവും പറഞ്ഞു, ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു. 44-ാമത്തെ വാക്യം, 7 പ്രാവശ്യം അവൻ പറഞ്ഞു, 7-ാമത്തെ പ്രാവശ്യം അവൻ പറഞ്ഞു, ഇതാ, ശ്രദ്ധിച്ചു കേട്ടോ, ഇതാ കടലിൽ നിന്ന് ആ മനുഷ്യന്റെ കരത്തോളമുള്ള ചെറിയൊരു മേഘം പൊന്തി വരുന്നു. എത്ര പ്രാവശ്യം പ്രാർത്ഥിച്ചപ്പം? 7 പ്രാവശ്യം. 6 പ്രാവശ്യവും ഭൃത്യം പോയിട്ട് വന്ന് പറഞ്ഞതാണ്, അന്തരീക്ഷത്തിനും ആകാശത്തിനും പ്രകൃതിക്ക് ഒരു മാറ്റമില്ല, മഴ ഒരു 10 വർഷത്തേക്ക് പെയ്യാൻ സാധ്യതയില്ല. പക്ഷെ മനസ്സും അടുത്തില്ല. 7-ാമത്തെ പ്രാവശ്യം പ്രാർത്ഥിച്ചപ്പം പോയി നോക്കിയവൻ പറയുവാണ്, ഗുരോ, ഞാൻ 7-ാമത്തെ പ്രാവശ്യം ചെല്ലുമ്പോൾ ആകാശത്ത് എന്തേരെയുള്ളതാ? മനുഷ്യന്റെ കരത്തിന്റെ അത്രയുമുള്ള ഒരു ചെറിയ മേഘം പൊന്തി വരുന്നു, ഉയർന്നു വരുന്നത് ഞാൻ കണ്ടു. ആകാശത്ത് മനുഷ്യന്റെ, എന്റെ ഈ കൈയുടെ അത്രയുള്ളൊരു മഴക്കാർ പൊങ്ങി എന്ന് വിചാരിച്ച് അത് വല്ല അത്ഭുതമാണോ? വല്ല കാണാനുണ്ടോ? നിങ്ങൾ പറയുമോ അത്രയും ചെറിയൊരു മഴക്കാറ് അവിടെ ആകാശത്ത് കാണും, ഇന്ന് വലിയ മഴ വരുമെന്ന് പറയുമോ? പറയില്ല. അത് ചെറിയൊരു മഴക്കാറ് അങ്ങനെ അന്തരീക്ഷത്തിലുണ്ട്. നിറയെ മഴക്കാർ വരുമ്പോഴാണ് മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നത്. ഇതെന്തേരെ മഴക്കാറാ? ഒന്നും കൂടെ ഞാൻ വായിക്കാം. 7-ാം പ്രാവശ്യം പ്രാർത്ഥിച്ചിന് കഴിഞ്ഞ് ഏലിയ ഭൃത്യനോട് പറഞ്ഞു, ഒന്ന് പോയി നോക്ക്. അവൻ പോയി നോക്കിയിട്ട് പറഞ്ഞു, മനുഷ്യകരത്തോളമുള്ള ഒരു ചെറിയൊരു മേഘം പൊന്തി വരുന്നു. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന ഉയരുമ്പോൾ മടുപ്പ് തോന്നരുത്. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളെ അനുഗ്രഹിക്കാനുള്ള ഒരു നന്മ നിങ്ങളുടെ ഭവനത്തിന് വേണ്ടി ഉയർന്നു വരും. എഴുതിയിരിക്കുന്ന സെന്റൻസ് അങ്ങനെയാണ്. ഒരു മേഘം പൊന്തി വരുന്നത്, ഉയർന്നു വരുന്നത് ഞാനിപ്പോൾ കാണുന്നു. പ്രഭോ, നിന്റെ പ്രാർത്ഥന ഗുണം കണ്ടു. പ്രാർത്ഥനയിൽ ദൈവം ചെറിയ തുടക്കങ്ങളിടും. ചെറിയ തുടക്കം. അത് ഇനി അടുത്ത വാക്യം വായിക്കും മനസ്സിലാവും. പൊന്തി വരുന്നു. ഉടനെ ഏലിയ അവനോട് പറഞ്ഞു, പിന്നെ ഒരു കൈമേഘത്തിന്റെ അത്രയും മഴക്കാർ ആകാശത്തിൽ കണ്ടെന്നോർത്ത് ഇപ്പം വലിയ മഴ പെയ്യാൻ പോവല്ലേ. പക്ഷെ ഏലിയ പറഞ്ഞു, അത് മതി, ആ തുടക്കം, അത്രയും മഴക്കാർ മതി, വലിയൊരു മഴ പെയ്യാൻ സാധ്യതയുണ്ട്. ദൈവം ഇടുന്ന ചെറിയ തുടക്കങ്ങൾ പോലും വലിയ അനുഗ്രഹത്തിന് കാരണമാകും. എന്താ പറഞ്ഞു നോക്കൂ. മഴ തടസ്സമാകാതിരിക്കാൻ രഥം പൂട്ടി പുറപ്പെടുക എന്ന് ആഹാബിനോട് പറയുക. നൊടിയിടയിൽ ആകാശം മേഘാവൃതമായി കറുത്തിരുണ്ടു, കാറ്റ് വീശി, വലിയ മഴ പെയ്തു. എന്തേരം മഴക്കാറുണ്ടായിരുന്നു? എന്റെ കൈയുടെ അത്രയും, ഒരു മനുഷ്യന്റെ കരത്തിന്റെ അത്രയും മഴക്കാറേ ആകാശത്തുള്ളൂ. പിന്നെങ്ങനെയാ വലിയ മഴ പെയ്തേ? ഒരു ചെറിയ മഴക്കാർ അവിടെ കണ്ട വലിയ മഴ പെയ്യുമോ? എന്നാൽ ദൈവമിട്ട ചെറിയ തുടക്കം, അത് പെയ്തതോ വലിയൊരു അനുഗ്രഹമായി അതങ്ങ് പെയ്തു. ഇതുപോലെയാ കുമ്പിട് ദേശത്ത് ഈ അനുഗ്രഹിക്കപ്പെട്ട ദേവാലയത്തിന്റെ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ വചനം കേൾക്കുന്ന നിങ്ങളോട് പറയാം, പല പ്രാവശ്യം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചിലതിനെ ആകാശത്ത് ഉയർത്തും, ജീവിതത്തിൽ ഉയർത്തും. ആ ഉയർത്തുന്ന ആ തുടക്കം ഇന്നല്ലെങ്കിൽ നാളെ ഒരു വലിയ മഴയായി അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങ് പെയ്യും.
ചെറിയ തുടക്കം, ദൈവമിടുന്ന ചെറിയ തുടക്കം വലിയ അനുഗ്രഹത്തിന് കാരണമാകും. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. ഇത്രയും മാത്രം ഒന്ന് അറിഞ്ഞിരിക്കുക. അതായത് ദൈവം ഏത് കയ്പുള്ള അനുഭവത്തെയും മധുരമുള്ളതാക്കി മാറ്റും. വിശ്വസിക്കുന്നവരെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. എത്ര ശതമാനം നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ദൈവത്തിന്റെ പ്രത്യേകത ഏത് കയ്ക്കുന്ന, ഇപ്പോൾ നിങ്ങളെ കയ്പ് കാരണം തുപ്പിക്കളഞ്ഞുകൊണ്ടിരിക്കുക, അതിനെ മധുരമുള്ള ഒരു അനുഭവമാക്കി മാറ്റാൻ ദൈവത്തിന് സാധിക്കും. ഒരു കരം ഉയർത്തി ഉറക്കെ ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതും കൂടെ ഒന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രധാനപ്പെട്ട ഒരു വിഷയം നിങ്ങളോട് പറയും. ന്യായാധിപന്മാരുടെ പുസ്തകം 14-ാം അധ്യായം സാംസന്റെ കല്യാണം എന്ന് പറഞ്ഞു കിടക്കുന്ന ഒരു ഭാഗമുണ്ട്. അതിന്റെ 5 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധയോടെ കേട്ടാൽ ഒരു വലിയൊരു അനുഗ്രഹം ഉണ്ട് അതിനകത്ത്. ഏത് കയ്പുള്ള അനുഭവവും നന്മയായി മാറും എന്നതിൻ്റെ ഒരു തെളിവുണ്ട്. ഞാൻ വേഗത്തിൽ വായിക്കാം. 14-ാം അധ്യായം 5-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിക്കാമോ? സാംസൺ മാതാപിതാക്കന്മാരോടുകൂടെ തിമ്നായിലേക്ക് പോയി. അവിടെ ഒരു മുന്തിരിത്തോപ്പിലെത്തിയപ്പോൾ, ഇത്രയാണ് സാംസൺ തിമ്ന എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഇങ്ങനെ പോകുമ്പോൾ, വഴിയേക്കൂടെ പോകുമ്പം ഒരു സിംഹത്തിന്റെ കൊച്ച്, സിംഹക്കുട്ടി ഇയാളെ പിടിക്കാൻ വേണ്ടി ചാടി വീണു. ഉടനെ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയിൽ ഈവൻ ആ സിംഹത്തെ കീറി തൂറക്കളഞ്ഞു, കൊന്നുകളഞ്ഞു. അത്രയൊന്ന് വായിക്കാം. സിംഹക്കുട്ടി അവന്റെ നേരെ അലറി വന്നു. കർത്താവിന്റെ ആത്മാവ് അവനിൽ ശക്തമായി ആവസിച്ചു. ആയുധം കൂടാതെ ആട്ടിൻകുട്ടിയെ എന്ന പോലെ അവൻ സിംഹത്തെ ചീന്തിക്കളഞ്ഞു. എന്നാൽ മാതാപിതാക്കന്മാരോട് അവൻ ആ കാര്യം പറഞ്ഞില്ല. ഇവൻ അങ്ങ് കൊന്നു കളഞ്ഞിട്ട് പോയി. സാംസൺ അങ്ങ് പോയി. സാംസൺ പോയി കുറച്ചു നാൾ കഴിഞ്ഞ് തിരിച്ചു വരുമ്പം ഈ കൊന്നുകളഞ്ഞ സിംഹത്തിന്റെ ഇറച്ചിയെല്ലാം ചീഞ്ഞ് അസ്ഥികൂടമായിട്ട് അവിടെ കിടപ്പുണ്ട് വഴിയറമ്പിൽ. അപ്പൊ നോക്കുമ്പോ ഒരു പ്രത്യേകത, ആ വാരിയലിന്റെ അകത്ത് തേനീച്ച കൂടുണ്ടാക്കി വെച്ചിരിക്കുന്നു. അതാണ് താഴെ. നിങ്ങൾ ഇന്ന് വരെ കണ്ടിട്ടില്ലല്ലോ പശുവിന്റെയോ പോത്തിന്റെയോ അസ്ഥികൂടം കിടക്കുന്നതിന്റെ എല്ലേല് ഒരു തേനീച്ചയും സാധാരണഗതിയിൽ കൂടുണ്ടാക്കാറില്ല. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകത എഴുതിയിട്ടുണ്ട്. 8-ാമത്തെ വാക്യം, അവൻ അവനെ കുറച്ചു നാൾ കഴിഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ടു പോകാൻ അവൻ വന്നു. വഴിമധ്യേ ആ സിംഹത്തിന്റെ ഉടൽ കാണാൻ അവൻ തിരിഞ്ഞു. 9-ാമത്തെ വാക്യം വായിക്കാമോന്ന്? അതാ സിംഹത്തിന്റെ ശരീരത്തിൽ ഒരു തേൻകൂട്. അവൻ അതിനെ തേൻകൂട് എങ്ങനെയാ പെട്ടെന്ന് അടർത്തിയെടുക്കാൻ പറ്റും? ഈച്ച കുത്തിയല്ലേ? ഇത്രയും പബ്ലിക്കായിട്ട് പോയി നമ്മൾ ചുമ്മാ തേനിന്റെ അട ഇങ്ങനെ അടർത്തിയെടുക്കാൻ പറ്റുമോ? സാംസൺ ഇതെന്താ സൂചിപ്പിക്കും? ഒരു പാഠമുണ്ട്. കുറച്ചു നാളുകൾക്ക് മുമ്പ് സാംസൺ അതിലെ പോയപ്പം സിംഹം വന്നത് അവനെ കൊല്ലാനാണ്, അവനെ ചീന്തി കീറിക്കളയാനാണ് വന്നത്. പക്ഷെ അവൻ അതിനെ കീറിക്കളഞ്ഞു. അവനെ വെല്ലുവിളിച്ചു വന്നതിനകത്ത് ഇപ്പോൾ ഒരു തേൻകൂടിയിരിക്കുന്നു. ഇപ്പൊ അത് മധുരിക്കുന്ന അനുഭവമായി മാറി. ഇതൊരു പാഠമാ എനിക്ക് നിങ്ങൾക്കും. ഇന്ന് നമ്മളെ വെല്ലുവിളിക്കുന്ന, ഇന്ന് നമ്മളെ പ്രതിസന്ധിയിൽ ആഴ്ത്തുന്ന, ഇന്ന് നമ്മളെ തകർത്ത് കളയുമെന്ന് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ നാളെ അതേ വിഷയത്തിൽ നിന്ന് നിങ്ങൾ അനുഭവിക്കുന്നത് മധുരിക്കുന്ന ഒരു അനുഭവവും ഒരു ഓർമ്മയുമായിരിക്കും. ഏത് കൈക്കുന്ന അനുഭവത്തെയും ദൈവം മധുരിക്കുന്ന ഓർമ്മകളും അനുഭവങ്ങളുമാക്കി മാറ്റിയിരിക്കും. അതിനുള്ള തുടക്കം ദൈവം ഇവിടെ ഇടും. ഒരു കരം ഉയർത്തി ഉറക്കെ ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ വിഷയമൊക്കെ പറഞ്ഞിട്ട് ഇന്ന് പറയാൻ ഞാൻ വളരെ ശ്രദ്ധയോടും ഒരുങ്ങി വന്നിട്ടുള്ള ഒരു കുറച്ച് കാര്യമുണ്ട്. ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാൻ ഒരു പ്രസംഗമല്ല, ഉപദേശമാണ്, ഒരാശയമാണ്. ഇന്നലെ ജോസഫിന്റെ കാര്യം നിങ്ങളോട് പറഞ്ഞു. അവിടെ നിങ്ങൾ ഒരു കരത്തെക്കുറിച്ച് കണ്ടു. ഒരു കരം ഇല്ലേ? ദൈവത്തിന് പരിപാലിക്കുന്ന ഒരു കരമുണ്ട്. എന്ത് കരമാണ്? പരിപാലിക്കുന്ന. ഇത് നിങ്ങളെ ഒന്ന് മനസ്സിലാക്കി തരാൻ ആഗ്രഹിക്കുക. എന്തിനാണെന്നറിയാമോ? ഈ ധ്യാനം 9 മണിക്ക് തീർന്നാലും നാളെ ഇനി 10 വർഷത്തേക്ക് ഇവിടെ ധ്യാനം നടന്നില്ലേലും നിങ്ങൾക്ക് ദൈവത്തിൽ ബലപ്പെടാൻ ഒരു കാര്യമാണ് പറയുന്നത്. ഒരനുഗ്രഹിക്കപ്പെടുന്ന ദൈവത്തിന് പരിപാലിക്കുന്ന ഒരു കരമുണ്ട്. നിങ്ങൾ വീണും തകർന്നും നശിച്ചും പോകാൻ സമ്മതിക്കാത്ത ഒരു ദൈവകരം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് കാണൂല, പക്ഷെ അതുണ്ട്. എത്രയോ
അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടത് ഈ കരം നിങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ പണ്ടേ പൊടിയായി, മണ്ണിനടിയിലായി, കല്ലറയിലായി പോയേനെ, മരിച്ചുപോയേനെ, മണ്ണായി പോയേനെ, പൊടിയായി പോയേനെയും അസ്ഥിയായി മാറിയേനെയും. ആയുസ്സും ആരോഗ്യത്തോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ കരുതിയത് കൊണ്ടാ, പരിപാലിക്കുന്ന ഒരു നല്ല വിഷയമുണ്ട്. അത് വേഗത്തിൽ പറഞ്ഞിട്ട് നിങ്ങളുടെ ആ ഒരു ശ്രദ്ധയെ ഇതിലേക്കൊന്ന് ശ്രദ്ധിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 7-ാമത്തെ അധ്യായം നോഹയെ കുറിച്ചാണ്. ബൈബിൾ എടുക്കണമെന്നില്ല, എടുത്താൽ വായിച്ച് പറഞ്ഞ് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ചിലപ്പോൾ സമയം കിട്ടത്തില്ല. പക്ഷെ ശ്രദ്ധിച്ചു, നോഹ എന്നൊരു വ്യക്തി, നോഹയെ അറിയില്ലേ? നോഹയെ ജലപ്രളയം ഉണ്ടായപ്പം ദൈവം നോഹയോട് പറഞ്ഞു, എന്തുണ്ടാക്കാൻ പറഞ്ഞു? ഒരു പെട്ടകം ഉണ്ടാക്കാൻ പറഞ്ഞു. പക്ഷെ ഇതിനകത്ത് ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, അതാ പറയാൻ പോകുന്നത് കേട്ടോ. ഞാൻ ഈ തെറ്റാ കണ്ടുപിടിച്ച് പറയാൻ പോകുന്നത്. നമ്മളൊരു വണ്ടി ഉണ്ടാക്കാൻ പറഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെ വെക്കും? ഫ്രണ്ടിൽ ഒരു ഗ്ലാസ് വെക്കും, സൈഡ് മിറർ വെക്കും, ക്ലച്ചും ബ്രേക്കും ആക്സലേറ്ററും വെക്കും, ഇതൊക്കെ വെക്കും ഒരു വണ്ടി ഉണ്ടാക്കുവാണെങ്കിൽ. നോഹിനോട് ഒരു പെട്ടകം ഉണ്ടാക്കാൻ പറഞ്ഞപ്പം ദൈവം ഉണ്ടാക്കാൻ വിട്ടുപോയ കുറച്ച് കാര്യമുണ്ട്. നോഹ് ഒരു പെട്ടകം ഉണ്ടാക്കി, ഒരു കപ്പൽ പോലെ ഒരു പെട്ടകം ഉണ്ടാക്കി. ആളുകൾ താമസിക്കാൻ കൊള്ളുന്ന ഒരു വലിയ വണ്ടി. പക്ഷെ ഇതിന് ക്ലച്ചും ബ്രേക്കും ആക്സിലേറ്ററും വെച്ചിട്ടില്ല, ഗിയറില്ല, സൈഡ് മിറർ ഇല്ല, ഫ്രണ്ട് ഗ്ലാസും ഇല്ല. അടച്ചു പൂട്ടി ഒരു വലിയൊരു കൂടാരം ഉണ്ടാക്കി. കുറച്ചു കഴിഞ്ഞ് മഴയങ്ങ് പെയ്തു. മഴ പെയ്ത് മലകളടക്കം മുങ്ങിത്താണ്, വെള്ളം പൊങ്ങി ഉയർന്നു. അപ്പോൾ നോഹിന്റെ പെട്ടകം ഇപ്പൊ എവിടെയാ നിൽക്കുന്നത്? വെള്ളത്തിന്റെ മുകളിൽ. ഇതിനകത്ത് ഒരുപാട് ജീവനുകളുണ്ട്. ഇപ്പൊ നോഹ അകത്തായിരിക്കുന്നത്. എന്റെ ചോദ്യം ഇതാണ്, നോഹ എങ്ങനെയായി വെള്ളത്തിന്റെ മുകളിൽ കിടക്കുന്ന ഈ കപ്പല് പോലെ നിൽക്കുന്ന ഈ പെട്ടകം, ഇതിനെ നിയന്ത്രിച്ചതാരായിരിക്കും? നോഹയുടെ കയ്യിൽ സ്റ്റിയറിംഗ് ഇല്ല, ക്ലച്ചും ബ്രേക്കും ആക്സിലേറ്ററും ഇല്ല. ഇതെങ്ങോട്ടാ പോകുന്നതെന്ന് കാണാൻ ഫ്രണ്ടിൽ ഒരു ഗ്ലാസ് ഇല്ല, ബാക്ക് വശം കാണാൻ സൈഡ് മിറർ ഇല്ല, ക്ലച്ചും ബ്രേക്കും ആക്സിലേറ്ററും ഗിയറും ഇതിനകത്തില്ല, ഒരു മോട്ടറും ഇല്ല, വെറുതെ ഒരു പെട്ടകം. വെള്ളം പൊങ്ങി ഉയർന്ന് നോഹിന്റെ പെട്ടകം മാസങ്ങളോളം ദിവസങ്ങളോളം വെള്ളത്തിന്റെ മുകളിൽ കിടന്നപ്പം എന്റെ ചോദ്യം, ഈ അലഞ്ഞ് തിരിഞ്ഞു പോകേണ്ട ഈ പെട്ടകത്തെ നിയന്ത്രിച്ചതാരാ? ക്ലച്ചില്ല, ബ്രേക്കില്ല, നോഹ് വേണേ പറയാൻ പാടില്ലായിരുന്നോ, ദൈവമേ ഇതിന് ക്ലച്ചും ബ്രേക്കും ആക്സിലേറ്ററും ഇല്ല, ഇതിനൊരു ഗ്ലാസ്സിൽ, ഇത് എങ്ങോട്ടാ പോകുന്നത് അറിയില്ല. ചിലപ്പോ നിങ്ങൾ പറയും, എന്റെ ജീവിതം എങ്ങോട്ടാ പോകുന്നതെന്ന് എനിക്ക് അറിയില്ല, എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. നിങ്ങളെ നിയന്ത്രിക്കുന്ന, നിങ്ങളെ തട്ടിപ്പൊട്ടി തകർന്നു പോകാതിരിക്കാൻ നിങ്ങളെ കെയർ ചെയ്യുന്ന ഒരു കാണാത്തൊരു കരം ജീവിതത്തിന്റെ പിറകിലും രാത്രിയും പകലും നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. അല്ലേ, നിങ്ങൾ ഇത് വായിക്കണം, വീട്ടിൽ പോയിട്ടൊന്ന് വായിക്കണം. നോഹ് ഒരു പെട്ടകം ഉണ്ടാക്കിയിട്ട് വെള്ളത്തിന്റെ മുകളിൽ കിട നോഹ് വേണേ ചങ്കത്തടിച്ച് കരയായിരുന്നു, ദൈവമേ ഇത് വല്ല അറ്റ്ലാന്റിക് സമുദ്രത്തിലെങ്ങാനും പോയി ഞങ്ങളെല്ലാം ചത്തുകെട്ട് പോകും ഇതിനെ നിയന്ത്രിക്കാൻ. പക്ഷെ ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നോഹിന്റെ പെട്ടകത്തെ പരിപാലിച്ച, ഒരു കേടുവരാതെ, ഇടിച്ച് പൊടിഞ്ഞു പോകാതെ, ശ്വാസം മുട്ടിപ്പോകാതെ, ഇത് എവിടെയെങ്കിലും ചെന്ന് അവസാനിച്ചോ? ബൈബിൾ എഴുതിയിരിക്കുന്നത്, നോഹിന്റെ പെട്ടകത്തെ ദൈവം ഗരാർ പർവ്വതത്തിൽ ഉറപ്പിച്ചു എന്നാണ്. ഉറപ്പിച്ചു. നിങ്ങളെ ദൈവം ഉറപ്പിക്കും. ഇപ്പോൾ നിങ്ങൾ ആകെ കറങ്ങി നടക്കുന്ന, ഒരു എന്തു ചെയ്യണമെന്ന് അറിയാതെ തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടുന്ന, എന്റെ ദൈവം എന്റെ ജീവിതം എങ്ങോട്ടാ പോകുന്നതെന്ന് എനിക്കറിയില്ല, ഇങ്ങനെയൊക്കെ പറയുന്ന നിങ്ങൾ ദൈവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ ദൈവം നിയന്ത്രിച്ച് നിർത്തേണ്ടിടത്തും ഉറപ്പിക്കേണ്ടിടത്തും നിങ്ങളുടെ ജീവിതത്തെ, കുടുംബ ജീവിതത്തെ, ഭാവിയെ, ആരോഗ്യത്തെ ദൈവം ഉറപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. അയ്യോ എന്റെ കൊച്ചിന്റെ ഭാവി എവിടെ ചെന്ന് അവസാനിക്കും, ഞങ്ങളുടെ കാലശേഷം ഞങ്ങളുടെ കുഞ്ഞിന്റെ ജീവിതം എന്താകും, അയ്യോ ഞാൻ എന്തു ചെയ്യും എന്നോർത്ത് ഉറക്കമില്ലാതിരിക്കണ്ട. നിങ്ങളെ കാണുന്ന ദൈവം ഒരു പ്രത്യേക ദൈവകരം കൊണ്ട് നിങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ എവിടെയും പൊട്ടിയും തട്ടിയും തകർന്നും തരിപ്പണമായി ചാരമാകത്തില്ല. നിങ്ങളെ പരിപാലിക്കുന്ന ഒരു ദൈവകരം നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞ് ഹല്ലേലൂയ. എവിടെയാ ഈ പർവ്വതത്തിൽ ഈ പ്രളയത്തിൽ പെട്ടുപോയി ഈ കപ്പലിനെ ഉറപ്പിച്ചു എന്ന് വായിക്കാമോ? 8-ാം അധ്യായം 4-ാമത്തെ വാക്യം. 7-ാം മാസം. അപ്പൊ അത്രയും നാള് മഴയായിരുന്നു.
7 മാസം മഴ പെയ്താലുള്ള അവസ്ഥ ചിന്തിക്കാൻ പറ്റുമോ? 10 ദിവസം മഴ പെയ്താൽ ചിന്തിക്കാൻ പറ്റുമോ? അപ്പോൾ 7 മാസം കണ്ടിന്യൂസ് മഴ, അല്ലെങ്കിൽ അത് എത്രയോ നാളുകൾ മഴ. എന്ത് സംഭവിച്ചു? 17-ാം ദിവസം പെട്ടകം അറാറത്ത് പർവ്വതത്തിൽ ഉറച്ചു. ഉറപ്പിച്ചതാരാ? ഇനി ക്ലച്ചും ബ്രേക്കും ആക്സിഡന്റ് ഒന്നും ഇല്ലാത്ത ഇതെങ്ങനെയാ ഇത് ഉറച്ചത്? ഇത് എവിടെയെങ്കിലും പോയി വെള്ളത്തിൽ കിടക്കണ്ടായിരുന്നോ? എവിടെയും കൈവിട്ട് പോയിട്ടില്ല, എവിടെയേലും ചെന്ന് അവസാനിച്ചില്ല, എങ്ങനെയോ ചെന്ന് തീർന്നു പോയില്ല. ഉറക്കേണ്ടിടത്ത് ഉറപ്പിച്ചു നിർത്തി. എനിക്ക് ഉറപ്പായിട്ട് നിങ്ങളോട് പറയാം, നിങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പിക്കുന്നത് ദൈവമാണ്. മനസ്സിലേറ്റെടുക്കണം. ഉറപ്പിക്കും, കുടുംബ ജീവിതത്തിൽ ഉറപ്പിക്കും. അയ്യോ ഇന്ന് മൊത്തം പ്രശ്നമാണല്ലോ, സാരമില്ല, അതിനെയൊക്കെ മാറ്റി ദൈവം ഉറപ്പിക്കും. അയ്യോ എന്റെ ബിസിനസ്സും സാമ്പത്തികവും തകർന്നു പോയല്ലോ, സാരമില്ല, മറ്റൊന്നിൽ ദൈവം തുടക്കമിട്ട് ചിലതിലെ അടിസ്ഥാനമിട്ട് ദൈവം ഉറപ്പിക്കും. കുമ്പഴ ദേശത്തുള്ള എല്ലാ പ്രിയപ്പെട്ടവരോടും ദൈവവചനം തുറന്നു വച്ചിരിക്കുന്ന ഉൽപ്പത്തി പുസ്തകം തുറന്നു വച്ചിരിക്കുന്ന 8-ാം അധ്യായത്തിന്റെ ഈ പുസ്തകത്തിന്റെ മുമ്പിൽ നോക്കി നിങ്ങളോട് പറയാം, ഇപ്പോഴത്തെ ആകെ അലഞ്ഞു തിരിയുന്ന, എവിടെ നിൽക്കണം, എവിടെ ജീവിക്കണം, എങ്ങനെ മുന്നോട്ട് നീങ്ങണം എന്ന് ചിന്തിക്കുന്ന നിങ്ങളുടെ ജീവിതത്തെ ദൈവം ഉറപ്പിക്കേണ്ടിടത്ത് ഉറപ്പിക്കും, കൃത്യമായി ഉറപ്പിക്കും, അനുഗ്രഹമായി അത് ഉറപ്പിക്കും. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അതുപോലെ തന്നെ ദൈവത്തിന്റെ പരിപാലിക്കുന്ന കരം മനസ്സിലാകാൻ ഒരു വാക്യം കൂടെ വേഗത്തിൽ വായിക്കുകയാണ്, മനസ്സിലാക്കുകയാണ്. പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകത്തിൽ കാണുന്ന ഒരു വ്യക്തിയാണ് 3-ാം അധ്യായത്തിൽ, 1-ാം അധ്യായത്തിലും 2-ാം അധ്യായത്തിലും കാണുന്ന ഒരു വ്യക്തിയാണ് ആര്? മോശ. എന്നെ ഒന്ന് ശ്രദ്ധിക്കാമോ? ഇത് നല്ല രസകരമായ ഒരു ചിന്തയാണ്, നമുക്ക് മനസ്സിലാക്കാൻ ഒരുപാട് കാര്യമുണ്ട്. മോശ ജനിക്കുമ്പോൾ രാജാവിന്റെ ഒരു ഓർഡറാണ്, എല്ലാ ആൺകുട്ടികളെയും നൈൽ നദിയിൽ എറിഞ്ഞ് കൊന്നു കളഞ്ഞേക്കണം, പെൺകുട്ടികൾ മാത്രം ജീവിച്ചാൽ മതി. ആരാ ഓർഡർ ഇട്ടത്? സ്ഥലത്തെ പ്രൈം മിനിസ്റ്റർ. ഇന്നത്തെ പോലെ ഒരു മുഖ്യമന്ത്രിയുടെ ഓർഡർ പോലല്ല, ചോദിക്കാനും പറയാനും ഇല്ല. അങ്ങനെ ചെയ്തോളാൻ ഓർഡർ ഇട്ടാൽ അനുസരിച്ചോണം, അതാരായാലും അനുസരിച്ചോണം. പിന്നെ അതിന് മറുവാക്കില്ലാത്ത രാജഭരണ കാലഘട്ടം. അങ്ങനെയായിരിക്കുമ്പോഴാണ് ഹെറോദോസ് രാജാവ് ഒരു ഓർഡർ ഇടുന്നത്, ജനിക്കുന്ന എല്ലാ കുട്ടികളെ, ആൺകുട്ടികളെ പുഴയിൽ നൈൽ നദിയിൽ എറിഞ്ഞു കൊന്നു കളഞ്ഞേക്കണം. അപ്പൊ പുഴ മുഴുവൻ കുഞ്ഞുങ്ങളുടെ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു കാലം. ഏതൊരമ്മമാരാണ് സഹിക്കുക ഇത്? ഒരുപാട് അമ്മമാരുടെ ഹൃദയം നൊന്ത് വേദനിക്കുന്ന ഒരു കാലം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആര് ജനിക്കുന്നത്? മോശ ജനിക്കുന്നത്. ആൺകുട്ടിയായി മോശ ജനിക്കുന്നു. ഓർഡർ എന്താണ്? ഇപ്പൊ തന്നെ കൊന്നുകളയണം. പക്ഷെ മോശയുടെ അമ്മ ഒരു പരിശ്രമം നടത്തി, ആരും കാണാതെ വീടിനകത്തെ മുറിയിൽ ഈ കൊച്ചിനെ ഒളിപ്പിച്ചു. കരയുമ്പോ വാ പൊത്തും. ആരെയും കേട്ടാൽ ഓർഡർ രാജാവിനോട് പറയും, ഇവിടെ നിന്റെ കൽപ്പന അനുസരിക്കുന്നില്ല, ആൺകൊച്ചിനെ വളർത്തുന്നുണ്ടെന്ന് പറഞ്ഞാൽ അമ്മയുടെ അടക്കം തല പോവും. രാജാവിന്റെ കൽപ്പന ലംഘിച്ചാൽ പിന്നെ കഴുത്തെ തല കാണില്ല. അങ്ങനെ മോശയെ ഒളിപ്പിച്ചു വളർത്താൻ നോക്കി. അവസാനം അമ്മ പറഞ്ഞു പറ്റത്തില്ല. അവസാനം ഈ അമ്മ പറഞ്ഞു, പുഴയിലോട്ട് ചുമ്മാ എറിയാൻ എങ്ങനെയാ പറ്റുക? ഒരു ചെറിയൊരു പെട്ടകം ഉണ്ടാക്കി. ശരിയാണോ? ഒരു പെട്ടകം ഉണ്ടാക്കി ആ കൊച്ചിനെ ആ പെട്ടകത്തിനകത്തിട്ട് എവിടെ കൊണ്ടുവച്ചു? പെട്ടകത്തിൽ കിടത്തി നദീതീരത്തുള്ള വെള്ളത്തിൽ ഇങ്ങനെ ഒഴുക്കി വിട്ടു. എന്നെ ഒന്ന് ശ്രദ്ധിക്കണേ. അതായത് ഇതുപോലെ കൊണ്ട് മോശേനെ, ഒരു കൊച്ചിനെ ഒരു പെട്ടകത്തിനകത്താക്കി ഒഴുക്കി അങ്ങ് വിട്ടു. കൃത്യസമയത്താണ് രാജാവിന്റെ ഭാര്യ ഇതേ തോട്ടിൽ കുളിക്കാൻ വരുന്നു. ഈ രാജാക്കന്മാരുടെ ഭാര്യമാർ തോട്ടിൽ കുളിക്കാറില്ല. എന്തോ അന്ന് ഷവർ കേടായതാന്ന് തോന്നുന്നു. സാധാരണ അവർ കുളിക്കാൻ അവർക്ക് അതിനുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും കൊട്ടാരത്തിലുണ്ട്. അവർ ഒരിക്കലും നൈൽ നദിയിൽ അല്ലെങ്കിൽ നദീതീരത്ത് കുളിക്കാൻ വരേണ്ട കാര്യമില്ല. എന്തിനാണ് ആ ടൈമിൽ വന്നത്? ഇത് രണ്ടും ടൈം കണ്ടോ? ഇതൊന്നും യാദൃശ്ചികമായി കാണരുത് കേട്ടോ. അമ്മ പോലും വിചാരിച്ചു എന്റെ കൊച്ചി തോട്ടിലൊഴുകി എവിടെയേലും തലയടിച്ച് ചത്തുപോകുമല്ലോ എന്ന് ഓർത്തിട്ടുണ്ടാവും. പക്ഷെ അവിടെ ദൈവകരം ഉണ്ടാവുക. കൃത്യം രാജാവിന്റെ ഭാര്യ, കൊട്ടാരത്തിന് സ്ത്രീകൾ അതേ തോട്ടിൽ കുളിക്കാൻ വരുന്നു. സാധാരണഗതിയിൽ തോട്ടിൽ കുളിക്കാൻ പാടില്ല. എന്തായിരിക്കും കാരണം? എന്തായിരിക്കും കാരണം? സുനാമി വന്ന സമയത്ത് നമ്മൾ ആരെങ്കിലും മീൻ തിന്നുമായിരുന്നോ?
അപ്പം നമ്മൾ പറയും മീൻ വേണ്ട, ഒരുപാട് മനുഷ്യർ കടലിൽ മരിച്ചിട്ടുണ്ട്, അത് അവരുടെയൊക്കെ മാംസമായിരിക്കും ഈ മീൻ തിന്ന്, ആ മീനെ നമ്മൾ തിന്നും. മീൻ നമുക്ക് ഇഷ്ടമല്ലായിരുന്നു, മീൻ മേടിക്കില്ലായിരുന്നു നമ്മൾ പലരും, അല്ലെ പല സ്ഥലത്തും ആളുകൾ മീൻ മേടിക്കില്ലായിരുന്നു. ഇതാ കുഞ്ഞുങ്ങളെ മുഴുവൻ പുഴയിൽ കൊന്നുകളയണം, വെള്ളത്തിൽ മുഴുവൻ കുഞ്ഞുങ്ങളുടെ ശരീരവും രക്തവും ഒക്കെ ഒഴുകിപ്പോകുന്ന സമയത്ത് ആരെങ്കിലും വന്ന് പുഴയെ കുളിക്കുവോ? ആര് കുളിക്കും? ആ സമയത്ത് എന്തിനാ കുളിക്കാൻ വന്നത്? ഇതാണ് ദൈവത്തിന്റെ കണക്കുകൂട്ടൽ, ഇതാണ് ദൈവത്തിന്റെ പരിപാലനയുടെ കരം. അമ്മ പോലും വിചാരിച്ചു എന്റെ ഈ കുഞ്ഞി തോട്ടി തീർന്നു പോകുന്നു, തീർന്നു പോകുന്നില്ല. അതാണ് ശരിക്കും വായിക്കണം. ഞാൻ വായിക്കാം 4-ാമത്തെ വാക്യം, 3-ാമത്തെ വാക്യം. താറു പൂശി ഒരു പേടകത്തിൽ അവനെ കിടത്തി, നദീതീരത്തുള്ള ഞാങ്ങണച്ചെടികളിൽ പേടകം കൊണ്ടുവന്ന് വെള്ളത്തിൽ വച്ചു. അവൻ എന്തു സംഭവിക്കുമെന്ന് ഉറ്റുനോക്കിക്കൊണ്ട് അവന്റെ ഒരു സഹോദരി ഇങ്ങനെ കുറച്ച് മാറി, ഈ കൊച്ചിങ്ങനെ വെള്ളത്തിൽ കൂടെ ഈ പെട്ടകത്തിൽ ഈ ഒരു പെട്ടിക്കകത്ത് ഇങ്ങനെ പോകുന്നത് നമ്മൾ നോക്കി നിൽക്കുന്ന പോലെ നോക്കി നിൽക്കുമ്പോഴാണ് അപ്പുറത്തുനിന്ന് രാജാവിന്റെ ഭാര്യയും രാജ്ഞിമാരും തോഴിമാരും ഇതേ പുഴയിൽ ഇതേ വെള്ളത്തിൽ കുളിക്കാൻ വരുന്നു. ഇതെല്ലാം യാദൃശ്ചികമായി നടക്കുന്നതല്ല. അതാണ് ദൈവത്തിന്റെ കണക്ക്. നമ്മൾ വിചാരിക്കുന്ന പോലല്ല. നമ്മൾ വിചാരിക്കും തീർന്നു, ഇപ്പൊ എല്ലാം അവസാനിച്ചു, എന്റെ ഭാവി പോയി, എന്റെ കൊച്ചിന്റെ കുടുംബജീവിതം പോയി. നമ്മൾ ഇന്നേ കാണുന്നുള്ളൂ, ഇന്ന് 7:30 കണ്ടിട്ടുള്ളൂ, നാളത്തെ 7:30 നിങ്ങൾ കണ്ടിട്ടില്ല. പക്ഷെ നാളെ കാണുന്ന ഒരു ദൈവം എനിക്കുണ്ട്. 2025 നമ്മൾ കണ്ടിട്ടില്ല, പക്ഷെ എന്റെ 2025 കണ്ട ഒരു ദൈവമുണ്ട്, കാണുന്നൊരു ദൈവമുണ്ട്. എന്ത് സംഭവിച്ചു നോക്കൂ. ഇത് വായിക്കുമ്പോൾ അതിനകത്ത് മനസ്സിരിക്കട്ടെ. എന്തു സംഭവിക്കുമെന്ന് നോക്കിക്കൊണ്ട് ഒരു സഹോദരി നിന്നു. 5-ാമത്തെ വാക്യം. അപ്പോൾ ഫറവോയുടെ പുത്രി വന്ന് കുളിക്കാൻ നദിയിലേക്ക് ഇറങ്ങി. നോക്കൂ, രണ്ടും സംഭവം. കൊച്ചിനെ കൊണ്ടുപോയി വെള്ളത്തിൽ വെക്കുന്നു, കൃത്യം രാജാവിന്റെ മകൾ വന്ന് കുളിക്കാൻ ഇറങ്ങുന്നു. തോഴിമാർ സൈഡിൽ കൂടെ, വെള്ളത്തിന്റെ സൈഡിൽ കൂടെ ചുമ്മാ നടക്കുവായിരുന്നു. രാജകുമാരി ഞങ്ങളുടെ ചെടികളുടെ ഇടയിൽ ആ പേടകം കണ്ടു. കാണേണ്ടവരെ ദൈവം കാണിച്ചു. അവിടെ ഒരു വഴി തുറക്കുവാണ്. അമ്മ എന്താ വിചാരിച്ചത്? ഈ കൊച്ചിന്റെ ഈ പേടകം ഒഴുകി പോകുമ്പോ സഹോദരി എന്താ വിചാരിച്ചത്? ഇത് രാജ്ഞി വന്ന് എടുക്കാൻ വേണ്ടിയാണോ അവിടെ വെച്ചത്? അല്ല, സുരക്ഷിതമായിരിക്കട്ടെ, കുറച്ചു കാലമെങ്കിലും സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുമെങ്കിൽ ജീവിക്കട്ടെ എന്നോർത്ത് ഇങ്ങനെ ഒഴുക്കി വിട്ടത്. പക്ഷേ കാണേണ്ടവരെ ദൈവം അവിടെ കൊണ്ടുവന്ന് അവിടെ കാണിച്ചു കൊടുത്തിട്ട് അടുത്ത വാക്യം. ഒരു ദാസിയെ അയച്ച് അവൾ അതെടുപ്പിച്ചു. തുറന്നു നോക്കിയപ്പോൾ അതെടുപ്പിച്ചു. നോക്കൂ, ഒരു ദാസിയെ, ഇത് രാജകൊട്ടാരത്തിലെ പ്രധാനപ്പെട്ട ആള് കണ്ടപ്പം സഹപ്രവർത്തകർ ആ പെട്ടകം എടുക്കാൻ പറഞ്ഞു. എടുത്തു. തുറന്നു നോക്കിയപ്പോ അവൾ ഒരു ശിശുവിനെ കണ്ടു. അവൻ കരയുകയായിരുന്നു. അവൾക്ക് അവനോട് അനുകമ്പ തോന്നി. ഇനി ശ്രദ്ധിക്കണേ, ഇതൊരു അനുകമ്പ തോന്നാൻ സാധ്യതയില്ല. കാരണം ഈ കുടുംബത്തിലെ പ്രധാനപ്പെട്ട ആളാണ് ഓർഡർ ഇട്ടിരിക്കുന്നത്. അയാൾക്ക് ഒരു അനുകമ്പയും തോന്നിയിട്ടില്ല. എല്ലാ ആൺകൊച്ചുങ്ങളെയും കൊന്നു കളഞ്ഞോന്ന ഓർഡർ. അങ്ങനെയാണ് ഈ വ്യക്തിക്ക് പറയാൻ പാടില്ലായിരുന്നു, അങ്ങനെ ചെയ്യരുത് യജമാനെ എന്ന് പറയരുതായിരുന്നല്ലോ. പക്ഷെ ഇവിടെ ഒരു അനുകമ്പ തോന്നി. അടുത്ത വാക്യം. ഇതൊരു ഹെബ്രായ ശിശുവാണെന്ന് അവൾ പറഞ്ഞു. അപ്പോൾ അവന്റെ സഹോദരി ഫറവോയുടെ പുത്രിയോട് ചോദിച്ചു, നിനക്ക് വേണ്ടി ഈ കുട്ടിയെ മുലയൂട്ടി വളർത്തുന്നതിന് ഒരു ഹെബ്രായ സ്ത്രീയെ ഞാൻ വിളിച്ചുകൊണ്ട്. ഇനി ശ്രദ്ധിച്ച്, തോട്ടിൽ ഒഴുകിപ്പോയവൻ വളർന്നത് എവിടെയാണ്? കൊട്ടാരത്തിൽ. സ്വപ്നത്തിൽ ഈ കൊച്ചിന്റെ അമ്മ വിചാരിച്ചായിരുന്നോ കൊട്ടാരത്തിൽ എന്റെ കൊച്ചു വളരുമെന്ന്? ഏത് ഫുഡായിരിക്കും ഈ മോശ പിന്നീട് കഴിച്ചത്? രാജാക്കന്മാർ കഴിക്കുന്ന വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിച്ച്. അതാണ് അമ്മ പോലും വിചാരിച്ചു എന്റെ കൊച്ചു തോട്ടിൽ പോകും, നശിച്ചു പോകും, തളർന്നു പോകും, ഇല്ലാതായി പോകും എന്ന് കരഞ്ഞുകൊണ്ടിരുന്ന അമ്മ പോലും അത്ഭുതപ്പെട്ടു. ഈ കൊച്ചിനെ ദൈവം വളർത്തിയത് കൊട്ടാരത്തിലാണ്. തോട്ടിൽ ഒഴുകിപ്പോകേണ്ടവൻ, എവിടെയെങ്കിലും തലയടിച്ച് മരിച്ചു പോകേണ്ടവനെ ദൈവം വളർത്തിയത് കൊട്ടാരത്തിലാണ്. ഇത് ദൈവീക പദ്ധതിയാണ്. നമ്മൾ വിചാരിക്കും ചിലതൊക്കെ കയ്യിൽ നിന്ന് പോയി, എല്ലാം നശിച്ചു, തീർന്നു പോയി എന്നൊക്കെ വിചാരിക്കും. ചിലപ്പോ ദൈവം നമ്മളെ വളർത്തുന്നത് സ്വപ്നം പോലും കാണാത്ത വിധത്തിൽ കൊട്ടാരത്തിൽ. ഇത് ദൈവത്തിന്റെ കരമാണ്. ഏതാണ്? ദൈവകരം.
പറഞ്ഞേ ഹല്ലേലൂയ. ഇതുപോലൊരു കരം മോശയ്ക്ക് മാത്രമല്ല, ദേ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ട്. അതാ ഇങ്ങനെയൊക്കെ വന്ന് ഇതൊക്കെ കേൾക്കുന്നത് എന്തിനാണെന്നറിയോ? ഇതൊക്കെ എന്തിനാ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്? നമുക്കൊരു പാഠമാണ്. തകർന്നു പോകാൻ ഈ ദൈവത്തിന്റെ കരം സമ്മതിക്കത്തില്ല. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഇതുപോലെ തന്നെ വേഗത്തിൽ ഒരു കാര്യം കൂടി പറയാം. പഴയ നിയമത്തിൽ ഒരു പ്രവാചകനുണ്ട്, യോനാ പ്രവാചകൻ. ഒന്ന് വേഗത്തിൽ ശ്രദ്ധിച്ച്. യോനാ പ്രവാചകൻ ഒരു കപ്പലിന് യാത്ര ചെയ്തു പോവുകയാണ്. പോകണ്ടാത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. രക്ഷപ്പെടാൻ വേണ്ടി പോയതാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ ആ പ്രദേശത്ത് കാറ്റും മഴയും പ്രശ്നങ്ങളൊക്കെ വന്നപ്പോ കപ്പലിലുണ്ടായിരുന്ന ചരക്കുകൾ മുഴുവൻ വെള്ളത്തിലേക്ക് ഇറങ്ങി ഉടക്കിക്കളഞ്ഞു, എടുത്തു കളഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ യോനാ പ്രവാചകൻ ഈ പ്രശ്നങ്ങൾ മാറാതിരുന്നപ്പോൾ അവരോട് പറഞ്ഞു, എന്നെ എടുത്ത് ഈ കടലിലേക്ക് എറിയുക, നിങ്ങളുടെ എല്ലാ പ്രശ്നവും തീരുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ട് അവർ ഈ പ്രവാചകരെ എങ്ങോട്ടിട്ടു? കടലിലിട്ടു. ഇനി ശ്രദ്ധിക്കണേ, അതേ സ്ഥലത്ത് യോനാ പ്രവാചകൻ വീണ സ്ഥലത്ത് എന്തുണ്ടായിരുന്നു? ദൈവം നിർത്തിയ ഒരു മീൻ, ആനയേക്കാൾ വലിപ്പമുള്ള ഒരു മീൻ അതേ വെള്ളത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ദൈവം. ഏതേലും തിമിംഗലം അല്ല തിന്നത്, ദൈവം നിർത്തിയ. ദൈവം എങ്ങനെ അറിഞ്ഞേ ഇവൻ ഇവിടെ വീഴും? ഇവിടെ അവനെ സൂക്ഷിക്കാൻ വേറെ ഒരു ഒരു മീൻ, ആനയേക്കാൾ വലിപ്പമുള്ളതാണ് തിമിംഗലം. മത്സ്യം എങ്ങനെയാ ഇരയെ പിടിക്കുന്നതെന്ന് അറിയാമോ? മത്സ്യം ഒരു ഇര വന്നാൽ വെട്ടും, മീൻ വെട്ടുക എന്ന് പറയും. വെട്ടിയ അന്നേരം തന്നെ ഒരാളുടെ ജീവിതം തീർന്നു. പാമ്പിന്റെ വയറ്റിലോ മത്സ്യത്തിന്റെ വയറ്റിലോ മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല. സെക്കൻഡുകൾ കൊണ്ട് അയാൾ മരിക്കും. പക്ഷെ യോനാ പ്രവാചകൻ വെള്ളത്തിൽ വീണപാടെ അവനെ സൂക്ഷിക്കാൻ, അവനെ സംരക്ഷിക്കാൻ ദൈവം ആ വെള്ളത്തിനകത്ത് ഒരു മീനിനെ നിർത്തിയിട്ടുണ്ട്. ഇതുപോലെ കേട്ടോ, നമ്മളും വീഴുന്നിടത്ത് നശിച്ചു പോകാതിരിക്കാൻ മത്സ്യത്തെ പോലെ ചില മനുഷ്യരെയൊക്കെ ദൈവം നമുക്ക് വേണ്ടി ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. സാരമില്ലെന്ന് പറയാൻ, നീ രക്ഷപ്പെടുമെന്ന് പറയാൻ, നിന്റെ പ്രശ്നങ്ങളൊക്കെ തീരുമെന്നൊക്കെ പറഞ്ഞ് ജീവിതത്തിൽ വരാറില്ല. അത് ദൈവം നിർത്തിയ മനുഷ്യരാണ്. ദൈവം നിന്നെ കേൾപ്പിക്കുന്ന ശബ്ദമാണത്. കൃത്യം ആ മീൻ ഈ യോനാ പ്രവാചകനെ വിഴുങ്ങി. വെട്ടിന്നല്ല, വിഴുങ്ങി. എത്ര ദിവസം? 3 രാത്രിയും പകലും. അപ്പോൾ ഇതിനകത്ത് ഓക്സിജൻ ഉണ്ട്. നമ്മൾ ആംബുലൻസിൽ ഒരു രോഗിയെ കൊണ്ടുപോകുമ്പോൾ അതിനകത്ത് ഓക്സിജൻ സിലിണ്ടർ ഉണ്ട്. ഇതുപോലെ യോനാ പ്രവാചകൻ 3 ദിവസം മത്സ്യത്തിന്റെ ഉദരത്തിൽ. ഓക്സിജൻ എവിടെയായിരുന്നു? ദൈവം അതിനകത്ത് ഈ മനുഷ്യന് ശ്വസിക്കാൻ പറ്റിയ ഓക്സിജൻ സിലിണ്ടർ അടക്കം സെറ്റ് ചെയ്ത് ഇവരൊരു ബുദ്ധിമുട്ടുമില്ലാതെ മത്സ്യന്റെ ഉദരത്തിൽ 3 ദിവസം രാത്രി പകൽ. അതാണ് ദൈവത്തിന്റെ സംരക്ഷിക്കുന്ന കരം. എന്നിട്ട് ഈ തിമിംഗലം എങ്ങോട്ട് പോയി? എവിടെ പോയി? കരയിൽ കൊണ്ടുവന്ന് കേടുപാടില്ലാണ്ട് ഛർദിച്ചിട്ടു. നീ ഒരു തിമിംഗലത്തിന് കരയിൽ വരാൻ റിസ്ക് ആണ്. അതിന്റെ ദേഹം മുഴുവൻ മുറിയും. ആഴമുള്ള വെള്ളത്തിൽ മാത്രമേ ഇതുങ്ങൾ ജീവിക്കുള്ളൂ. ഒരുപാട് ആഴമുള്ള സ്ഥലത്തെ ഇതിന് നീന്താൻ പറ്റുള്ളൂ. പക്ഷെ ദൈവത്തിന്റെ വാക്ക് കേട്ട് ഞാൻ ഇതിനകത്ത് കാണുന്നത് ഒരു കുഴപ്പവുമില്ലാതെ പ്രവാചകൻ കരക്കെത്തി. ഇതാണ് ഇവിടെ പോലും താന്നുപോയി നശിച്ചു പോകേണ്ടവൻ, അല്ലെങ്കിൽ ഏതെങ്കിലും മത്സ്യത്തിന്റെ ഉദരത്തിൽ ചെന്ന് ചണ്ടിയായി വേസ്റ്റായി കടലിന്റെ അടിത്തട്ടിൽ അടിഞ്ഞു പോകേണ്ടവൻ ഇതാ സുരക്ഷിതമായി കരൽ തീരത്തിരിക്കും. നിങ്ങളെ സുരക്ഷിതമായി നയിക്കുന്ന, നിങ്ങളെ കരുതുന്ന, നിങ്ങളെ സംരക്ഷിക്കുന്ന, നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ദൈവത്തിന്റെ കരം ഈ പ്രിയപ്പെട്ടവരായ നിങ്ങളോടും എന്റെയും കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് പലയിടത്തും താണുപോയപ്പോഴും, പല സ്ഥലത്തും വീണുപോയപ്പോഴും, പലരും എടുത്തെറിഞ്ഞപ്പോഴും, പലരും കളിയാക്കിയപ്പോഴും, പലരും ഒറ്റപ്പെടുത്തിയപ്പോഴും തീർന്നു പോകാഞ്ഞത്, നശിച്ചു പോകാതിരുന്നത്, ഇല്ലാതായി ദൈവത്തിന്റെ കരം നിങ്ങളെ പൊതിഞ്ഞത് കൊണ്ടാണ്. പറയാമോ ഹല്ലേലൂയ? അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഇതുപോലെ വെള്ളത്തിൽ താന്നുപോയ പോലെ കുടുംബജീവിതത്തിൽ താന്നുപോയവരുണ്ട്, പ്രശ്നങ്ങളിൽ വീണുപോയവരുണ്ട്. ഇവിടെ ഉണ്ടാകാം. നിങ്ങളെ സംരക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. കേടുമില്ലാതെ, പരിക്കില്ലാതെ ഈ ദൈവം നിങ്ങളെ സുരക്ഷിതമായി നിർത്തും. വിശ്വസിക്കുന്നവർ പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. ഇതുപോലെ തന്നെ ഞാൻ അടുത്തൊരു വിഷയം, പ്രധാനപ്പെട്ട വിഷയമാണ്. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. എങ്കിലും അടുത്തത് എന്റെയും നിങ്ങളുടെയും കുടുംബജീവിതവുമായി ബന്ധപ്പെട്ടൊന്ന് വേഗത്തിൽ പറയുകയാണ്. കുടുംബജീവിതം അതെന്താ? അതേത് വിധത്തിൽ കൊണ്ടുപോകണം, ജീവിക്കണമെന്നറിയാത്ത ഒരു കാലമാണ് നമ്മുടേത്. ബൈബിൾ പരിശോധിച്ചിട്ടുണ്ടോ? ബൈബിൾ
ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. ബൈബിളിന്റെ ആദ്യത്തെ താളിൽ എന്താണ്? ദൈവം കുടുംബത്തെ സ്ഥാപിച്ചു. സുവിശേഷത്തിലെ ആദ്യത്തെ അത്ഭുതം എവിടെയാ? കല്യാണ വീട്ടിൽ, ഓർഡിനേഷനിലോ വെസ്റ്റേഷനിലോ ഒന്നുമല്ല, കല്യാണ വീട്ടിലാണ്. ബൈബിൾ അവസാനിക്കുന്ന എങ്ങനെയാണെന്നറിയോ? കുഞ്ഞാടിന്റെ വിവാഹ വിരുന്ന്. അതാണ് ലാറ്റിൻ പള്ളിയിലെ കുർബാനയിൽ വിശുദ്ധ കുർബാന എടുത്തുയർത്തിപ്പിടിച്ച് വൈദികൻ പറയുന്ന ഒരു പ്രാർത്ഥനയുണ്ട്: കുഞ്ഞാടിന്റെ വിവാഹ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. ബൈബിൾ തുടങ്ങുന്നത് ദൈവം കുടുംബത്തെ സ്ഥാപിച്ചു. സുവിശേഷത്തിലെ ആദ്യത്തെ അത്ഭുതം കല്യാണ വീട്ടിൽ. ബൈബിൾ അവസാനിക്കുന്നത് കുഞ്ഞാടിന്റെ വിവാഹ വിരുന്ന്. വെളിപാട് ഗ്രന്ഥത്തിൽ മൂന്നിനകത്തും എന്തുണ്ട്? വിവാഹം, കുടുംബം, വിവാഹ വിരുന്ന് എന്നിങ്ങനെ കാര്യം. അതിന്റെ അർത്ഥം ദൈവം കുടുംബത്തെ സ്നേഹിക്കുന്ന ദൈവമാണ്. അങ്ങനെയെങ്കിൽ സ്നേഹിക്കുക മാത്രമല്ല, ഈ ദൈവം നിങ്ങളുടെ കുടുംബ ജീവിതത്തെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. കുടുംബ ജീവിതത്തിൽ ഒരു അനുഗ്രഹം വേണം. കുറെ പണവും ജോലിയും, ഒരു കാറ്, ഒരു വീട് മാത്രം പോരാ. അനുഗ്രഹം വേണം. കുടുംബ ജീവിതം അനുഗ്രഹമാകാൻ ദൈവത്തിന്റെ അനുഗ്രഹം വേണം. ശ്രദ്ധിച്ചോ, രണ്ട് ഇരുമ്പ് കമ്പികളെ ചേർത്ത് വയ്ക്കാൻ അപ്പുറത്തെ കടയിൽ നിന്ന് വെൽഡിംഗുകാരനെ വിളിച്ചാൽ മതി. അയാൾ വെൽഡിംഗ് മെഷീനുമായി വന്ന് വെൽഡ് ചെയ്ത് ഒട്ടിച്ചു വെക്കും. അപ്പൊ അത് ബലത്തോടെ ഇരിക്കും. രണ്ട് സിമന്റ് കട്ടകളെ, കുർഡീസ് കട്ടകളെ ഇങ്ങനെ കെട്ടിപ്പൊക്കാൻ എന്ത് മതി? സിമന്റും മണലും ചേർത്തൊരു മിശ്രിതം മതി. അതിടക്കിട്ട് കൊടുത്ത് നന്നായിട്ട് ഉറപ്പിച്ച് അവിടെ ഇരുന്നാൽ ഒരു രാത്രിയും ഒരു പകലും കഴിയും, നിശ്ചിത മണിക്കൂർ കഴിയുമ്പോൾ ഉറപ്പാവും. രണ്ട് കട്ടകളെ ചേർത്തൊട്ടിക്കാൻ സിമന്റ് മതി. രണ്ട് ഇരുമ്പ് കമ്പി കഷ്ണങ്ങളെ ചേർത്ത് വെക്കാൻ വെൽഡിംഗ് മെഷീൻ മതി. രണ്ട് മനുഷ്യരെ എങ്ങനെ ചേർത്ത് വെക്കും? രണ്ട് മനുഷ്യരെ ചേർത്ത് വെക്കാൻ വെൽഡിംഗ് ചെയ്യാൻ പറ്റുമോ? രണ്ട് മനുഷ്യരെ ചേർത്ത് നിർത്താൻ സിമന്റ് മണൽ മതിയോ? രണ്ട് മനുഷ്യർ ഒരു കുടുംബത്തിൽ ഒരുമിച്ച് ജീവിക്കാൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ കടാക്ഷം വേണം. അല്ലെങ്കിൽ അത് തെറ്റി ചെതറി ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ വഴക്കുകൾ ഉണ്ടായി ചെതറിക്കപ്പെട്ടു പോകും. അന്തചിത്രമുള്ള ഭവനം പോലാവും. ഒന്നിനൊന്നിനെ കാണത്തില്ല. വിഷമം, ദേഷ്യം, പക, വെറുപ്പ്. ഭാര്യ ഇഷ്ടമല്ല, ഭാര്യ ശവമെന്ന് വിളിക്കും. ഭർത്താവ് നീ എന്ത് മനുഷ്യരാണെന്ന് ചോദിക്കും. ഒരിക്കലും ചേരത്തില്ല. ചേർന്നിരിക്കാനാ ദൈവം വിളിച്ചത്. ചേർക്കുന്നത് സിമന്റും മണലും അല്ല, വെൽഡിംഗുകാരനും വെൽഡിംഗ് മെഷീനും അല്ല. ചേർത്തിങ്ങനെ ഒരുമിച്ച് നിർത്തുന്നത് ദൈവത്തിന്റെ കടാക്ഷമാണ്. എവിടെയെങ്കിലും അങ്ങനെ ഒരു ചേർച്ച ഇല്ലാതായാൽ അതിന് ഉത്തരവാദി ദൈവത്തിന്റെ കടാക്ഷത്തിന്റെ എവിടെയോ ഒരു കുറവുണ്ട്. അത് ചോദിച്ചു മേടിക്കുക. എന്റെ കുടുംബത്തെ അനുഗ്രഹത്തിൽ ഒന്നിപ്പിക്കണമേ, ചേർത്ത് നിർത്തണമേ. സ്നേഹിക്കാനല്ല കഴിവ് വേണ്ടത്, മനസ്സിലാക്കാനാ കഴിവ് വേണ്ടത്. ഒരാൾ പ്രഭാഷണത്തിൽ പറഞ്ഞു, എല്ലാവരും പറയാറുണ്ട് ഐ ലവ് യു എന്ന വാക്കാണ് ഏറ്റവും വലിയ വാക്ക്. ഐ ലവ് യു എന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാവരും അതിനകത്ത് വീഴും. ഐ ലവ് യു എന്ന് പറഞ്ഞ പലരും ഐ ഹേറ്റ് യു എന്നും പറഞ്ഞിട്ടുണ്ട്. ഐ ലവ് യു എന്ന് പറഞ്ഞവരൊക്കെ ഇന്ന് വെറുത്ത് ഉപേക്ഷിച്ചിട്ടുണ്ട്. 1000 വട്ടം ഐ ലവ് യു എന്ന് പറഞ്ഞവർ 10,000 വട്ടം ഇയാളെ ഞാൻ വെറുക്കുന്നു എന്ന് പല്ലും കടിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ പറ്റും, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യു. അതൊരിക്കലും പിണങ്ങില്ല, ദേഷ്യപ്പെട്ടാലും പിണങ്ങില്ല. സത്യമല്ലേ? നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ആവശ്യമില്ലാത്ത വാശിയും വെറുപ്പും വൈരാഗ്യവും ഒക്കെ ഉണ്ടോ? നിങ്ങൾക്ക് സ്നേഹം ഉണ്ടായിരുന്നു, പക്ഷെ മനസ്സിലാക്കിയിട്ടില്ല. ഈ ലോകത്തിലെ ഏറ്റവും ആഴമുള്ള ഒരു വാക്കാണ്. ഒരാൾ നിങ്ങളോട് പറയാണ്, ഞാൻ ഇന്നലെ ഒരാളെ ഭയങ്കരമായിട്ട് ചീത്ത പറഞ്ഞു, ഉദാഹരണമാണ്, ചീത്ത പറഞ്ഞു. പിറ്റേ ദിവസം ആയപ്പോൾ എനിക്ക് ആകെ ടെൻഷനായി. ഞാൻ അയാളോട് പറഞ്ഞു, എൻ്റെ ആ ദേഷ്യത്തിന് പറഞ്ഞതാ കേട്ടോ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അയാൾ എൻ്റെ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു, സാരമില്ല, എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ പറ്റും. അത് വാക്ക് കേട്ട അയാൾ പിന്നെ പോകത്തില്ല. അതാണ് ഈ ലോകത്തിലെ ഏറ്റവും ആഴമുള്ള വാക്ക്. ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ വേണ്ടത് സ്നേഹം മാത്രമല്ല. സ്നേഹം എപ്പോ വേണേലും പിണങ്ങാം, വെറുക്കാം, പക്ഷേ മനസ്സിലാക്കണം എൻ്റെ ഭർത്താവ് ആരാണ്, അയാൾ ഇങ്ങനെയൊക്കെ പറയുന്ന ആളാണ്, എൻ്റെ ഭാര്യ ആരാണ്. ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഈ വാക്ക് വേണം, എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ഇന്നലെ പറഞ്ഞ മനസ്സിൽ വെക്കല്ലേ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യു, എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇതിന്റെ കുറവ് ഒത്തിരി കുടുംബജീവിതത്തിലുണ്ട്.
സ്നേഹം ഉണ്ടായിരുന്നു. പക്ഷെ പണ്ടത്തെ സ്നേഹം ഇപ്പൊ ഇല്ല. സ്നേഹമൊക്കെ പല വഴിക്ക് പോയി. സ്നേഹമെല്ലാം ചതറിക്കപ്പെട്ടു പോയി. ഒരു മനുഷ്യൻ വീട് പണിതപ്പോ പറഞ്ഞു, എൻ്റെ വീടിന് 4 മുറി ഉണ്ടായിരുന്നു. ഞാൻ ഒരെണ്ണം ഗസ്റ്റ് റൂം ആയിട്ടാ ഉദ്ദേശിച്ചത്. എനിക്കും ഭാര്യയ്ക്ക് ഒരു റൂം, മക്കൾക്കൊരു ഓരോരുത്തർക്ക് ഓരോ റൂം. പക്ഷെ ഇപ്പൊ ഞങ്ങൾ 4 പേര് 4 റൂമിലാണ് കിടക്കുന്നത്. എനിക്ക് വീടിന്റെ മുകളിലത്തെ ഭാഗത്ത് 1-2 മുറിയും കൂടി ആവശ്യമുണ്ട്. കാരണം ആരെങ്കിലും വന്നാൽ ഇപ്പൊ കിടക്കാൻ റൂമുകളില്ല. ഞങ്ങൾ വീട്ടിൽ 4 പേരാണേലും ഭക്ഷണം കഴിക്കുമ്പോൾ പോലും അധികം ആരും മിണ്ടാറില്ല. 4 പേരും 4 മുറിയിലും 4 ഫോണിലുമാണ്. ഞങ്ങൾ കാണുമ്പോൾ കാറിനൊക്കെ ഇങ്ങ് പോകുന്നേ ഉള്ളൂ. വീട്ടിൽ വരുമ്പോ തന്നെ മൂഡ് ഔട്ടാവും, വിഷമമാ, ദേഷ്യമാ. എന്തോ ഒരു വീടാ ഇത്, ഇതെന്തൊരു വീട്. റോട്ടിൽ കൂടെ പോകുന്നോ പറയും എന്തോ വലിയ വീടാ. എന്നാ വീടിനകത്തോ ഒരു സന്തോഷവും ഇല്ല. ആ സന്തോഷം വരുന്നത് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യു എന്ന വാക്കിലാണ്. എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ പറ്റും. എന്നാണോ അവിടെ എത്തുന്നത്, അന്ന് നിങ്ങൾ സന്തോഷിക്കും. അന്ന് നിങ്ങളുടെ ജീവിതം നിങ്ങൾ ആസ്വദിക്കാൻ തുടങ്ങും. പറഞ്ഞു ഹല്ലേലൂയ. അതാണ് സങ്കീർത്തന പുസ്തകം 127 അധ്യായം 1-ാമത്തെ വാക്യം. സങ്കീർത്തനം 127:1. കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. അടുത്ത വാക്യം, കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥം. നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ കർത്താവ് കട്ടയും ചുമന്ന് സിമന്റ് ചാക്കുന്നുണ്ടെന്ന് കല്ലും ചുമന്നുകൊണ്ട് പോകുന്നത്? ഞാൻ കണ്ടിട്ടില്ല. പിന്നെ എന്തിനാ ഇത് എഴുതിയിരിക്കുന്നത്? കർത്താവ് വീട് പണിയുന്നത്. പക്ഷെ ഒരു കാര്യം, ദൈവം വീടിനെ പണിയും. അപ്പൊ ആ ഭവനം അനുഗ്രഹിക്കപ്പെട്ട് നിലനിൽക്കും. അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം അതൊരുവനെ ദൈവം അനുഗ്രഹിക്കുന്നതിന്റെ അടയാളമാണ്. പറഞ്ഞു ഹല്ലേലൂയ. പക്ഷെ നമ്മുടെ മതത്തിൽ, നമ്മുടെ വിശ്വാസത്തിൽ, നമ്മുടെ കൂട്ടായ്മകളിൽ, നമ്മുടെ സമുദായത്തിൽ ഒരുപാട് കുടുംബങ്ങൾ ചെതറി ആഘോഷമായ വിവാഹം നടക്കും. പക്ഷെ പിന്നീട് സ്നേഹവുമില്ല, മനസ്സിലാക്കുകയില്ല. എന്നാൽ കുറെ പണമുണ്ട്, വീടുമുണ്ട്, കാറുമുണ്ട്. പക്ഷെ രണ്ടും 2 വഴിക്കാണ്. ഒരു സ്ഥലത്ത് വലിയൊരു വിവാഹം നടന്നു. 3 ദിവസമായിരുന്നു കല്യാണത്തിന്റെ പാർട്ടി. 2 പേരും എഞ്ചിനീയർമാരായിരുന്നു. 2 പേരുടെ മാതാപിതാക്കൾ കോളേജ് അധ്യാപകരുമായിരുന്നു. വിശ്വാസികളൊന്നുമല്ല, നാമമാത്രമായ വിശ്വാസികൾ. വിവാഹത്തിന് എത്രയോ ലക്ഷങ്ങൾ പൊടി പിടിച്ചു. പക്ഷെ 2 പേരും 21 ദിവസം ഒരുമിച്ച് ജീവിച്ചില്ല. 21-ാമത്തെ ദിവസം 2 പേരും 2 ഫ്ലാറ്റിൽ താമസിക്കാൻ തുടങ്ങി. 2 പേരുടെ കയ്യിലും പണമുണ്ടായിരുന്നു. പിന്നെ മാതാപിതാക്കൾ പലരെയും കാണാൻ തുടങ്ങി, മിണ്ടാൻ തുടങ്ങി, ചേർത്ത് നിർത്താൻ നോക്കി. നടന്നില്ല. കാരണം അവിടെ അവരെ 21 ദിവസം അവർ ജീവിച്ചില്ല. 1 മാസം തികച്ചില്ല. അതിനു മുമ്പേ വലിയ വഴക്കായി, ചെതറിക്കപ്പെട്ടു പോയി. നിങ്ങളുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടണോ? അതിന് പണം മാത്രം പോരാ, വീട് മാത്രം പോരാ, എഡ്യൂക്കേഷൻ മാത്രം പോരാ, സർട്ടിഫിക്കറ്റ് മാത്രം പോരാ, സൗന്ദര്യം മാത്രം പോരാ, സ്വർണം മാത്രം പോരാ. മുകളിലിരിക്കുന്ന ദൈവത്തിന്റെ ഒരു കടാക്ഷം, അനുഗ്രഹം ജീവിതത്തോട് ചേർന്നിരിക്കുമ്പോഴാണ് അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം ദൈവം ഒരുക്കി തരുന്നത്. ആ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട ആരെയും വിഷമിക്കുന്നുണ്ടെങ്കിൽ ഓർത്തോ, കുടുംബത്തെ പുതുക്കി പണിയുന്ന ഒരു ദൈവമുണ്ട്. ജീവിതത്തെ പുതുക്കി. അതാണ് പറഞ്ഞത്, ദൈവം വീട് പണിന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാണ്. എന്ന് പറയാമോ? ഹല്ലേലൂയ. എന്തായാലും നിങ്ങൾ ചില മടുപ്പൊക്കെ ഉണ്ടാവും. നിങ്ങളെ ഒരു മാജിക്ക് കാണിച്ചേക്കാം. സാധാരണ ഞാൻ മാജിക്ക് കാണിക്കാറില്ല, എന്നാലും നിങ്ങളായതുകൊണ്ട് ഒരു മാജിക്ക് കാണിച്ചേക്കാം. ഇതൊരു മാജിക്ക് കാണിക്കാനുള്ള 1-2 ഇതെന്താണ് സംഭവം? ഇതിന്റെ പേരെന്താണ്? ഒരു സ്റ്റാൻഡ്, ഒരു വിളക്ക്. സിമ്പിൾ വാക്കിൽ പറഞ്ഞാൽ ഒരു വിളക്ക്. സത്യത്തിൽ ഇതാ കുടുംബജീവിതം. കുടുംബജീവിതം ഇത്രേ ഉള്ളൂ. ഇത് മനസ്സിലാക്കിയാൽ കുടുംബജീവിതം നയിക്കാൻ അത്യാവശ്യം എളുപ്പമാണ്. ഇത് ഒരു കടയിൽ നിന്ന് മേടിക്കുന്ന ഇത് രണ്ടും. ഇത് മാത്രമേ ആ കടയിൽ വിൽക്കാനുള്ളൂ. ഇത് വേറെ ബോക്സിൽ പോയി എടുക്കണം. ഇത് റെഡ് വേണേ എടുക്കാം, നീല എടുക്കാം, വെള്ള എടുക്കാം, ഏത് വേണേലും എടുക്കാം. ഈ വിളക്കിന് ചേരുന്നത് ഏതും വെക്കാം. ഇത് രണ്ടും ഒരുമിച്ച് മേടിച്ചതാകണം നിർബന്ധമില്ല. ഇത് ഒരുമിച്ച് ഒരു സെറ്റായിട്ടും ഇത് വേറെ എടുക്കുന്നതാണ്. ഇതെന്തിനാ ഇങ്ങനെ വെക്കേണ്ട ആവശ്യമില്ല. ശരിക്കും ഇതാണ് ജീവിതം എന്ന് തോന്നും നമുക്ക്. ഉദാഹരണം, ഇതിനകത്തൊരു സാധനമുണ്ട്. എന്താണത്? ഒരു 45 വയസ്സ് പ്രായമുള്ള ഒരു തിരിയുണ്ട്. ഇത്രയല്ലായിരുന്നു ഈ തിരി ഉണ്ടായിരുന്നത്. ഈ തിരിക്ക് എന്തേരം പൊക്കമുണ്ട്? ഇത്രയും പൊക്കം ഉണ്ടായിരുന്നു. ഇപ്പൊ എത്രയേ ഉള്ളൂ?
എത്രയുണ്ടോ? ഇത്രേ ഉള്ളൂ. ബാക്കി എന്തിയേ? ഇത് കത്തി ഉരുകി തീർന്ന് ഇപ്പൊ 56 വയസ്സായി. ഇതാർക്കു വേണ്ടി? ഇതാണ് ഒരു ഭർത്താവും ഭാര്യയും. ഇതുപോലെ മക്കൾക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി ഉരുകുന്ന തിരിയാണ് ഇത്രയും ജീവിതങ്ങൾ. കുറെ ഉണ്ടായിരുന്നു ഈ തിരി. ഇത് കത്തി തീർന്നുകൊണ്ടിരിക്കുക. നാളെ പള്ളിയിൽ ഇത് കത്തിച്ചു കഴിയുമ്പോൾ ഇത്രയായിട്ടാ തീരും. ആയുസ് കുറയുകയാണ്. ഇവിടെ ഇരിക്കുന്ന ഞാനും നിങ്ങളും ജീവിച്ച് തീർന്നുകൊണ്ടിരിക്കുന്നവരാണ്. ആർക്ക് വേണ്ടി? മക്കൾക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി. ചിലർ പറയില്ലേ, എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഞാൻ ജീവിച്ചു, എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ജീവിച്ചു, എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി ജീവിച്ചു. നിങ്ങൾ ഈ തിരി പോലെയാണ്, കത്തി ഉരുകി തീർന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി യാത്രയല്ല, മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി വെയിൽ കൊണ്ട്, മഴ കൊണ്ട്, രാജ്യത്ത് പോയി പല കഷ്ടപ്പാട് കേട്ട് ഉരുകുവാണ്. ഇതാണ് ഒരു ഭർത്താവിന്റെയും ഭാര്യയുടെയും സ്ഥാനം. ഇതെന്തിനാ വച്ചിരിക്കുന്നത്? ഇതെന്തിനാ? ഇവിടെ എല്ലാം ഫാനാ, 2-3 ഫാനുണ്ട്. ഇത് വച്ചാൽ ഇതൊരു പ്രൊട്ടക്ഷൻ ആണ്, ഇതൊരു കെയറിംഗ് ആണ്. ഇതാകണം ഒരു ഭർത്താവും ഭാര്യയും. എന്ത് ഉദാഹരണം? ഇത് ഭാര്യയാണെങ്കിൽ പുള്ളിക്കാരത്തി വീടിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി എല്ലാം കത്തി ഉരുകയാണ്. അത് ഭർത്താവിനറിയാം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് അടുക്കള ജോലി, പിന്നെ ജോലി സ്ഥലത്തുള്ള അധ്വാനം, പിന്നെ ഓട്ടം പാച്ചിൽ, പല ടെൻഷൻ, പിന്നെ എല്ലാം ശ്രദ്ധിക്കണം, എല്ലാം നോക്കണം, മാതാപിതാക്കളെ നോക്കണം. നിങ്ങളുടെ ജീവിത പങ്കാളി ഉരുകി തീരുകയാണ് നിങ്ങൾക്ക് വേണ്ടി പോലും. അപ്പോൾ നിങ്ങൾ എന്ന ഭർത്താവ് ചെയ്യേണ്ടത്, എനിക്ക് ദൈവം തന്ന എൻ്റെ ഭാര്യ ജീവിതത്തിൽ ഒരിക്കലും കെട്ടുപോകാതിരിക്കാൻ നിങ്ങൾ അവൾക്കൊരു കാവലാകണം. ഒരു കാറ്റിലും ഒരു പ്രതിസന്ധിയിലും കെട്ടുപോകരുത് അവൾ. അത് തീരുമാനമാകണം. ആ വ്യക്തിയെ ദൈവം നിങ്ങൾക്ക് തന്നതാണ്. നിങ്ങൾക്ക് തന്ന ജീവിത പങ്കാളിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. അയാൾ കെട്ടുപോകാതിരിക്കാൻ, അവൾ കെട്ടുപോകാതിരിക്കാൻ നിങ്ങൾ ആനകുതിര കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. നിങ്ങൾ ഈ വിളക്കിന്റെ ഈ ഒരു സംരക്ഷണം, ഇതുപോലൊരു പ്ലാസ്റ്റിക്കിന്റെ ഒരു വിളക്കിന്റെ ഒരു പ്രൊട്ടക്ഷൻ പോലെ ഇങ്ങനെ ഒന്ന് നിന്നാ മതി. അപ്പോൾ അവൾ പറയും, എനിക്ക് ഒരു വിഷമവും ഇല്ല, നിങ്ങൾ എന്നെ ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, ഞാൻ കെട്ടുപോകാതിരിക്കാൻ നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നു, അത് മതി എൻ്റെ ജീവിതത്തിൽ സന്തോഷമായി. ഇതുപോലെ നിൽക്കാൻ പോലും പലർക്കും പറ്റുന്നില്ല. പലരും ജീവിതത്തിൽ ജീവിക്കാതെ കെട്ടുകിടക്കുവാണ്. ചുമ്മാ അങ്ങ് ജീവിച്ചു പോകുന്നു. ചിലര് പറയും, എനിക്ക് ആത്മഹത്യ ചെയ്യാൻ പേടി, അതുകൊണ്ട് ഞാൻ ജീവിക്കുന്നു എന്ന് പറയും. ജീവിതത്തിൽ കെട്ടുപോകാൻ പാടില്ല. ഇതുപോലെ തന്നെയാ ഭർത്താവും. ഇതുപോലെ ഒരു ഭർത്താവും ഭാര്യയും ഉണ്ട്. ആരാ? സുവിശേഷത്തിൽ യേശുക്രിസ്തുവിന്റെ മാതാപിതാക്കൾ ജോസഫും മറിയവും. അതിനകത്തൊരു വാക്കുണ്ട്, എന്താണെന്നറിയാവോ? ജോസഫ് പറഞ്ഞൊരു വാക്ക്, മനസ്സിന്റെ വിചാരം, എനിക്ക് ദൈവം തന്ന എന്റെ ഭാര്യയെ അപമാനിതയാക്കാൻ അവൻ ഇതാണ് ഒരു ഭർത്താവിന്റെയും ഭാര്യയുടെയും ക്വാളിറ്റി, ഗുണം. ഒരു ഭർത്താവ് സ്കൂൾ വിദ്യാഭ്യാസമോ കോളേജ് വിദ്യാഭ്യാസമോ ഇല്ലാത്ത വെറും ആശാരിപ്പണി എടുത്തു നിൽക്കുന്ന ജോസഫ് എന്ന ഒരു തച്ചൻ പറയുവാണ്, എന്റെ ഭാര്യയാകാൻ പോകുന്നവൾ അപമാനിതയാകാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന്. നിങ്ങൾക്ക് ദൈവം തന്ന വ്യക്തി ആരുടെ മുമ്പിലും അപമാനിതയാകാൻ പാടില്ല. അത് ഗുരുതരമായ തെറ്റാണ്. അതാണ് ആ ഭർത്താവിന്റെ ക്വാളിറ്റി. ആ വീട്ടിലാ യേശു ജനിച്ചത്. ആ വീട്ടിലാ ദൈവം ജനിക്കുക. ഏത് വീട്ടിൽ ദൈവം ജനിക്കും? നിങ്ങളുടെ വീട്ടിൽ ദൈവം ജനിക്കും. നിങ്ങൾക്ക് ഈ ക്വാളിറ്റി ഉണ്ടെങ്കിൽ ദൈവം ജനിക്കും. ജനിച്ച നിങ്ങളുടെ ഭവനത്തിൽ ദൈവം വളരും. ദൈവം നിങ്ങളുടെ ഭവനത്തെ അനുഗ്രഹമാക്കി മാറ്റും എന്ന് പറഞ്ഞ് ഹല്ലേലൂയ. ഞാൻ ചിന്തിച്ചു, ഒരുപാട് ഭർത്താക്കന്മാർ ഇങ്ങനെയാണ്. എന്നാൽ ഒരുപാട് ഭർത്താക്കന്മാർ, ഭാര്യമാർ പരസ്പരം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഊതിക്കെടുത്തിക്കൊണ്ടിരിക്കുവാണ്. ഒരു സ്കൂളിലും പോകണ്ട, ഊതിക്കെടുത്താൻ എന്ത് ചെയ്താൽ മതി? ചുമ്മാ വന്ന ഒറ്റ ഊതിയാൽ മതി. 4 തെറി പറഞ്ഞാൽ മതി. എല്ലാത്തിനും കുറ്റം പറഞ്ഞാൽ മതി. എല്ലാത്തിനും വിമർശിച്ചുകൊണ്ടിരുന്നാൽ മതി. ആരും ജീവിതത്തിൽ കെട്ടുപോകും. എല്ലാരും കെട്ടുപോകും. എത്രയോ ഭാര്യമാർ ജീവിതത്തിൽ കെട്ടുപോയി. കാരണം ഭർത്താവ് എല്ലാ ദിവസവും കുറ്റവും കുറവും വിമർശനം പറഞ്ഞോണ്ട് എന്ന് ഊത്ത് മാത്രമേ ഊതി ഊതി കെട്ട് 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 പകുതി കത്താതെയും കത്തിയും ഒക്കെ പകുതി എവിടെയൊക്കെ നിൽപ്പുണ്ട്. ഈ തിരി പോലെ, ഈ തിരിക്ക് ഏകദേശം ഒരു 55 വയസ്സ് കാണും. ഒരു 78 വയസ്സ് വരെ ജീവിക്കുമായിരിക്കും. ഇനി കുറച്ച് നാളും കൂടി ഉള്ളത്. അത്രയും നാൾ സമാധാനം കൊടുക്കണം. അതിനു വേണ്ടിയാണ് ഇത്.
ഇനി ഇതില്ലേലും ഈ തിരി കെട്ടുപോകില്ല. എന്ത് ചെയ്താൽ മതി? ഇനി ഈ സാധനം ഇല്ല, കെട്ടുപോകില്ല. എന്ത് ചെയ്താൽ മതി? ഇത് കത്തി, ഏതോ ധ്യാനത്തിന് പോയ കത്തി എന്നാണ്. ഒന്നും കൂടെ കത്തി, ആരുടെ അടുത്തോ കൗൺസിലിങ്ങിനോ പ്രാർത്ഥനയ്ക്കോ പോയി ധൈര്യവും പ്രാർത്ഥന കിട്ടി, ഒന്നും കൂടെ ആള് കത്തി. ഊതാൻ പിന്നെ സ്കൂളിലും കോളേജിലും ഒന്നും പോകണ്ട, ഒറ്റ ഇപ്പൊ കെട്ടുപോകും. ഇത് കെട്ടുപോകാതിരിക്കാൻ ഒരു ഫാൻ അവിടെ നിട്ടാൽ കെട്ടുപോകാതിരിക്കാൻ എന്ത് ചെയ്താൽ മതി? എൻ്റെ ഈ കൈവെള്ള കൊണ്ട് ഈ കത്തുന്ന, ഈ ഉരുകി തീർന്നുകൊണ്ടിരിക്കുന്ന തിരിയെ ഇങ്ങനെയൊന്ന് ചേർത്ത് പിടിച്ചാൽ ഈ തിരി കെട്ടുപോകില്ല. കെട്ടുപോകുമോ? ഇത്രയുള്ള ഒരു കുടുംബജീവിതം വിജയിക്കാൻ സിമ്പിൾ ടെക്നിക്ക്. എല്ലാവരും കുറവുള്ളവരാണ്, പക്ഷെ കെട്ടുപോകാതിരിക്കാൻ നിങ്ങളുടെ ഒരു കരം അവിടെ ആവശ്യമാണ്. അതിന് വലിയ കാര്യമൊന്നും ചെയ്യണ്ട. എവിടുന്നാണോ കാറ്റ് വരുന്നത് അതിവിടെ നോക്കിയാൽ അറിയാം. ഇതിങ്ങനെ ഇപ്പൊ കെടുന്ന പോലെ ആകുമ്പോൾ അതിന് നേരെ തിരിച്ച് ഇങ്ങനെ ചേർത്ത് പിടിച്ചാൽ മതി. ഈ തിരി കെടാതെ കത്തും. ജീവിതത്തിൽ ആരും കെട്ടുപോകാൻ സമ്മതിക്കരുത്. ഒറ്റ വാക്കുമതി ഒരു മനുഷ്യൻ കെട്ടുപോകാൻ. ഹല്ലേലൂയ. അതാണ് ഒരു ഭർത്താവ് പറഞ്ഞു, ഞാൻ ടൗണിൽ പോയി തിരിച്ചു വരുമ്പോൾ ഇന്നെങ്കിലും എൻ്റെ ഭാര്യ നല്ലതുപോലെ എന്നോട് സംസാരിക്കും, ഇടപെടുമെന്ന് ഞാൻ വിചാരിച്ചോണ്ട് വരും. വീട്ടിൽ എത്തുമ്പോൾ, വീട്ടിൽ കയറിയതായി കാണുമ്പോൾ എൻ്റെ ഭാര്യ അടുക്കളയിൽ നിന്ന് തുടങ്ങും വഴക്ക്. അപ്പൊ തന്നെ രണ്ട് ചീത്ത, രണ്ട് വിമർശനവും കേൾക്കുമ്പോൾ ഞാൻ ആ കസേരയിൽ ഇരുന്ന് പോകും. ഞാൻ കെട്ടുപോയി എന്ന് പറയും. ഭാര്യയുടെ നല്ല വാക്ക് കിട്ടില്ലെങ്കിൽ ഏതൊരു ഭർത്താവും ജീവിതത്തിൽ കെട്ടുപോകും. വേറൊരു ഭർത്താവ് പറഞ്ഞു, എന്നെ ഈ പഞ്ചായത്തിലുള്ള മുഴുവൻ ആളുകൾക്കും എന്നെ ഇഷ്ടമാണ്, പക്ഷെ എൻ്റെ ഭാര്യ എന്നെ സ്നേഹിക്കുന്നില്ല. പക്ഷെ അതാ എൻ്റെ വേദന. എൻ്റെ തലമുടി പോലും വേദനിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ചോദിച്ചു, ഇത്രയും ആൾക്കാരെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? ഭാര്യ സ്നേഹിച്ചില്ലെങ്കിൽ പോട്ടെ. അതങ്ങനെയല്ല. എന്നെ ലോകം മുഴുവൻ ആളുകൾക്ക് ആരാധനയാണ്, സ്നേഹമാണ്, ഞാനാണ് ഇവിടുത്തെ രാജാവ്. പക്ഷെ ഭാര്യയുടെ സ്നേഹം കിട്ടുന്നില്ലെങ്കിൽ ഒരു പുരുഷൻ വാടിപ്പോകും. ഒരു സ്ത്രീയുടെ കാര്യം അങ്ങനെയാണ്. ആ സ്ത്രീ എത്ര വലിയ സംഭവമാണേലും, ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരാളാണേലും, ആ വ്യക്തിക്ക് ലഭിച്ച ജീവിത പങ്കാളിയിൽ നിന്നൊരു സ്നേഹം കിട്ടിയില്ലെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സ് വേദനിച്ച് അവൾ ചേമ്പുംതാള് പോലെ വാടിപ്പോകും. വേറെ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഭർത്താവിന്റെ സ്നേഹം ആ വ്യക്തിക്ക് ലഭിച്ചില്ലെങ്കിൽ ജീവിതത്തിൽ വാടിപ്പോകും. സത്യമല്ലേ? ഒരു മനുഷ്യൻ പറഞ്ഞു, എൻ്റെ ഭാര്യയുടെ വാക്കുകൾ എന്നെ, എൻ്റെ അസ്ഥികൾക്ക് വരെ എനിക്ക് വേദനയാണ്, അവൾ എന്നെ മനസ്സിലാക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, കുടുംബജീവിതം വിജയിക്കാൻ ദൈവത്തിന്റെ ഒരു കരം നിങ്ങളുടെ മേലുണ്ടാകണം. പറഞ്ഞേ ഹല്ലേലൂയ. പിന്നെ എപ്പോഴും കുറ്റവും കുറവും പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരു സ്നേഹവും നിങ്ങൾക്ക് കിട്ടില്ല, ആർക്കും കിട്ടില്ല. നന്മ പറയണം, നല്ലത് പറയണം. നന്നായി ചെയ്തു, നന്നായിരിക്കുന്നു, നീ ദൈവത്തിന്റെ അനുഗ്രഹമുണ്ട്, നല്ലത് പറ. നല്ലത് പറയുമ്പോൾ സ്നേഹം കൂടും, മനസ്സിലാക്കൽ കൂടും, കുടുംബം ദൈവത്തിന്റെ ഭവനമായി മാറും. ചീത്തയും കുറ്റവും വിമർശനവും പറഞ്ഞുകൊണ്ടിരുന്നാൽ മരിക്കുന്നവരെ ഇത് പറയാനേ നേരം ഉണ്ടാവുള്ളൂ. കുറ്റവും കുറവൊക്കെ ഉണ്ടാവും, പക്ഷേ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യു, എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറയണം. പറഞ്ഞേ ഹല്ലേലൂയ. ഇതിന് ഇച്ചിരി പാടാണ് കേട്ടോ, പ്രസംഗിക്കാൻ എളുപ്പമാണ്. ഒരാൾ പറഞ്ഞ്, അച്ഛൻ പ്രസംഗം പറഞ്ഞപ്പോ പറഞ്ഞു ഇങ്ങനെ ചേർത്ത് പിടിച്ചാ മതി എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ പറയാൻ എളുപ്പമാച്ചോ. അച്ഛൻ ശ്രദ്ധിച്ചോ, ഇങ്ങനെ ജീവിത പങ്കാളി കെട്ടുപോകാതിരിക്കാൻ ചേർത്ത് പിടിച്ചാൽ ഇത് തീയാണ്, പൊള്ളും. സ്നേഹിക്കാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ പൊള്ളും. സത്യസന്ധമായ സ്നേഹങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വല്ലാതെ പൊള്ളിക്കും. അത് സത്യമാണ്. ജീവിത പങ്കാളിയാകുന്ന ഭാര്യയെ സ്നേഹിക്കാൻ ഭർത്താവ് ആഗ്രഹിക്കുമ്പോൾ ആ കൈവെള്ളയിൽ നല്ല പൊള്ളലുകൾ ഉണ്ടാവും, ഇടയ്ക്ക് ഞെട്ടും. അപ്പം ഈ വിളക്ക് പുറങ്കാല കൊണ്ട് അടിച്ച് തെങ്ങിഞ്ഞോട്ടി കളയരുത്. അതാണ് പ്രശ്നം. ഇത്രയും കാര്യമായി നോക്കിയിട്ട് എന്നോട് കളിക്കുന്ന പുറങ്കാലടിച്ച് പിറ്റേ ദിവസം വീട്ടിൽ ചെല്ലുമ്പോ ഈ വിളക്കും ഈ തിരിയും കൂടെ ആ തെങ്ങിഞ്ഞോട്ടി കിടക്കുന്ന കാണാം. ഇതടിച്ച് തെങ്ങിഞ്ഞോട്ടിലിടാൻ ഇപ്പൊ എന്റെ കാലിന് ബലമുണ്ട്, ഒരൊറ്റ അടിക്ക് അവിടെ എത്തും.
പക്ഷെ ഇത് തെങ്ങഞ്ചോട്ടിലിടാനല്ല, സ്നേഹിക്കാൻ ഒരുങ്ങുമ്പോൾ ഓർത്തോ, പൊള്ളും 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 പൊള്ളുന്നതാണ് സ്നേഹം. പക്ഷെ അത് എറിയാനല്ല, അതിതിൻ്റെ പ്രകൃതി നിയമമാണ്. ചില സ്നേഹങ്ങൾ നമ്മളെ വല്ലാതെ പൊള്ളിച്ചിട്ടുണ്ട്. അവിടെയാണ് പല കുടുംബങ്ങളും വല്ലാതെ തകർന്നു പോകുന്നത്. തകർന്നു പോകാനല്ല, അത് ജീവിതത്തിന്റെ ഭാഗമാണ്. ശ്രദ്ധിച്ചോ, ഒരു കുടുംബ ജീവിതം വിജയിക്കാൻ വേറൊരു കാര്യം, സിമ്പിൾ കാര്യമുണ്ട്. മനസ്സിൽ വച്ചോണ്ടിരിക്കരുത്, മനസ്സിൽ വച്ചോണ്ടിരിക്കരുത്. പുരുഷന്മാർ അത്രയും കുഴപ്പമില്ല, സ്ത്രീകളൊന്നും മറക്കില്ല. സത്യമാണോ? നിങ്ങൾ എന്നെ ദേഷ്യത്തോടെയാണ് നോക്കുന്നത്, സാരമില്ല, ഞാൻ ഇന്ന് പോവും. ചിലപ്പോൾ എനിക്ക് നല്ല പ്രോത്സാഹനമൊന്നും ഇവിടുന്ന് കിട്ടിയെന്ന് വരത്തില്ല. യാഥാർത്ഥ്യം പറയാം, സ്ത്രീകൾ പെട്ടെന്നൊന്നും മറക്കത്തില്ല, അവരെല്ലാം മനസ്സിൽ വെക്കും. എന്നിട്ട് എന്നേലും സമയത്ത് വീണ്ടും ദേഷ്യപ്പെടും, നിങ്ങളന്ന്. അപ്പോൾ ഭർത്താവിക്കും, നീ മറന്നില്ലേ അത്? ഞാൻ അങ്ങനെ മറക്കുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട കേട്ടോ. അതിനോടൊരു ഭർത്താവാണ് പറഞ്ഞത്. ആ മനുഷ്യൻ കല്യാണം കഴിഞ്ഞ് സുഖമായിട്ടൊക്കെ ജീവിച്ചിങ്ങനെ വരുമ്പം ഭാര്യയുമായിട്ടൊരു വിഷയം ഉണ്ടായി. അപ്പോൾ ഉടനെ ഈ പുള്ളിക്കാരത്തി ആങ്ങളമാരെ വിളിച്ചു പറഞ്ഞു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്. ആങ്ങളമാരുടനെ ഇങ്ങോട്ട് വന്നേച്ച് അയാളെ കൂലിത്ത് തീർച്ച് ആ ഇടിയും കൊടുത്തു. അടിയെല്ലാം കൊടുത്ത് ഞങ്ങളെ പെങ്ങളെ തോട്ട് പോകരുതെന്ന് പറഞ്ഞ അടിച്ച് നല്ല, അതോടുകൂടി അയാൾ നന്നായി. അപ്പൊ അയാൾ പറഞ്ഞു, ഞാൻ ഇനി പ്രശ്നത്തൊന്നുമില്ല, എൻ്റെ ഒരു തെറ്റ് ക്ഷമിച്ചിരിക്കുന്നു പറഞ്ഞ് നന്നായിട്ട് ജീവിക്കുവാണ്. ആ തെറ്റ് തിരുത്തിയിട്ട് 25 വർഷത്തിലധികമായി. എത്ര വർഷമായി? ആ തെറ്റ് 25 വർഷം മുമ്പുണ്ടായ തെറ്റ് തിരുത്തിയിട്ട് 25 വർഷമായി. ഭർത്താവ് പറയാണ്, 10-25 വർഷം കഴിഞ്ഞാലും ഇന്നും എന്തേലും ഒരു ചെറിയ വിഷമം ഉണ്ടായാൽ എൻ്റെ ഭാര്യ അടുക്കളയിൽ നിന്ന് ഒരു കത്തി എടുത്തുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ ഉറഞ്ഞു തുള്ളിക്കൊണ്ട് പറയും, നിങ്ങൾ 10-25 വർഷം മുമ്പ്. അപ്പോൾ ഈ ഭർത്താവ് ചോദിക്കും, നീ ഇപ്പോഴും അതൊന്നും മറന്നില്ലേ? അപ്പോൾ ആ ഭാര്യ പറയും, ഞാനത് മറക്കൂന്ന് വിചാരിക്കേണ്ട മനുഷ്യ. ഇതെന്റെ ആക്ഷനല്ല, ആ സ്ത്രീയുടെ ആക്ഷനാണ്. ഞാനതൊന്നും മറക്കൂന്ന് നിങ്ങൾ വിചാരിക്കേണ്ട മനുഷ്യ. പുരുഷന്മാർ പെട്ടെന്ന് മറന്ന് സാധാരണ പോലെയാകും. ചിലതൊക്കെ ഓർമ്മിപ്പിച്ചാലേ ഞാനതൊക്കെ മറന്നു, ഞാനിതിപ്പോ അത് ഓർത്തോണ്ടിരിക്കുവാണോ എന്ന് ചോദിക്കും. സ്ത്രീകൾ അങ്ങനെയല്ല, അത് 35 വർഷം കഴിഞ്ഞാലും ഇപ്പോഴും അവരത് ഓർത്തോണ്ടിരിക്കും. ചിലരൊക്കെ ഓർത്തോണ്ടിരിപ്പുണ്ട്, അതായിരിക്കുന്നത്. വിഷമിക്കണ്ട, എല്ലാം ഒന്നും മറന്നിട്ടില്ല. സത്യമല്ലേ? നമുക്കെല്ലാം മറക്കാൻ പറ്റില്ല. ചിലതൊക്കെ മറന്നാലേ ചിലതൊക്കെ ആരംഭിക്കാൻ പറ്റുള്ളൂ. ചിലതൊക്കെ മനസ്സിലിട്ടോണ്ടിരുന്നാൽ സ്നേഹിക്കാൻ കഴിയത്തില്ല. ചിലത് വേസ്റ്റ് കടലാസ് പോലെയാണ്, അത് കീറി വേസ്റ്റ് ബോക്സിലിടേണ്ട കാലം കഴിഞ്ഞു. പക്ഷെ ഇന്നും അത് ഫ്രഷ് ആയിട്ട് കൊണ്ടുനടക്കാണ്. പാടില്ല. കളയേണ്ടതിനെ കളയാതെ പുതിയൊരു ജീവിതം സാധ്യമല്ല. പഴയ വീഞ്ഞിന് പുതിയ തോൽക്കുടമല്ല, പുതിയ വീഞ്ഞിന് പുതിയ തോൽക്കുടം വേണം, അല്ലെങ്കിൽ തോൽക്കുടം പൊട്ടിപ്പോവും. മറക്കേണ്ടതുണ്ട്, ഉപേക്ഷിക്കേണ്ടതുണ്ട്, സൂക്ഷിക്കേണ്ടതുണ്ട്, കരുതേണ്ടതുണ്ട്. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഒന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് കുറെ കാര്യം ഇന്ന് കുരിശിന്റെ വഴി പ്രാർത്ഥനയിലെ ഒരു വിഷയമുണ്ട്. യേശു പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ? നിങ്ങളാരും എന്നെ ഓർത്ത് കരയണ്ട. ആരാ പറഞ്ഞത്? യേശു. എത്ര വർഷം മുമ്പ്? 2000 വർഷം മുമ്പ്. അത് ഇന്ന് പ്രാക്ടിക്കലല്ലേ? നോക്കൂ, യേശു പറഞ്ഞു, നിങ്ങളാരും എൻ്റെ നെറ്റിയിൽ കൂടെ ഒഴുകുന്ന ചോര കണ്ടോ, ദേഹം മുഴുവൻ മുറിവേറ്റത് കണ്ടോ, ഈ കുരിശ് കണ്ടോ എന്ന് നിങ്ങൾ കരയണ്ട. നിങ്ങൾ പിന്നെ എന്തോർത്ത് കരയണം? നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരയുവിൻ. ഇന്ന് ചിന്തിക്കുമ്പോൾ ഓർക്കും, അയ്യോ എത്ര സത്യമാണെന്ന്. ഇന്ന് ഒരുപാട് മാതാപിതാക്കളുടെ ദുഃഖം പണമില്ലാത്തതല്ല, വീടില്ലാത്തതല്ല, കാറില്ലാത്തതല്ല, മക്കൾ കണക്ക് കൂട്ടിയതുപോലല്ല കാര്യങ്ങൾ. ഞാൻ ഈ ദേശത്തെ ഓർത്തല്ല കേട്ടോ ഇതൊന്നും പറയുന്നത്, ജനറൽ ആയിട്ടുള്ള കാര്യമാണ്. പേടിക്കേണ്ട ഒരു കാലത്താണ് ജീവിച്ചിരിക്കുന്നത്. നിങ്ങളുടേതാണ് കുഞ്ഞുങ്ങളെങ്കിലും നിങ്ങൾക്ക് പോലും കുഞ്ഞുങ്ങളെ വിശ്വസിക്കാനോ മനസ്സിലാക്കാനോ പറ്റുന്നില്ല. ഓ, എന്റെ മക്കളെന്താ ഇങ്ങനെ, ഇവരെന്താ ഇങ്ങനെ പെരുമാറുന്നേ, ഇവർക്ക് സ്നേഹമാണോ സന്തോഷമാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ
നമുക്ക് പോലും നമ്മുടെ കുഞ്ഞുങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലാത്തൊരു കാലം. മക്കളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ ഒരുപാടുണ്ട്. നിങ്ങൾ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ചിലതൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇത് ഞാൻ പറയുന്നത് നിങ്ങളെ പേടിപ്പിക്കാനല്ല. ഒരപ്പൻ പറഞ്ഞു, എന്തിനാണച്ചോ ഒരുപാട് സമ്പത്തുണ്ടാക്കിയത്? ഞാൻ ഒരുപാട് അലഞ്ഞു തിരിഞ്ഞ് കഷ്ടപ്പെട്ട് ഒരുപാട് സമ്പത്തുണ്ടാക്കി. എന്റെ മക്കളിൽ ഒരുത്തൻ പോയി. എന്റെ മകൻ ഒരുത്തൻ ഉഴപ്പനാണ്. എന്തിനാ എന്റെ സമ്പത്ത്? ഞാൻ ഉണ്ടാക്കിയതൊക്കെ അവൻ തീർക്കും. എനിക്ക് ഈ സമ്പത്ത് വേണ്ടായിരുന്നു. സമ്പത്തുണ്ടാകണമെന്ന് മാത്രമല്ല, നിങ്ങളുടെ മക്കളിൽ ഒരാൾ ശരിക്കും ഒന്ന് ഉഴപ്പിയാൽ എല്ലാം വേറെ വഴിക്ക് പോകും. മക്കൾ ഉഴപ്പിപ്പോകാൻ സാധ്യതയുള്ള ലോകത്തിലാണ് ഇന്നത്തെ സ്കൂളും ഇന്നത്തെ കോളേജും ഇന്നത്തെ ഉപരിപഠനവും എല്ലാം. മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന ഡോക്ടറായി ഈ വർഷം പുറത്തേക്ക് ഇറങ്ങി പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടറായ ഒരു മകൾ പറയുന്നു, എന്റെ ബാച്ചിൽ ഞങ്ങൾ 4 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഡ്രഗ്സ് ഉപയോഗിക്കാത്തവർ. ബാക്കി എല്ലാവരും ഡ്രഗ്സ് ഉപയോഗിക്കുന്നവരാണ്. ഞങ്ങൾ 4 പേര് ബാച്ചിന്റെ സമയത്ത് ഞങ്ങളുടെ ശരീരം കീറേണ്ടവർ, ഓപ്പറേഷൻ നടത്തേണ്ടവർ, മരുന്ന് തരേണ്ട നിങ്ങൾ ഡ്രഗ്സിനായാൽ എന്ത് ധൈര്യത്തിന് ഞങ്ങൾ ഒരു ഓപ്പറേഷന് തയ്യാറായി നിൽക്കും? സത്യമല്ലേ? മെഡിക്കൽ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികൾ പറയുന്നു, ഞങ്ങളുടെ കൂടെയുള്ളവർ, സുഹൃത്തുക്കൾ, പെണ്ണായാലും ആണായാലും ഡ്രഗ്സ് ഉപയോഗിക്കുന്നു. തിരുവനന്തപുരത്ത് യാത്ര പോകുന്ന ഒരു മനുഷ്യൻ ബേക്കറിയിൽ വെള്ളം കുടിക്കാൻ നിൽക്കുമ്പോൾ, അത് CSI സഭയിലെ ഒരച്ഛനാണ്. വെള്ളം കുടിക്കാൻ നിൽക്കുമ്പോൾ കാണുവാണ് ഒരു പെൺകുട്ടി ഒരു മദ്യക്കുപ്പിയുമായി ബേക്കറിയിൽ കയറി വന്നു. കടലാസ് കൊണ്ട് പോലും അത് പൊതിഞ്ഞിട്ടില്ല. ആ കടയിൽ നിന്ന് ഒരു കുപ്പി വെള്ളം വേണമെന്ന് ആവശ്യപ്പെട്ട് ഇറങ്ങി കാറിലോട്ട് കയറാൻ നോക്കും. അപ്പോൾ അച്ഛൻ ചിന്തിച്ചു, ഒരു പുരുഷനാണെങ്കിൽ ഒരു കടലാസ് കൊണ്ടെങ്കിലും ആ കുപ്പി പൊതിഞ്ഞു പിടിച്ച് കൊണ്ടുപോകും. ഇതാ ഒരു 10-25 വയസ്സ് താഴെ ഒരു പെൺകുട്ടി മദ്യക്കുപ്പി പൊതിയാതെ കയ്യിൽ പിടിച്ച് ഒരു കൂസലമില്ലാതെ വന്ന് മേടിച്ചു പോകുന്നു. കാലം മാറി, കോലം മാറി, രീതി മാറി, ചിന്തകൾ മാറി, നിലപാടുകൾ മാറി. അപകടമുള്ള ഒരു സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. അപകടമുള്ള, കൊറോണയേക്കാൾ അപകടമുള്ള ഒരു സാഹചര്യമുണ്ട്. നിങ്ങൾക്കറിയുമോ, മക്കൾ മരിച്ചു പോകണമെന്ന് പ്രാർത്ഥിക്കുന്ന അപ്പന്മാരുണ്ട്. മക്കൾ വേണ്ടായിരുന്നു എന്ന് ചിന്തിക്കുന്ന അമ്മമാരുണ്ട്. ഞാൻ നിങ്ങളോട് ആദ്യ ദിവസം പറഞ്ഞതാണത്. മക്കളില്ലാത്തൊരമ്മ സങ്കടത്തോടെ നിൽക്കുമ്പോൾ 3 മക്കളുള്ള മറ്റൊരമ്മ ചെന്ന് പറയാണ്, നീ മക്കളില്ലാത്തതിനെ ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട, മക്കളില്ലാതിരിക്കാൻ നല്ലത്. എനിക്ക് 3 എണ്ണം ഉണ്ട്, 3 തലവേദനയാണ്. മക്കൾ പലർക്കും തലവേദനയാണ്, മക്കൾ വേദനയാണ്. ഒരു കല്യാണത്തിന് പോലും മക്കളെ കൊണ്ട് പോകാൻ പറ്റില്ല. ഒരു പള്ളിപ്പെരുന്നാളിന് പോലും മക്കളെ കൊണ്ട് പോകാൻ പറ്റില്ല. എല്ലാവർക്കും പരാതിയാണ്, നിങ്ങളുടെ കൊച്ച് അങ്ങനെയാണ്, നിങ്ങളുടെ മകൻ അങ്ങനെയാണ്, ഇവിടെ ഇങ്ങനെ ചെയ്തു, അതുപോലെ പ്രവർത്തിച്ചു. നിങ്ങളുടെ കൊച്ചിനെ എന്റെ വീട്ടിൽ നിന്ന് എത്രയും പെട്ടെന്ന് കൊണ്ടുപോകണം. ഈ വീട്ടിൽ ഇവിടെ കിടക്കാൻ പറ്റത്തില്ല, സൗകര്യം ഉണ്ടെങ്കിലും പറ്റില്ല. നമുക്ക് മാതാപിതാക്കൾക്ക് അത് വേദനയാണ്. വേദന, മക്കൾ വേദനയാണ്. മക്കൾ വേദനയാകുമ്പോ മാതാപിതാക്കളായവരും മാതാപിതാക്കളാകാനുള്ളവരുമുണ്ട് ഇവിടെ. ശ്രദ്ധിക്കണം, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവത്തിൽ വളർത്തണം. ദൈവത്തിൽ വളർന്നാൽ അവർ തലവേദനയാവില്ല, അവർ അനുഗ്രഹമായി മാറും. എന്നാൽ പലരും പരാജയപ്പെടും. എല്ലാത്തിനും A+ കിട്ടണം എന്ന് മാത്രമേ അവർ ചിന്തിക്കുന്നുള്ളൂ. അവർ ദൈവത്തിൽ വളരുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നില്ല. അവർ ദൈവത്തിൽ വളരാൻ ദൈവത്തിന്റെ വചനം വായിക്കണം, പഠിക്കണം, വിശ്വാസത്തിൽ വളരണം. അവർ നശിച്ചു പോകത്തില്ല. അതിന്റെ ഒരു കുറവ് നമ്മുടെ സമുദായത്തിലും കൂട്ടായ്മയിലും ഉണ്ട്. തർക്കമില്ലാത്ത യാഥാർത്ഥ്യമാണ്. ഞാൻ ഒരു ഉദാഹരണം പറയാണ്. ഒരുപക്ഷെ നിങ്ങൾ കേട്ട് കാണും. ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ജീവിതാനുഭവത്തിൽ നിന്ന് പറഞ്ഞൊരു കാര്യം. പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നു, ഞാൻ നൈറ്റ് ഡ്യൂട്ടിക്ക് പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ ഞാനും വേറെ 2 സഹപ്രവർത്തകരായ പോലീസുകാരുമുണ്ട്. ബാക്കി പോലീസുകാരെല്ലാം പകലത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ പോയി. അപ്പോൾ അവർ കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ വീട്ടിൽ നിന്ന് പാത്രത്തിൽ കൊണ്ടുവന്നിട്ട് അവർ സ്റ്റേഷനിൽ നൈറ്റ് ഡ്യൂട്ടിക്ക് ഇരിക്കുമ്പോൾ സന്ധി കഴിഞ്ഞ് ഒരു ഫോൺ കോൾ സ്റ്റേഷനിലേക്ക് വരികയാണ്. ഫോൺ എടുത്തപ്പോൾ ഒരു അമ്മയുടെ ഭയങ്കരമായ കരച്ചിൽ, ഏങ്ങലടിച്ച് കരഞ്ഞിട്ട് ആ അമ്മ പോലീസുകാരോട് പറയുന്നു, എന്റെ മകൻ എന്നെ കൊല്ലും സാറേ, എന്റെ മകൻ എന്നെ കൊല്ലും സാർ. ഇത് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഈ പോലീസുകാർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നുമല്ല മറുപടി. എന്റെ മകൻ എന്നെ കൊല്ലും, സാർ ഇവിടെ വരണം, സാറന്മാരിവിടെ വരണം എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത് നിന്ന് ഏതോ ഒരു മനുഷ്യൻ ലോകത്ത് കേട്ടിട്ടില്ലാത്ത പുളിച്ച തെറികൾ പറയുന്നത് ഇവർക്ക് ഈ ഫോണിലൂടെ കേൾക്കാം. അപ്പോൾ ഈ സാർ ചോദിച്ചു, നിങ്ങളുടെ വീട് എവിടെയാണ്, സ്ഥലം എവിടെയാണ്? അതൊന്നും പറയാൻ ഒക്കുന്നതിന് മുമ്പ് ഈ ഫോൺ വെച്ചു. ഫോൺ വെക്കുകയോ കളയുകയോ ബ്ലോക്ക് ചെയ്യുകയോ ചെയ്തു.
പോലീസുകാരുടെ സംവിധാനം ഉപയോഗിച്ച് ഈ കോളിന്റെ ഈ വന്ന സ്ഥലം അന്വേഷിച്ച് ഇവർ വീട്ടിൽ ചെല്ലുമ്പോൾ കാണുന്നത് ഡിഗ്രിക്ക് പഠിക്കുന്ന മകൻ, ലഹരിക്ക് അടിമയായ മകൻ സ്വന്തം അമ്മേനെ അടിച്ചുപദ്രവിക്കുന്ന, കഴുത്തിന് കയറി ഞെക്കിപ്പിടിച്ച് ഭിത്തിയോട് ചേർത്ത് ഇങ്ങനെ ഞെക്കിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന രംഗമാണ് പോലീസ് വണ്ടി കൃത്യമാരുടെ വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ കാണുന്നത്. എന്നിട്ട് ഈ മകൻ പോലീസുകാരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അമ്മയോട്, ഇവറ്റകളെ വിളിച്ചു വരുത്തിയത് തള്ളയാണോ എന്ന് ചോദിച്ചു. നിങ്ങളെ വിളിച്ചു വരുത്തിയത്? അതിനുശേഷം അവർ പറഞ്ഞു, 1/4 മണിക്കൂർ എടുത്തു ഞങ്ങൾ 2 പേർ അവനെ ഒന്ന് പിടിച്ച് മെരിക്ക് വണ്ടിക്കകത്ത് കയറ്റാൻ. ഒരു മനുഷ്യനെ 2 പുരുഷന്മാർ 2 പോലീസുകാർ വിചാരിച്ചിട്ട് അവനെ പിടിച്ചവൻ മെരുങ്ങുന്നില്ല, അവൻ ഒതുങ്ങുന്നില്ല, പിടിച്ചാൽ കിട്ടുന്നില്ല. അവൻ അസാധാരണ ആരോഗ്യം, പിടിക്കുന്നിടത്ത് നിൽക്കുന്നില്ല. 2 പേർ നോക്കിയിട്ട് പിന്നെ അയൽവാസികൾ വരുത്തേണ്ടി വന്നു ഇവനെ പിടിച്ചു പോലീസ് വണ്ടിക്കകത്ത് കയറ്റാൻ. അങ്ങനെ ലോക്കപ്പിൽ കൊണ്ടുപോയി ഇവരെ ഇട്ടിട്ട് സന്ധ്യയായപ്പോൾ, രാത്രിയായപ്പോൾ ചോദിച്ചു, നിനക്ക് ചോറ് വല്ലതും വേണോ, ഭക്ഷണം വേണോ? അപ്പോൾ ഇവൻ പറഞ്ഞ ഒരു ചോദ്യം, സാറേ എനിക്ക് ചോറ് വേണ്ട, എനിക്കൊരു ബീഡി മേടിച്ചെന്നാ മതി, ഒരു ബീഡി. അപ്പോൾ ഇവൻ പറഞ്ഞു, പോലീസുകാരെ പറഞ്ഞു, എനിക്ക് പോലീസ് സ്റ്റേഷൻ ബീഡി ഒന്നുമില്ല, നിനക്ക് ചോറ് വേണേ ഞാൻ തരാം, ഭക്ഷണം തരാം. അപ്പൊ ഇവൻ കരഞ്ഞു കാലി പിടിക്കുന്ന പോലെ ചോദിക്കുവാണ്, സാറേ ഞാൻ വേറൊന്നും ചോദിച്ചില്ലല്ലോ, ആ കടയിൽ നിന്ന് സാറ് പറ്റുമെങ്കിൽ എനിക്കൊരു ബീഡി മേടിച്ചോണ്ട് വാ, എന്റെ എല്ലാ പ്രശ്നവും ഒരു ബീഡി വലിച്ചാൽ തീരും എന്ന് പറയുന്നു. അവര് കൊടുത്തില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ അവർ കണ്ടത് പോലീസ് സ്റ്റേഷന്റെ ഭിത്തിയിൽ ഈ ലോക്കപ്പിൽ കിടന്നുകൊണ്ട് ഈ പ്രതി, ഈ ചെറുപ്പക്കാരൻ സ്വന്തം തല ഭിത്തിയിൽ ഇടിച്ച് പൊട്ടിക്കുകയാണ്. ഭിത്തിയിൽ ഇടിച്ച് പൊട്ടിക്കാൻ കണ്ടു നിൽക്കുന്നവർക്ക് സഹിക്കാൻ പറ്റാത്ത വിധത്തിൽ തലയിടിച്ച് പൊട്ടിക്കുകയാണ്. അപ്പോൾ ഇവർ ലോക്കപ്പ് തുറന്ന് ഇവനെ പിടിച്ച് കെട്ടിയിട്ടപ്പോ പോലും ഇവർക്ക് ഭയം തോന്നി. അയൽവാസികളായ കുടുംബക്കാരെ, അയൽവാസി താമസിക്കുന്ന ആൾക്കാരെ, ആണുങ്ങളെ, പുരുഷന്മാരെ വിളിച്ച് സ്റ്റേഷനിൽ വന്നിട്ട് കയറുകൊണ്ട് ഇവനെ കെട്ടിയിട്ടിട്ട് ഗവൺമെന്റ് ആശുപത്രിയിലെ ഡോക്ടറെ വിളിച്ചു വരുത്തി ഇഞ്ചക്ഷൻ ചെയ്ത് ഇവനെ മയക്കി ഉറക്കി. എന്നിട്ട് പോലീസുകാർ ചോദിച്ചു, ഇവൻ മരിച്ചു പോവോ, എന്താ വിഷയം? ഡോക്ടർമാർ പരിശോധിച്ചിട്ട് ഗവൺമെന്റ് ആശുപത്രി ഡോക്ടർ പറയാണ്, ഇവൻ ലഹരിക്കടിമയാണ്, സമയത്ത് കിട്ടാത്തതിന്റെ വെപ്രാളമാണ്, ഉറങ്ങി തെളിയുമ്പോൾ തൽക്കാലത്തേക്ക് ഓക്കെ ആയിരിക്കും എന്ന് പറഞ്ഞു. ഇത് ഒരു കുടുംബത്തിന്റെ ഭാവിയായി രക്ഷകനായി മാറേണ്ടവന്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. ഒരു അമ്മയുടെ സങ്കടമാണ്. വേറൊരു അമ്മ എൻ്റെ അടുത്ത് വന്ന്, മകൻ പഠിക്കുന്നത് മൈസൂരാണ്, പക്ഷെ ആ മകൻ അമ്മ പ്രാർത്ഥിക്കുന്നു, എൻ്റെ മകൻ മരിച്ചു പോയാൽ മതിയായിരുന്നു അച്ഛോ, എൻ്റെ മകൻ മരിക്കാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കുക, അവൻ എനിക്ക് വേണ്ട, അവൻ മൈസൂരിൽ നിന്ന് വരുവാന്ന് പറയുമ്പം അടുക്കളയിൽ നിൽക്കുന്ന എൻ്റെ ചങ്ക് പേടി കൊണ്ട് പിടയ്ക്കും. എനിക്ക് അവൻ്റെ മകനെ പേടിയാണ്, മകനെ പേടിക്കുന്ന അമ്മ. ഞാൻ എന്താണ് പേടിക്കാൻ കാരണം? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അവൻ ബൈക്ക് ഓടിച്ച് വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നപ്പോൾ അവൻ പറഞ്ഞു, ടയർ മാറണം, ടയർ തേഞ്ഞു തീർന്നു. സാധാരണ ടാപ്പിംഗ് തൊഴിലാളിയായ റബ്ബർ വെട്ടുന്ന അപ്പൻ, വേറെ പലർക്കും റബ്ബർ വെട്ടി വീട്ടിലെ കുറച്ച് റബ്ബറും വെട്ടുന്ന, അതുകൊണ്ട് ഉപജീവനം നടത്തുന്ന അപ്പൻ, ആ അപ്പൻ ഇവനെ പഠിപ്പിക്കുന്നത് പോലും ഈ ചെറിയ കൂലിവേല കൊണ്ട് കിട്ടുന്ന പൈസ കൊണ്ടാണ്. അവൻ അവിടെ പോയി ലഹരിക്ക് അടിമപ്പെട്ട് ജീവിച്ചു. എന്നിട്ട് അവൻ വന്നിട്ട് വെപ്രാളവും ബൈക്കിന് ടയർ വേണം, ഗ്ലാസ് മാറണം എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയപ്പോൾ അമ്മ മകനോട് പറഞ്ഞു, മോനെ, പപ്പായുടെ കയ്യിൽ ഇപ്പൊ പൈസ ഇല്ല, നീ ഇപ്പൊ ഒരു കാര്യം ചെയ്യേ, ഇവിടുന്ന് ബസ്സിന് നീ മൈസൂർക്ക് പോ, വണ്ടി ഇവിടെ ഇരിക്കട്ടെ, നീ 1 മാസം കഴിഞ്ഞ് വരുമ്പോ ടയർ മാറ്റി ഞാൻ പണിയൊക്കെ എടുപ്പിച്ച് വച്ചേക്കാം. അവൻ അത് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് മുറ്റത്ത് കിടന്ന ഒരു തൂമ്പാക്കായി എടുത്ത് വീടിന്റെ എല്ലാ ജനലും അവൻ അടിച്ചങ്ങ് പൊട്ടിച്ചു. ഫ്രിഡ്ജ്, TV, അലക്ക് മെഷീൻ ഉണ്ടായിരുന്നതെല്ലാം അടിച്ച് താവിട് പൊടിയാക്കി അവൻ മൈസൂർക്ക് പോയി ആ ബൈക്ക് എടുത്ത്. പിന്നീട് അമ്മ പറയുന്നു, ഈ മകൻ ബൈക്കിൽ എന്തെങ്കിലും അപകടം പറ്റി മരിച്ചാൽ മതിയായിരുന്നു, അവനെ എനിക്ക് ഭയമാണ്, എനിക്ക് പേടിയാണ്. സ്വന്തം മക്കൾ മരിച്ചു പോകണമെന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരമ്മ. അപ്പോൾ നിങ്ങൾ വിധിക്കരുത്, ചിന്തിക്കരുത്, അമ്മ എന്തൊരു അമ്മയാണ്. മടുത്തിട്ടാണ്, സ്നേഹമില്ലാഞ്ഞിട്ടല്ല, പേടിച്ചിട്ടാണ്. മക്കളെ പേടിക്കുന്ന അമ്മമാർ ഒന്നല്ല, ഒരുപാട്. വേറൊരു പെൺകുട്ടിയെ കൊണ്ടുവന്നിരിക്കുന്നു, കാറയിലിരുത്തി. സമൂഹത്തിൽ നല്ല വിലയും നിലയുമുള്ള ജീവിക്കുന്ന ഒരു കുടുംബത്തിലെ മകളെ കൊണ്ടുവന്നിരിക്കുകയാണ്. എന്തിനാണെന്നറിയോ ചോദിച്ചത്? അച്ഛാ, ഈ പുരുഷന്മാര്, ആണുങ്ങൾ മദ്യപാനിയോ ലഹരിക്കടിമയോ ഒക്കെ ആയാൽ ചികിത്സിക്കുന്ന സ്ഥലമുണ്ട്. ഈ പെൺകുട്ടികൾ മദ്യപാനത്തിനും ലഹരിക്കടിമയായാൽ അവരെ ചികിത്സിക്കുന്ന ഏതെങ്കിലും സ്ഥലം
ഇവിടെയോ കർണാടകയിലോ തമിഴ്നാട്ടിലോ എവിടെയേലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരാവോ? അപ്പോൾ അമ്മ ഇത് പറയുമ്പോൾ, നല്ല വലിയ വില കൂടിയ കാറിനൊക്കെ വന്നിരിക്കുന്ന അമ്മ ഇത് സങ്കടത്തോടെ ഇത് പറയുമ്പോൾ, മകളെ കോളേജിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന് വണ്ടിയിരുത്തിയിരിക്കുകയാണ്. ബോധമില്ലാതെ എവിടെയാന്ന് സ്ഥലകാല ബോധമില്ലാതെ ഒരു പെൺകുട്ടി ഇരിക്കുന്നു കാറിൽ. എന്നിട്ട് അന്വേഷിക്കുകയാണ് അമ്മ അപ്പനും, പെൺമക്കൾ മദ്യപാനത്തിന്റെ ലഹരിക്കടിമ എവിടെ കൊണ്ട് ചികിത്സിക്കും, എവിടെ കൊണ്ട് ഇതിനെ മാറ്റും? സങ്കടപ്പെടുന്ന അമ്മമാർ. യേശു പണ്ടേ പറഞ്ഞു, നിങ്ങൾ ആരും എന്നെ ഓർത്ത് കരയണ്ട, നിങ്ങളുടെ മക്കളെ ഓർത്ത് കരയുവിൻ. സത്യമാണത്. പല സ്ഥലത്തും അത് പേടിപ്പിക്കുന്നതാണ്. നിങ്ങളും ഒരുപാട് ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കണം. ഇവിടെയുള്ള ഒരുപാട് മക്കൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഇവിടുത്തെ ഓർത്തല്ല ഞാനിത് പറയുന്നത്. നമ്മുടെ മക്കൾ നല്ലവരാണെങ്കിലും ലോകം അത്രയും നല്ല രീതിയിലല്ല പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇരിക്കുന്ന ഓരോ അപ്പച്ചനും അമ്മച്ചിമാരും മക്കൾ മാതാപിതാക്കളാകാൻ ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ടല്ലോ. ഇനി ഒരു കാര്യം കേൾക്കണം. മക്കളെല്ലാത്തിനും A+ മേടിച്ച് ഇങ്ങനെ അങ്ങ് വരുന്നത് കാണുമ്പോൾ എന്റെ കൊച്ചങ്ങ് ഡോക്ടറാകും, എന്റെ കൊച്ചങ്ങ് എഞ്ചിനീയർ ആകും എന്നങ്ങനെ. അത് മാത്രമല്ല, അവർ ദൈവത്തിൽ വളരുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. ഉദാഹരണം പറയാണ്, സ്കൂളിൽ പഠിപ്പിക്കുന്ന, ഹൈസ്കൂളിൽ പഠിപ്പിക്കുന്ന സാറും ടീച്ചറുമാണ് അപ്പനും അമ്മയും. കോളേജിൽ പഠിപ്പിക്കുന്നവരാണ് അപ്പനും അമ്മയും. 2 ആമക്കളാണ് അവർക്കുള്ളത്. മൂത്ത മകൻ എല്ലാത്തിനും A+. അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം മക്കൾ A+ കിട്ടുന്നത് ഭയങ്കര ഭാഗ്യമല്ലേ? പക്ഷെ അവർക്ക് 2 പേർക്കും വിശ്വാസവും പ്രാർത്ഥനയില്ല. മക്കളെ പള്ളി വിടുന്നതിന് പോലും അവരെതിരാണ്. ഭയങ്കരമായി അവർക്ക് ദേഷ്യമാണ്. കുടുംബത്തിൽ സന്ധ്യാപ്രാർത്ഥനയില്ല. മക്കൾ സ്കൂളിലെ വിഷയങ്ങൾക്കെല്ലാം ഭയങ്കര മാർക്കാണ്. 10ാം ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയത് ആ വീട്ടിലെ ഈ ടീച്ചറിന്റെയും സാറിന്റെയും മകനാണ്. അപ്പോൾ അയൽവാസികൾ ചോദിച്ചു, അയ്യോ, ഈ സാറും ടീച്ചറൊന്നും ഒരു പള്ളിയിൽ പോകും പ്രാർത്ഥന ഇല്ലാഞ്ഞിട്ട് മക്കളൊക്കെ എടുക്കരാ. ഞങ്ങൾ ഈ പള്ളിയിൽ പോകും പ്രാർത്ഥന ഉണ്ടായിട്ട് ഞങ്ങളുടെ മക്കളാണ് ജയിക്കുന്നുമില്ല, മാർക്കുമില്ല. ഇവർക്കൊക്കെ വലിയ വീട്, വലിയ കാറ്, വലിയ സൗകര്യങ്ങൾ, മക്കൾക്കാണ് A+. ആരും കേട്ടപ്പോൾ പെട്ടെന്ന് അത്ഭുതം തോന്നും, ഇവരൊക്കെ എന്ത് പ്രാർത്ഥിച്ചിട്ടാ? ഈ ടീച്ചർ തന്നെ ചിലപ്പോ പറയും, ഞങ്ങളൊക്കെ വലിയ പ്രാർത്ഥിച്ചിട്ടൊന്നും അല്ല കേട്ടോ വീടുണ്ടാക്കിയത്, ഞങ്ങൾ വലിയ പ്രാർത്ഥിച്ചിട്ടൊന്നും അല്ലോ കൊച്ചിന് നല്ല മാർക്ക്. അതൊക്കെ എന്ന് പറഞ്ഞ് അവർ ദൈവത്തെ മഹത്വപ്പെടുത്താറില്ല. +2-നും ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയപ്പം സ്ഥലത്തെ റോഡുകളിലൊക്കെ 3-4 സ്ഥലങ്ങളിൽ ഫ്ലക്സ് ഉണ്ടായിരുന്നു കൊച്ചിന്റെ ഫോട്ടോ വെച്ച്. അഭിനന്ദന പ്രവാഹം, പഞ്ചായത്തിന്റെ ഹാളിൽ സ്വീകരണം, പള്ളിയിൽ സ്വീകരണം, അവിടെ സ്വീകരണം. വീട്ടിൽ വന്ന ആളുകൾ അനുമോദനം അർപ്പിച്ചിട്ട് പറഞ്ഞു, ഇന്നതുപോലെ വിട്, അവൻ എന്ത് ചെയ്താലും അവൻ ആഗ്രഹം ബാംഗ്ലൂർ പോയി പഠിക്കണം. അതിലെന്തോ ഒരു വലിയ വിഷയമൊക്കെ പറഞ്ഞ് അത് പഠിക്കാൻ പോയി. ബാംഗ്ലൂരിൽ അപ്പനും അമ്മയും പഠിക്കാൻ വേണ്ടി പോയി കൊണ്ടുവിടാൻ വേണ്ടി സുഹൃത്തുക്കളുടെ വഴിയായിട്ട് ഇവർ പോകുന്നു. അവിടെ ചെന്ന് കുടുംബക്കാരുമായി ബന്ധപ്പെട്ട ഒരു ഗാർഡിയനെ അവിടെ നിയോഗിക്കുന്നു. അച്ഛന്മാരൊക്കെ നോക്കി നടത്തുന്ന ഒരു ഹോസ്റ്റലിൽ ചേർക്കുന്നു. 3 മാസമോ 6 മാസമോ കഴിയുന്നതിന് മുമ്പ് കർണാടകയിൽ പഠിപ്പിക്കാൻ വിട്ടവനെ തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. നല്ല അടി കിട്ടുന്നു, ജയിലിൽ കിടക്കുന്നു. പേപ്പറിൽ പിക്ചർ വരുന്നു, കഞ്ചാവ് കേസിൽ പിടിച്ചിരിക്കുന്നു. ലഹരിയുമായി തമിഴ്നാട് ട്രാൻസ്പോർട്ട് ബസ്സിൽ വെച്ച് ഇവനെ പിടികൂടി. കർണാടകയിൽ പഠിക്കാൻ വിട്ടവൻ തമിഴ്നാട് ബസ്സിൽ വെച്ച് പിടികൂടി. പേപ്പറിൽ വന്നു. ഇവിടുന്ന് വാഹനങ്ങൾ എടുത്ത് കുടുംബക്കാർ സ്വന്തക്കാരെല്ലാം കൂടെ വിട്ടു. ദൂരെ എന്താ കൊച്ചിനെ പറ്റിയെന്നറിയാൻ. അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത് 6 മാസം തികയുന്നതിന് എല്ലാത്തിനും A+ കിട്ടിയവൻ തമിഴ്നാട്ടിൽ നിന്ന് കഞ്ചാവ് കൊണ്ടുവന്ന് കർണാടകയിൽ അവന്റെ കോളേജിൽ കൊണ്ടുപോയി കൊടുക്കുന്ന ഏജന്റായി മാറി. കുറെ പൈസയൊക്കെ അവൻ ഉണ്ടാക്കി. തമിഴ്നാട് പോലീസ് അടിച്ചു, നല്ല അടി കിട്ടി. പണ്ടത്തെ ശരീരമൊക്കെ പോയി, ഇപ്പൊ ആകെ മെലിഞ്ഞ് ക്ഷീണിച്ച് കവളൊട്ടി. ആരോഗ്യം ഇപ്പോൾ നല്ല മെച്ചമല്ല. നല്ല അടി കിട്ടി. അവന്റെ ബോഡി വീക്കായി പോയി. ഇപ്പോൾ സ്കൂളോ പഠനമോ ഒന്നുമില്ലാതെ വെറുതെ വീട്ടിലിരിക്കുന്നു. ഇന്ന് അമ്മ റോട്ടിൽ കൂടെ നടക്കുന്നവരോട് പോലും പറയും, ഞങ്ങളുടെ കൊച്ചിനു വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. നിങ്ങൾ എവിടെ പോവുക, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പോഴായി ടീച്ചറാ പറഞ്ഞത്, 10-20 വർഷം പ്രാർത്ഥിക്കാത്തതിന്റെ കുറവ് 10-20 വർഷം കഴിഞ്ഞപ്പോഴാ ഞങ്ങളുടെ ജീവിതത്തിൽ മനസ്സിലായത്. പ്രാർത്ഥനയുടെ കുറവ്, ഇന്ന് പ്രാർത്ഥിക്കാത്തതിന്റെ കുറവ് ചിലപ്പോൾ 25 വർഷം കഴിയുമ്പോഴായിരിക്കും ഒരാൾ തിരിച്ചറിയുന്നത്. ഇന്ന് പ്രാർത്ഥിക്കുന്നതിന്റെ ഗുണമോ 10 വർഷം കഴിയുമ്പോൾ വിതച്ചത് കൊയ്യും എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ വിതയ്ക്കുന്നത് പ്രാർത്ഥനയാണ്.
നിങ്ങൾ വിതയ്ക്കുന്നത് ആരാധനയാണ്, നിങ്ങൾ വിതയ്ക്കുന്നത് ദൈവത്തോടുള്ള ഭക്തിയാണ്. വിതച്ചത് കൊയ്യും. ഉദാഹരണം, നിങ്ങളുടെ കൈകളിൽ 2 പച്ചമുളകിന്റെ അരി ഇരിപ്പുണ്ട് എന്നിരിക്കട്ടെ. നിങ്ങളത് ഇടുന്നു, അത് മുളയ്ക്കുന്നു, വലുതാകുന്നു. നിങ്ങളുടെ 2 പച്ചമുളകല്ല അതിൽ നിന്ന് പറിച്ചെടുക്കുന്നത്. അതിൽ നിന്ന് നിങ്ങൾ 50-ലധികം പച്ചമുളക്, ഇഷ്ടം പോലെ 1/2 കിലോ എങ്കിലും പച്ചമുളക് സമയമെടുത്ത് പറിച്ചെടുക്കും. വിതച്ചതോ 2 അരി, കൊയ്തതോ ഒരുപാട്. വിതച്ചത് കൊയ്യും. നിങ്ങളൊരു പയറിട്ടാൽ ഒരു പയറല്ല പറിക്കുന്നത്, 10-20 പയർ അതിൽ നിന്ന് പറിച്ചെടുക്കും. വിതച്ചതെന്തോ അത് കൊയ്യും. ഈ കുമ്പഴ ദേശത്ത് ഇപ്പോൾ ഈ ആരാധനയിൽ പങ്കെടുത്ത നിങ്ങൾ ഈ 3 ദിവസം വിതച്ചത് ആരാധനയാണ്. ഇപ്പോൾ നിങ്ങൾ വിതച്ചത് പ്രാർത്ഥനയാണ്. നിങ്ങൾ വിതച്ചത് കൊയ്യും. ഇതാ ഒരു അധ്യാപകന്റെ മക്കൾക്ക് വേണ്ടി വിതച്ചത് മാർക്ക്, ജോലി, അത് മാത്രമേ വിതച്ചിട്ടുള്ളൂ. അതുകൊണ്ട് കൊയ്തത് വേറൊന്നാണ്. നാശം കൊയ്തു. വിതച്ചത് ദൈവാനുഗ്രഹമാണെങ്കിൽ അത് കൊയ്യും. അത് കൊയ്യും. എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ ആരുമല്ല എങ്കിലും നിങ്ങൾ പ്രാർത്ഥനയാണ് വിതയ്ക്കുന്നതെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ അനുഗ്രഹം നിങ്ങൾ കൊയ്യും. അനുഗ്രഹം കൊയ്യും. ഒരു ഉദാഹരണം കേട്ടോ. നിങ്ങൾ നല്ല ഹോട്ടലുകളിലൊക്കെ ഭക്ഷണം കഴിക്കാനൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ ഈ സ്ഥലത്തെ ഏറ്റവും നല്ല ബിരിയാണി കിട്ടുന്ന ഒരു സ്ഥലം വെറുതെ മനസ്സിലിരിക്കട്ടെ. നിങ്ങൾ ബിരിയാണി കഴിക്കാൻ പോകുമ്പം നമ്മൾ അവിടെ ബിരിയാണി ഓർഡർ ചെയ്യും, 4 ബിരിയാണി. അപ്പോൾ അവർ ആദ്യം എന്തുകൊണ്ട് വെക്കും? ഒരു ഗ്ലാസും ഒരു പാത്രവും കൊണ്ട് വെക്കും. നല്ല വെള്ള പാത്രവും വെള്ള ഗ്ലാസും, നല്ല വൃത്തിയുള്ളത്. 5-10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത ബിരിയാണി വരും. ഭക്ഷിക്കുമ്പോൾ നല്ല ടേസ്റ്റ്. ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ നമ്മൾ അതിന്റെ ബില്ല് വരും. നമ്മൾ പരസ്പരം പറയും നല്ല ബിരിയാണി ആയിരുന്നു, നല്ലതാണെന്നും പറഞ്ഞ് നമ്മൾ കാറയിലോട്ട് കയറി പോകും. നമ്മൾ എന്തൊക്കെയാ കണ്ടിട്ടുള്ളൂ? വെള്ളപ്പാത്രം, വെള്ള ഗ്ലാസ്, നല്ല ബിരിയാണി, അതിന്റെ റേറ്റ്, ഇതൊക്കെ കണ്ടിട്ടുള്ളൂ. ഈ ഹോട്ടലിന് ഒരു അടുക്കളയുണ്ട്. അവിടെ കുറെ കരിപിടിച്ച പാത്രങ്ങളുണ്ട്. മണിക്കൂറോളം ഗ്യാസിന്റെ മേലെയുള്ള തീയിലിരുന്ന് പഴുത്ത ചെമ്പിനകത്തുന്ന ഈ ബിരിയാണി ഉണ്ടായത്. അതിന്റെ എല്ലാം വക്ക് കൂടിയതും കരി പിടിച്ചതും ഒക്കെയാണ്. അങ്ങനെ ഒരുപാട് കരി പിടിച്ച പാത്രങ്ങൾ, വക്ക് കൂടിയതും ഭംഗിയില്ലാത്തതും പാത്രങ്ങൾ ആ അടുക്കളയിലുണ്ട്. അതിൽ നിന്നാണ്, ആ സഹനത്തിൽ നിന്നാണ് ഈ നല്ലതൊക്കെ വന്നത്. നിങ്ങൾ ഒരുപക്ഷെ ഇന്ന് വിഷമിക്കുന്നു, വേദനിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ പാത്രങ്ങൾ പോലെയാണ്. നിങ്ങളിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ടൊരു തലമുറ പുറത്തു വരും. ഇന്ന് ആരുടെയെങ്കിലും ഒക്കെ മക്കൾ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആരൊക്കെയോ ദൈവസന്നിധിയിൽ ഒരുപാട് വിതച്ചതുകൊണ്ടാ. അനുഗ്രഹം വിതച്ചാൽ അനുഗ്രഹം കൊയ്യും. പ്രാർത്ഥന വിതച്ചാൽ ദൈവാനുഗ്രഹം കൊയ്യും. ആരാധന വിതച്ചാൽ വിടുതൽ കൊയ്യും. വിതച്ചത് കൊയ്യും. ഗലാത്യ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്, നീ വിതച്ചത് കൊയ്യും. കൊയ്യും. പറഞ്ഞേ ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി ഒന്ന് ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നിങ്ങൾ കേട്ട കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി നല്ലത് വിതയ്ക്കണം. നിങ്ങൾ വിതച്ചാൽ നിങ്ങളുടെ കുടുംബത്തിന് അനുഗ്രഹമാണ്. അത് നന്മയായി വളരും. നിങ്ങൾ പ്രാർത്ഥനയുടെ ചുവടുകളാ വയ്ക്കുന്നതെങ്കിൽ അതേ ചുവടുകളിൽ കാലുറപ്പിച്ച് നിങ്ങളുടെ മക്കൾ കയറി വളർന്നു വരും. നിങ്ങൾ പ്രാർത്ഥനയില്ല, വിശ്വാസമില്ല, ദൈവാരാധനയില്ലാത്ത ചുവടുകളാണ് വയ്ക്കുന്നതെങ്കിൽ അവർ ദൈവത്തിൽ നകലുന്ന ചുവടുകൾ ജീവിതത്തിൽ വയ്ക്കും. നിങ്ങൾ വയ്ക്കുന്ന ചുവടുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ ഇന്ന് ഇവിടെ ഇരിക്കുന്ന, അകത്തും പുറത്തും ഇരിക്കുന്ന നിങ്ങൾ ഈ മണിക്കൂറോളം വച്ചിരിക്കുന്ന ചുവടുകൾ ആരാധനയുടെ ചുവടുകളാണ്, പ്രാർത്ഥനയുടെ ചുവടുകളാണ്, വിശ്വാസത്തിന്റെ ചുവടുകളാണ്. നിങ്ങൾക്ക് അഭിമാനിക്കാം, നിങ്ങൾ വച്ച ചുവടുകൾ അടുത്ത തലമുറയ്ക്ക് വളരാനുള്ള പടവുകളാണത്. നിങ്ങൾ വെച്ച കാലുകളിൽ അടുത്ത തലമുറയും കാലുവെക്കും. എന്നാൽ ഒരുപക്ഷെ നിങ്ങൾ പറയണം, എന്തിന് പള്ളി പോകണം, എന്തിന് പ്രാർത്ഥിക്കണം, എന്തിന് വിശ്വസിക്കണം, എന്തിന് ആരാധിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ദൈവത്തിൽ നകന്നാൽ നിങ്ങൾ വയ്ക്കുന്ന ആ അവിശ്വാസത്തിന്റെ ചുവടുകളിൽ അടുത്ത തലമുറ ചുവടുകൾ വെച്ച് അവർ ദൈവത്തിൽ നിന്നകന്ന് ചീത്ത കൂട്ടുകെട്ടിൽ പെട്ട് ആകെ തകർന്ന് നാശത്തിലേക്ക് അവർ ചുവടുകൾ വെച്ച് വഴിതെറ്റിപ്പോകും. നിങ്ങളുടെ ചുവടുകൾ നാളത്തെ തലമുറയുടെ പടവുകളാണ്. അനുഗ്രഹത്തിലേക്ക് അവർ കയറുന്ന ചുവടുകളാണ് നിങ്ങളുടെ ഇന്നത്തെ കാൽപ്പാടുകൾ. അത് അറിയണമെങ്കിൽ ഒറ്റ വാക്യം വേഗത്തിൽ വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 44-ാമത്തെ അധ്യായം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40 വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 44-ാമത്തെ അധ്യായം.
ഒന്നുറക്കെ വായിക്കാമോ? ഒന്നാമത്തെ ദാസനായ യാക്കോബേ, യാക്കോബിനോട് പറയാൻ, എന്റെ ദാസനായ യാക്കോബേ, ഞാൻ തെരഞ്ഞെടുത്ത ഇസ്രായേലേ, കേൾക്കുക. നിന്നെ സൃഷ്ടിക്കുകയും ഗർഭപാത്രത്തിൽ നിന്ന് രൂപം നൽകുകയും സഹായിക്കുകയും ചെയ്യുന്ന കർത്താവ് അരുളി ചെയ്തു. ശ്രദ്ധിച്ചു, അടുത്തത്, എന്റെ ദാസനായ യാക്കോബേ, ഞാൻ തെരഞ്ഞെടുത്ത ജശ്രൂനെ, നീ ഭയപ്പെടേണ്ട. വരണ്ട ഭൂമി ജലവും ഉണങ്ങിയ നിലത്ത് അരുവികളും ഞാൻ ഒഴുക്കും. എന്നിട്ട് അടുത്തത്, നിന്റെ മക്കളുടെ മേൽ എന്റെ ആത്മാവും നിന്റെ മക്കളുടെ മേൽ എന്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കും. അവിടെ എഴുതിയിരിക്കുകയാണ്, യാക്കോബിനോട് പറയുവാണ്, നിന്റെ ചുവടുകൾ. ആരാണ് യാക്കോബ്? അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം. യാക്കോബ് ഒരു ദൈവാരാധകനാണ്, ദൈവത്തെ ആരാധിച്ചവനാണ് യാക്കോബ്. എന്നിട്ട് പറയുവാണ്, യാക്കോബെ, നിനക്ക് മാത്രമല്ല, യാക്കോബെ, നിന്റെ സന്തതികളുടെ മേൽ എന്റെ ആത്മാവും നിന്റെ മക്കളുടെ മേൽ എന്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കും എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിന്ന്, നിങ്ങളോട് പക്ഷെ അടുത്ത് കാണും എങ്കിൽ ഈ വചനം ഒന്ന് ശ്രദ്ധിക്കാമോ? യാക്കോബൻ അപ്പനോട് പറയുവാണ്, നീ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് നിനക്ക് മാത്രമല്ല, നിന്റെ സന്തതികളുടെ മേൽ എന്റെ ആത്മാവും നിന്റെ മക്കളുടെ മേൽ എന്റെ അനുഗ്രഹവും വർഷിക്കും. ഒന്ന് കണ്ണുകൾ അടച്ച്. നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ മക്കൾ നല്ലൊരു കുടുംബജീവിതവും നയിക്കണം, അവർ നല്ല മിടുക്കരാകണം, എൻ്റെ കുടുംബത്തിന് അഭിമാനമാകണം. ഇവിടെയുള്ള എത്രയോ കുടുംബങ്ങളിലാ മക്കൾ അനുഗ്രഹമായത്. അത് നിങ്ങളുടെ കഴിവ് മാത്രമല്ല, അത് നിങ്ങളെ ഓർത്ത് നിങ്ങളുടെ മക്കളെ ദൈവം അനുഗ്രഹിച്ചതാണ്. നീ കാരണം നിന്റെ മക്കളുടെ മേൽ എൻ്റെ അനുഗ്രഹവും നിന്റെ സന്തതികളുടെ മേൽ എൻ്റെ ആത്മാവിനെയും ഞാൻ വർഷിക്കും, ഞാൻ വർഷിക്കും. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഒരു നിമിഷം നിന്നുകൊണ്ട് കാലുകളൊക്കെ ഒന്ന് റെഡിയാകട്ടെ. ഒരു കൃത്യസമയത്ത് ഞാൻ നിർത്തും. എന്തുകൊണ്ടാണ് യേശു നടന്നു പോയപ്പം 2 മിനിറ്റ് അന്ധനായ മനുഷ്യൻ വിളിച്ചത്? എങ്ങനെയാ വിളിച്ചത്? ജോസഫിന്റെ പുത്രനായ യേശുവേ എന്നാണോ? ആരുടെ? ദാവീദ് എവിടെ കിടക്കുന്നു? യേശു എവിടെ കിടക്കുന്നു? എന്തിനാ അങ്ങനെ വിളിച്ചത്? ദാവീദിന്റെ പുത്രനായ യേശുവേ. ദാവീദിന്റെ പുത്രനല്ലല്ലോ, പിന്നെന്താ അങ്ങനെ വിളിച്ചത്? ആരാണ് ദാവീദ്? ദാവീദ് ഒരു നല്ല മനുഷ്യനായിരുന്നു. ദാവീദിന്റെ ഗുണം കേട്ടോ. ദാവീദിനെ കൊല്ലാൻ വേണ്ടി സാവൂൾ നോക്കിയപ്പോ ദാവീദ് ഓടി ഒരു ഗുഹയ്ക്കകത്ത് കയറിയിരുന്നു. ദാവീദും കുറച്ചു പേരും പേടിച്ചിരിക്കുകയാണ്, സാവൂൾ കൊല്ലും. സാവൂള് ദാവീദിനെ അന്വേഷിച്ച് വന്ന് അതേ ഗുഹയ്ക്കകത്ത് കയറി. എന്നിട്ട് ക്ഷീണം കൊണ്ട് കിടന്നുറങ്ങിയപ്പം ദാവീദ് ഗുഹയുടെ അപ്പുറവശത്ത് കിടന്നുറങ്ങുന്നുണ്ട്. അപ്പൊ ദാവീദിന്റെ കൂടെയുള്ളവര് ഉറക്കം എഴുതി നോക്കുമ്പം സാവൂളും കൂട്ടാരും വന്ന് ഇപ്പുറത്ത് കിടക്കുന്നുണ്ട്. ഉടനെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, ദാവീദേ, ഇതാ നിന്റെ ശത്രു ഇവിടെ വന്ന് കിടക്കുന്നു, ഇതാ വാള്, ചെന്നവന്റെ കഴുത്ത് വെട്ടി തൂറക്കള എന്ന് പറഞ്ഞു. നല്ല ഒരു അവസരം കിട്ടിയതാണ് കൊല്ലാൻ. ശത്രു വന്ന് കിടന്ന് ബോധമില്ലാണ്ട് കിടന്ന് ഉറങ്ങുവാണ്. അപ്പൊ ദാവീദ് പറയുകയാണ്, അവൻ കർത്താവിന്റെ അനുഗ്രഹമുള്ള ഒരു അഭിഷിക്തനാണ്, അവന്റെ മേലെ ഞാൻ വാൾ ഉയർത്തില്ല, ഞാൻ അവന്റെ നേരെ വാൾ ഉയർത്തില്ല, ദൈവം എന്നെ പിടിക്കും, കോപിക്കും. എന്നിട്ട് ദാവീദ് ഒരു കാര്യം ചെയ്തു. സാവൂൾ അറിയാതെ അവന്റെ വസ്ത്രത്തിൽ നിന്ന് ഒരു ചെറിയ കഷണം മുറിച്ചെടുത്തു. എന്നിട്ടൊരു കുന്തം അവിടെ കുത്തി നിർത്തിയിട്ട് പുറത്തു മാറി നിന്നിട്ട് ഇങ്ങനെ കൈകൊട്ടി വിളിച്ചു, സാവൂൾ. ഉറക്കെ വിളിച്ചു, സാവൂൾ ഉറക്കെ വിളിച്ചു. അയാൾ പെട്ടെന്ന് എഴുന്നേറ്റു. എന്നിട്ട് ദാവീദ് പറഞ്ഞു, എനിക്ക് നിന്നെ കൊല്ലായിരുന്നു. നീ ചിലപ്പോ വിശ്വസിക്കില്ല, നിന്റെ വസ്ത്രത്തിൽ ഒരു വലിയൊരു വിടവുണ്ട്, അത് ഞാൻ എൻ്റെ വാളുകൊണ്ട് മുറിച്ചതാണ്, ഇത് എൻ്റെ കയ്യിലിരിക്കുന്നു. നിന്റെ മേലെ ഞാൻ വാൾ ഉയർത്തില്ല. അതായത് ദൈവത്തിന്റെ അഭിഷിക്തനെ മാനിച്ചവന്റെ തലമുറയിലാണ് ദൈവപുത്രൻ ജനിച്ചത്. നിങ്ങൾ ദൈവത്തെയും ദൈവാരാധനയും മാനിക്കുന്നവരാണെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറ നിങ്ങളുടെ കുടുംബത്തിൽ എഴുന്നേറ്റ് വരും. ഒരപ്പൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന കേട്ടെ. അപ്പൻ പറഞ്ഞു, കർത്താവേ, എനിക്ക് 2 ആൺമക്കളാണ്, അവർ രണ്ടും വിശ്വാസത്തിലൊക്കെ വളരുന്നുണ്ട്,
നാളെ ഒരു സമയത്ത് എൻ്റെ ആമ്പിള്ളേർക്ക് ഭാര്യമാരായി വരുന്ന പെൺകുട്ടികൾ ദൈവത്തെ ഉയർത്തുന്നവരായിരിക്കണം. ദൈവത്തെ ഉയർത്താത്ത ഒരു പെൺകുട്ടിയും എൻ്റെ മക്കൾക്ക് ഭാര്യമാരാകരുത്. ഞങ്ങൾ നാളെ ഒരു സമയത്ത് മരിക്കുമ്പോഴും ഞങ്ങളുടെ കുടുംബത്തിലും പാരമ്പര്യത്തിലും ജനിക്കേണ്ടവർ, നിന്നെ ഉയർത്താൻ അഭിമാനിക്കുന്നവർ മാത്രമേ ഞങ്ങളുടെ കുടുംബത്തിലും പാരമ്പര്യത്തിലും ജനിക്കാവുള്ളൂ. നിന്നെ ഇഷ്ടമില്ലാത്ത ഒരു കുഞ്ഞും ഞങ്ങളുടെ കുടുംബത്തിലോ മക്കൾക്കോ കൊച്ചുമക്കൾ താഴെ ഒന്നും ഞങ്ങളുടെ പാരമ്പര്യത്തിൽ ജനിക്കരുത്. നിന്നെ സ്നേഹിക്കുന്ന മക്കളെ ഞങ്ങളുടെ കുടുംബത്തിലും പാരമ്പര്യത്തിലും ജനിക്കാവുള്ളൂ എന്ന് ഒന്ന് കണ്ണുകളടച്ച് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. എന്തൊക്കെയോ അല്ല ഞാൻ പറഞ്ഞത്, സത്യം പറഞ്ഞാൽ പ്രയോജനമുള്ള കാര്യങ്ങളാണ്. കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടണം, മക്കൾ അനുഗ്രഹിക്കപ്പെടണം, ജീവിതം അനുഗ്രഹിക്കപ്പെടണം. ദൈവത്തിന്റെ പരിപാലിക്കുന്ന ഒരു കരം. കുറെ വിഷയങ്ങൾ പലതായിട്ടെങ്കിലും ചിതറിക്കപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു നിമിഷം നിങ്ങളുടെ കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ച് നിങ്ങൾ ഒരു നിമിഷം പ്രാർത്ഥിക്കുക. നിങ്ങളെ ഈ പുതിയ വർഷത്തിൽ ഇന്നും ജീവിക്കുന്ന ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ കുടുംബങ്ങളെ ദൈവം വിടുവിക്കട്ടെ. നിങ്ങളുടെ കുറവുകളെ ദൈവം പരിഹരിക്കട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളെ ഏറ്റെടുക്കട്ടെ. ഒരു നിമിഷം നിങ്ങൾ എല്ലാവരും ഒന്ന് സ്തുതിച്ചൊന്ന് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നിങ്ങളുടെ മക്കളെ മനസ്സിൽ കണ്ട്, അവരുടെ പേരും മുഖവും മനസ്സിൽ കണ്ട്, അവരൊരു പക്ഷെ വിദൂരത്തായിരിക്കാം, മറ്റു രാജ്യങ്ങളിലായിരിക്കാം, മറ്റു കുടുംബങ്ങളിലായിരിക്കാം, എവിടെയായിക്കൊള്ളട്ടെ. നിങ്ങളുടെ മക്കളെ മാത്രമല്ല, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാര്യമാർ, ഭർത്താക്കന്മാർ ഒക്കെ ഉണ്ട്, കൊച്ചുമക്കളുണ്ട്. എല്ലാവരെയും മനസ്സിൽ ഒരു നിമിഷം മനസ്സുകൊണ്ടൊന്ന് അനുഗ്രഹിച്ചൊന്ന് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ. എല്ലാവർക്കും വേണ്ടി സ്തുതിക്കുന്നു, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും തലമുറകളായി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തലമുറകളായി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഓർത്ത് ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ തലമുറകളെ അങ്ങ് അനുഗ്രഹത്തിൽ എഴുന്നേൽപ്പിക്കണമേ. അനുഗ്രഹിക്കപ്പെട്ടൊരു തലമുറ ഈ ദേശത്തുണ്ടാകണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹമാക്കണമേ, ഞങ്ങളുടെ തലമുറയെ അനുഗ്രഹമാക്കണമേ. വഴിതെറ്റി പോകാൻ ഇടവരുത്തരുത്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോയി നശിച്ചു പോകാൻ ഇടയാകരുത്. അനുഗ്രഹിക്കണമേ, വളർത്തണമേ, ഉയർത്തണമേ, ഒരു അനുഗ്രഹമാക്കി മാറ്റണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. ഒരു നിമിഷം ഇരിക്കാം. സമയം 8:30 തുടർന്ന് നമ്മൾ ആരാധനയിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ്. പ്രിയപ്പെട്ടവർ, ഇന്ന് കേട്ട വിഷയങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് വേഗത്തിലൊന്ന് പറയട്ടെ. നിങ്ങളെ സംരക്ഷിക്കുന്ന ഒരു ദൈവകരമുണ്ട്, മറക്കരുത്. ഇത്രയും മതി ജീവിക്കാൻ. അതാ ഒരാൾ സങ്കടത്തോടെ പറഞ്ഞേ, എനിക്ക് ആരുമില്ല, എനിക്ക് ദൈവം മാത്രമേ ഉള്ളൂ എന്ന്. കേട്ടു നിന്ന് ഒരാൾ പറയാണ്, കുഞ്ഞേ, ആ ഒരൊറ്റ ബോധ്യം മതി നീ ജീവിക്കാൻ. നിനക്ക് വേറൊന്നും ഒരുപാട് വേണ്ട ജീവിക്കാൻ. കുഞ്ഞെ, അത് മതി. ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് ബോധ്യം മതി കുഞ്ഞെ ജീവിക്കാൻ. നോഹിന്റെ പെട്ടകം എവിടെയോ പോയില്ല. നിങ്ങളുടെ ജീവിതവും എവിടെയും പോകില്ല. അതിനെ നിയന്ത്രിക്കുന്ന, കരുതുന്ന, ഉറക്കേണ്ടിടത്ത് ഉറപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. മറക്കരുത്. നിങ്ങൾ ഒത്തിരി പേര് വിഷമിക്കുന്നവരാ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ മനസ്സിലായി വേദനിക്കുന്ന ഒരു മനസ്സ് എവിടെയൊക്കെയോ പലർക്കും ഉണ്ട്. ഞാൻ ആ വിഷമിക്കുന്ന മനസ്സിനെ കാണുന്നത് കരിപിടിച്ച പാത്രങ്ങളെ പോലെയാണ്. സാരയില്ല, കരിയുണ്ട്, തീയുണ്ട്, പൊള്ളുന്നുണ്ട്, വേദനയുണ്ട്, വിഷമമുണ്ട്. പക്ഷെ ഈ വിഷമമൊക്കെ, ഈ പ്രാർത്ഥനയും ആരാധനയൊക്കെ വിതയ്ക്കുമ്പോൾ അതിൽ നിന്ന് നല്ലതിനെ ദൈവം കൊണ്ടുവരും. മറക്കാത്തൊരു വാക്ക്, നീ വിതച്ചത് കൊയ്യും. നീ വിതച്ചത് ഈ ധ്യാന ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ വിതച്ചില്ലേ കുറച്ച് കാര്യങ്ങൾ? എൻ്റെ കുഞ്ഞിന് നല്ല ജീവിതം തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് വിത്തിട്ടില്ലേ? എൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറണമെന്ന് പറഞ്ഞൊരു വിതച്ചില്ലേ? നാളെ കൊയ്തില്ലേലും കുറച്ച് സമയം എടുത്തുനിരിക്കും. വിതച്ചത് കൊയ്യും, അനുഗ്രഹം കൊയ്യും. അന്നേരം ഇതൊന്നും മറക്കല്ലേ. ഒരാഴ്ച കഴിഞ്ഞ്, ഒരു മാസം കഴിഞ്ഞ്, ഒരു വർഷം കഴിഞ്ഞൊക്കെ നിങ്ങൾ പറയും, അന്ന് ആ ധ്യാനത്തിൽ ഞാൻ ആരാധനയിൽ പ്രാർത്ഥിച്ചത് ദൈവം എനിക്ക് സാധിച്ചു തന്നു കേട്ടോ. വിതച്ചത് കൊയ്തതാണ്, വിതച്ചത് കൊയ്തു. ഒരാൾ പറഞ്ഞു, എനിക്ക് ഇന്ന പോലെ ഒരു രാജ്യത്ത് പോയി ജോലി ചെയ്യണം, എൻ്റെ വീടിനെ രക്ഷിക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ എല്ലാം തോൽവിയായിരുന്നു. ഞാനിവിടെ എത്തി. ഒത്തിരി പ്രാർത്ഥനയുടെ ഫലമാണ്. വിതച്ചത് കൊയ്തതാണ്. എൻ്റെ കൂടെ സെമിനാരിയിൽ പഠിച്ചൊരു പയ്യനുണ്ടായിരുന്നു. ഇംഗ്ലീഷ് അറിയത്തേയില്ല. അവനെ അച്ഛന്മാർ കഴുതേന്നൊക്കെ വിളിച്ചുകൊണ്ടിരുന്നു. മടുത്തിട്ട് അവൻ പോയി. അപ്പൊ എല്ലാരും പറഞ്ഞു, നീ എന്തേലും ചെറുതെന്തേലും പഠിച്ച് രക്ഷപ്പെട്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു വാട്സപ്പിൽ ഒരു മെസ്സേജ്,
ഞാനാണ്, നീ എന്നെ ഓർക്കുന്നുണ്ടോ? ഞാനിപ്പോൾ ജർമ്മനിയിലാണ്, എൻ്റെ വൈഫും ജർമ്മനിയിലാണ്. ഞാൻ തിരിച്ചൊരു വോയിസ് മെസ്സേജ് ഇട്ട്, നീ എങ്ങനെ ജർമ്മനിയിലെത്തി? എങ്ങനെ ഭാഷ പഠിച്ചു? B1 B2 കാര്യങ്ങൾ പഠിക്കാനുണ്ടല്ലോ, എങ്ങനെ പഠിച്ചു? എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ഒത്തിരി കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചു. എനിക്ക് ഇംഗ്ലീഷ് പോലും ശരിക്കും വായിക്കാൻ അറിയില്ലായിരുന്നു. എത്ര പഠിപ്പിച്ചിട്ട് എനിക്ക് ഗ്രാമർ മനസ്സിലാകുന്നില്ല. എനിക്ക് പോലും അറിയില്ല എങ്ങനെ ഞാൻ B1 B2 പരീക്ഷ പാസ്സായിരുന്നു. ഞാനും എൻ്റെ വൈഫും ഇപ്പോൾ ഇവിടെയാണ്. അപ്പോൾ അവൻ പറയാണ്, നിനക്ക് നിന്റെ പരിചയത്തിൽ നിന്റെ നാട്ടിൽ ഏതെങ്കിലും പാവപ്പെട്ട വ്യക്തി ഉണ്ടെങ്കിൽ ഒരാളെ ഞാൻ ജർമ്മനി കൊണ്ടുവന്നേക്കാം. അത് ഞാൻ ദൈവത്തോട് ചേർന്നൊരു നേർച്ചയാണ്. എന്നെ ഇങ്ങനെ നല്ലൊരു ജോലിയൊക്കെ തരുവാണെങ്കിൽ ഏറ്റവും പാവപ്പെട്ട അർഹിക്കുന്ന ഒരു കൊച്ചിനെ ഞാൻ അവിടെ എത്തിച്ചേക്കാം. നിങ്ങളും ഇങ്ങനെയുള്ള നേർച്ചകൾ നടത്തണം. വ്യക്തിപരമായി നിങ്ങളെ ദൈവം അനുഗ്രഹിച്ചാൽ ചിലരെയൊക്കെ കൈപിടിച്ച് കയറ്റിക്കോണം. നിങ്ങളുടെ കൂട്ടത്തിൽ ചിലതിനെ പൊക്കിക്കൊണ്ടുവന്നോണം. അത് ബലമാണ്. ചിലരുടെ കണ്ണുനീർ തുടയ്ക്കാനായി ഈ കൈ ദൈവം തന്നിരിക്കുന്നത് ചിലരുടെ കണ്ണുനീർ തുടയ്ക്കാനാണ്. ഈ കൈ ദൈവം തന്നിരിക്കുന്നത് താന്നു പോകുന്ന സാരല്ല പിടിച്ചിങ്ങനെ കയറ്റാനാ. നീ കയറി വാ, നന്നായിട്ട് ചെയ്യ് എന്ന് പറയാനാണ്. ദൈവം അനുഗ്രഹിച്ചോളും. ദൈവം ഇങ്ങനെ കയറ്റും. അതിനാ നമുക്ക് ബലമുള്ള കൈ തന്നിരിക്കുന്നത്. അതിനാ ദൈവം നമുക്ക് ചില നന്മകൾ തരുന്നത്. എനിക്ക് മാത്രം അനുഭവിക്കാനല്ല, ചിലരെ കയറ്റണം, ചിലരെ ഉയർത്തണം. എറണാകുളത്ത് നിന്ന് കൊറോണ കാലത്ത് ഒരു മനുഷ്യൻ അവിടെ വന്ന്, കൊറോണ ഏറ്റവും ശക്തമായി നിൽക്കുന്ന സമയത്താണ്, ശക്തമായ ഓർഡർ ഉണ്ട്, ഒരാൾ പോലും കൂടരുത് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു മനുഷ്യൻ വണ്ടി ഓടിച്ച് അവിടെ വന്നിരിക്കുകയാണ്. എനിക്ക് കാണണം. ഞങ്ങൾ പറഞ്ഞു കാണില്ല, പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ് പേടിച്ചിരിക്കുന്ന സമയമാണ്. അപ്പൊ ഈ മനുഷ്യൻ പറഞ്ഞു, അച്ഛനെന്നെ കണ്ടില്ല, ഞാൻ ഇവിടെ ആത്മഹത്യ ചെയ്യുന്നു പറഞ്ഞു. അങ്ങനെ ഇയാളെ കണ്ടു. അപ്പൊ അയാൾ പറഞ്ഞു, എനിക്ക് ഇന്ന സ്ഥലത്ത് ഇത്രയേക്കർ സ്ഥലം കിടപ്പുണ്ട്, അത് 1 കോടിക്കധികം കടവാണ്. എനിക്ക് സ്വത്തുണ്ടോ 2 കോടി രൂപയുടെ, വിറ്റ് എനിക്ക് രക്ഷപ്പെടണം. ഞാൻ എത്ര നോക്കിയിട്ട് നടക്കുന്നില്ല, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. വിതച്ചത് കൊയ്യും. അയാൾ കരഞ്ഞ് ഈ വിഷയത്തിന് പ്രാർത്ഥിച്ചു. അയാൾ പറഞ്ഞു, എന്റെ സ്ഥലം വിൽക്കുവാണെങ്കിൽ ഞാൻ ആദ്യം വന്ന് 2 ലക്ഷം രൂപ ഇവിടെ വന്ന് ഞാനും എൻ്റെ ഭാര്യയും കൊച്ചും വന്ന് ഇവിടെ തരുമെന്ന് പറഞ്ഞു. 2 ലക്ഷം രൂപ എനിക്ക് തരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ പുണ്യമല്ല ഞാൻ പറയുന്നത്, ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ 2 ലക്ഷം രൂപ വേണ്ട. ഇവിടെ അടുത്ത് ആരോരുമില്ലാത്ത ഒരു അമ്മയും 2 മക്കളും ഉണ്ട്. ആ അമ്മയ്ക്ക് 2 പെൺകുട്ടികളാണ്. അതുങ്ങൾക്ക് കഴുത്തിലും കാതിരിയും ഇല്ല. ഗ്യാരണ്ടി മാലയും സാധാരണ കടയിൽ നിന്ന് മേടിക്കുന്ന 2 കമ്മലൊക്കെ ഇട്ടാണ് നടക്കുന്നത്. ആ സ്ത്രീ വേറൊരു വീട്ടിൽ പണിക്ക് പോവുകയാണ്. പറ്റുമെങ്കിൽ നിങ്ങൾക്ക് പൈസ കിട്ടുമ്പോൾ ഒരു നിയോഗം വെക്കുക. നിങ്ങൾ കണ്ടിട്ടില്ല, ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ആ കുട്ടികളുടെ കഴുത്തിലും കാതിലും ഓരോ മാലയും കമ്മലും മേടിച്ചു കൊടുക്കും. നിങ്ങൾ അത് വെക്കാൻ പറഞ്ഞു. ശരി, നിങ്ങൾ പറഞ്ഞതല്ലേ, ഞാൻ ചെയ്തേക്കാന്ന് പറഞ്ഞു പോയി. തിരിച്ചു ചെല്ലുമ്പോൾ അന്ന് കൊറോണ കാലം, ആര് സ്ഥലം നോക്കാനൊന്നും വരികയല്ല. വേറൊരു വ്യക്തി ഓൺലൈനിൽ കച്ചവടം നടത്തി, പൈസ ഇട്ടു. അയാൾ പൈസയായിട്ട് വന്നു, അയാളും ഭാര്യയും കുഞ്ഞും. ഞാനും എൻ്റെ കൂടെയുള്ള ഒരാളും അവിടെ ഒരു സ്വർണ്ണക്കടയിൽ, ചെമ്മണ്ണൂരും സ്വർണ്ണക്കടയിൽ പോയി ആ പെൺകുട്ടികളെ അറിയിക്കാതെ അവർക്ക് ഏകദേശം ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള മാലയും മേടിച്ച് ഈ കുടുംബത്തോടൊപ്പം കൊണ്ടുപോയി ഒരു സർപ്രൈസ് ഗിഫ്റ്റ് എന്ന പോലെ കൊടുത്തു. എന്നിട്ട് അയാളെ കൊണ്ട് പറയിപ്പിച്ചു, ഇത് ഞാൻ ദൈവസന്നിധി നേർന്നതാണ്, നിങ്ങളിത് മൈക്കിലൂടെ ഒന്നും പ്രസംഗിക്കൊന്നും വേണ്ട. ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം കഴുത്തിലൊരു സ്വർണം വരിക, കാതിലൊരു സ്വർണം വരിക എന്ന് പറഞ്ഞാൽ അവർക്ക് ലോകം മുഴുവൻ കിട്ടുന്ന സന്തോഷമാണ്. അയാൾ പറഞ്ഞു, എനിക്ക് ഇത്രയും സന്തോഷമുള്ളൊരു അനുഗ്രഹം വേറെ വേണ്ട. അന്ന് അവരുടെ കണ്ണിൽ നിന്നൊഴുകിയ കണ്ണുനീർ മതി എൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടാൻ. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കുമ്പം അർഹിക്കുന്നവരെയും അർഹപ്പെട്ടവരെയും കൈപിടിച്ച് കയറ്റണം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നല്ല നല്ല രാജ്യങ്ങളിലെത്തി മിടുക്കരാകുമ്പോൾ അവരോട് പറയണം, അർഹതപ്പെട്ട ഒരാളെയും കൈപിടിച്ച് കയറ്റി രക്ഷപ്പെടുത്തണം. അതിനുവേണ്ടിയാ ദൈവം ഈ കൈ തന്നിരിക്കുന്നത്. സൂര്യനെ ദൈവം സൃഷ്ടിച്ചത് നമുക്ക് വെളിച്ചം തരാനാണ്. സൂര്യന് മാത്രം ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കാനല്ല. മരങ്ങളെ ദൈവം സൃഷ്ടിച്ചത് അതിനുവേണ്ടിയല്ല, അതിന്റെ പഴം നമുക്കാണ്. പശു വീട്ടിലുള്ളത് അതിനുവേണ്ടിയുള്ള പാലല്ല, നമുക്ക് വേണ്ടിയുള്ളതാ. ദൈവം തന്നിട്ടുള്ളതും ചിലർക്കൊക്കെ ഉള്ളതാണ്, ചിലർക്കൊക്കെ കൊടുക്കണം. അപ്പോൾ ദൈവം അനുഗ്രഹിക്കും, ദൈവം വളർത്തും, ദൈവം ഉയർത്തും.